കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത്തിലെ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭഗവാന്റെ ഗൃഹസ്ഥലീലയാണ് വർണ്ണിക്കുന്നത്. ഇപ്പൊ വർണ്ണിക്കുന്നത് ദ്വാരകാലീല. പ്രധാനമായിട്ട് 4 ലീലകളാണെന്ന് പറഞ്ഞു. 1 ഗോകുലലീല, 2 വൃന്ദാവന ലീല, 3 മധുരാലീല, 4 ദ്വാരകാലീല. ഇങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ. അതിലെ ദ്വാരകാലീല വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ വിവാഹം ഇന്നലെ വർണ്ണിച്ചു. ഭഗവാൻ ആദ്യം വിവാഹം കഴിച്ചത് രുക്മിണിയെയാണ്. രുക്മിണിയെ വിവാഹം കഴിച്ചിട്ട് പിന്നെ എങ്ങനെ കഴിഞ്ഞു? കുറച്ചു കാലം ഭഗവാന് കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പുത്രദുഃഖം അനുഭവിച്ചു ഭഗവാൻ എന്നാണ്. പുത്രദുഃഖം അനുഭവിച്ചു ഭഗവാൻ എന്ന് പറയുമ്പോൾ അത് ശരിയാവും? അനുഭവിച്ചു എന്ന് പറയണോ, അഭിനയിച്ചു എന്ന് പറയണോ? ഭഗവാൻ അഭിനയിച്ചു എന്നർത്ഥം. ഭഗവാന്റെ ദുഃഖം എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ അഭിനയിച്ചത് ചോദിച്ചാൽ ലോകർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ലോകത്ത്. എപ്പോഴും അനുകൂലാവില്ല സാഹചര്യം. നമ്മൾ ആഗ്രഹം പോലെ ആയിക്കോളന്നില്ല നടക്കുന്നത്. പ്രകൃതിക്ക് അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ട്, അത് നടക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൽ കൂടുതൽ മാറ്റാനോ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ആത്മാവിന്റെ തലത്തിൽ നമ്മളൊക്കെ പൂർണ്ണരാണ്. അതറിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കാന്നല്ലാതെ പുറമെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് കാണിക്കാനാണ് ഇപ്പൊ ഈ ലീലകളൊക്കെ, ഈ കഥകളൊക്കെ അതിനാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ആ സമയത്ത് ശിവനെ ധ്യാനിച്ചും കൊണ്ട് നമശിവായ ജപിച്ച് മനസ്സിനെ അടക്കി അങ്ങനെ ഇരുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മളും വേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരാം. വിവാഹം കഴിച്ചു എന്ന് വരാം, ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം, കഴിഞ്ഞ ചിലപ്പം ഒഴിവാക്കി പോയി എന്ന് വരാം. ഇതിനൊക്കെ സംഭവിക്കാം. ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. മനസ്സ് ഇളകാതെ ഭഗവാനിൽ വെച്ചിരിക്കാൻ ശ്രമിക്കുക. വിവാഹം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായില്ല എന്ന് വരാം, ചിലപ്പോൾ കുട്ടി ഉണ്ടായി എന്ന് വരാം, അത് നേരാവണ്ണം ആയില്ല എന്ന് വരാം. ഇത് സംഭവിക്കാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം. 8 വർഷക്കാലം ഭഗവാനെ ശിവനെ ഭജിച്ചു. അതിന്റെ ഫലമായിട്ട് ഭഗവാന് ഉണ്ണി ഉണ്ടായി. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാകൃതിരമന്യുന. പണ്ട് പരമശിവന്റെ ക്രോധാഗ്നിയിൽ ദഗ്ധനായ കാമദേവൻ പ്രദ്യുമ്നൻ എന്നുള്ള പേരിൽ അവതരിച്ചു. അങ്ങനെ ഭഗവാന് ഉണ്ണിയുണ്ടായി. ഉണ്ണിയുണ്ടായിട്ട് സുഖമായിട്ടിരുന്നോ? ഇല്ല. ഉണ്ണിയുണ്ടായി അധികമായില്ല. അപ്പോഴേക്ക് ആ ഉണ്ണിയെ ശമ്പരാസുരൻ തട്ടിക്കൊണ്ടുപോയി കടലിൽ എറിഞ്ഞു. നോക്കണേ, ആറ്റുനോറ്റൊരു ഉണ്ണിയുണ്ടായി. ആ ഉണ്ണിയെ പിന്നെ കാണാതെയായി. ആരെ കൊണ്ടുപോയി എന്താണെന്ന് ഭഗവാനും അറിയില്ല. പിന്നെയും ദുഃഖിച്ചു കുറച്ചു കാലം എന്നാണ്. പിന്നെ എപ്പോഴേ ആ ഉണ്ണിയെ കിട്ടി? 24 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആ പ്രദ്യുമ്നെ ആര് കാണുന്നത്? ഭഗവാൻ ആദ്യത്തെ ഉണ്ണിയെ കാണുന്നത് അത്രയും വൈകിട്ടാണ്. അപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥ എന്ന് വർണ്ണിച്ചു. നമുക്ക് പാഠമാണ്. ഇതൊക്കെ എന്തിനാ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. ഭഗവാന് പോലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ മറ്റു വിവാഹങ്ങൾ വർണ്ണിക്കുകയാണ്. പിന്നെ വിവാഹം കഴിച്ചത് ജാമ്പവതിയെയും സത്യഭാമയും. എന്തുണ്ടായി? പണ്ട് സത്രാജിത്ത് എന്ന പേരായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ സൂര്യഭക്തനാണ്. അങ്ങനെ സൂര്യനെ സേവിച്ച് സൂര്യന് വലിയ സന്തോഷമായി അദ്ദേഹത്തിന് ഒരു രത്നം കൊടുത്തു. ആ രത്നത്തിന്റെ പേരാണ് സ്യമന്തകം. എന്താ പേര്? കേട്ടില്ല? സ്യമന്തകം. ഇനി ചിലരൊക്കെ അവിൽക്കിഴി ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ അവിടേക്ക് നോക്കരുത്, അല്ലെങ്കിൽ പിന്നെ അവിൽക്കിഴി വെക്കേണ്ട പറയും. അത് മോശമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കുക. അപ്പൊ സ്യമന്തകം ആണ് ആ രത്നത്തിന്റെ പേര്. ആ രത്നം അദ്ദേഹത്തിന് കിട്ടി. കേമാണരത്നം. 8 ഭാരം കനകത്തെ നിത്യം ദിവസത്തെ പൂജിക്കുകയാണെങ്കിൽ എന്നും 8 ഭാരം സ്വർണ്ണം അങ്ങനെ ഉണ്ടാവും. എത്ര നന്ന്! അങ്ങനെ രത്നം കിട്ടിയ അത്ര നന്ന്. അങ്ങനെ രത്നം അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അത് കിട്ടിയോണ്ട് കാര്യമില്ല. നമുക്കും കേമത്തുള്ളതുകൊണ്ട് കാര്യമില്ല. എന്ത് വേണം? മറ്റുള്ളവരെ കണ്ടിട്ട് തോന്നണം. താൻ കേമനായിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് കേമനാണെന്ന് തോന്നണ്ടേ? അതല്ലേ മുഖ്യം. കാശ് കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. താൻ കാശ് ഉള്ളവനാന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് അവർക്ക് നമ്മളോടൊരു അസൂയ ഉണ്ടാവണം. അതാണ്. ഇതിപ്പോ എന്തിനാ നമ്മൾ വലിയ വീട് വെക്കണം? എന്തിനാ? താമസിക്കാനാ? ആണോ? അതിന്റെ പല ഭാഗത്തേക്ക് പോയിട്ട് തന്നെ ഉണ്ടാവില്ല. മാറാല പിടിച്ച് കിടക്കണുണ്ടാവും. ആകെ ലേശം നമുക്ക് വേണ്ടു. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കണത് എന്തിനാ വെച്ച് മറ്റുള്ളവർ കണ്ട് ഞെട്ടട്ടെ, എന്റെ കാശ് അവർ മനസ്സിലാക്കട്ടെ. അത്രേ ഉള്ളൂ. വലിയ പട്ടുസാരി, വലിയ കേമായിട്ടുള്ള വില കൂടി ഇതൊക്കെ കൊടുക്കണം എന്തിനാ? എന്താ സംശയം? അതിലൊന്നും സംശയമൊന്നുമില്ല ഇതില്. അതൊക്കെ മറ്റുള്ളവർ കണ്ടിട്ട് അതിന്റെ വില പറയുകയും ചെയ്യും. ഇതിന് എത്രയാണെന്ന് ഇഷ്ടമുണ്ടോ, എത്ര തോന്നും എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് അത് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അത്രയേ ഉള്ളൂ തന്നെയാണ് ഒരു ഉദ്ദേശം. കാശുണ്ടെങ്കിൽ അത് ബാങ്കിലിട്ടാ പോരെ, അല്ലേ? സ്വർണ്ണ ലോക്കറിൽ വെച്ചാൽ പോരെ. എന്തിനാ കഴുത്ത് കെട്ടി നടക്കണോ? എന്തിനാ? അത് കാണിക്കാൻ, അല്ലാതെ ഇപ്പം എന്താ? ഇതേപോലെ ദേഹത്ത് കഴുത്ത് കെട്ടി ഈ രത്നം തനിക്കുണ്ടെന്ന് കാണിക്കാൻ. എന്നിട്ട് ആള് കൂടുതൽ ദിക്കിലൊക്കെ പോയി നിൽക്കും. ദ്വാരകയിൽ പോയി ഇങ്ങനെ നിന്നു. ഭഗവാൻ ഇത് കണ്ട പടുത്തു എന്ന് പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള സാധനം കഴുത്ത് കെട്ടി നടന്നാൽ പേപ്പർ വായിക്കണില്ല. അങ്ങ് കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങേക്കും കൂടി ആപത്താ. പകരൊരു കാര്യം ചെയ്തോളൂ, ആ രത്നം ഇവിടെ വെക്കുകയാണെങ്കിൽ നോക്കാൻ സെക്യൂരിറ്റിക്കാരുണ്ട്, അവർ നോക്കിക്കോളും. 8 ഭാരം സ്വർണ്ണം അങ്ങേക്ക് അവിടെ എത്തിക്കാം. അങ്ങയുടെ പേരിൽ തന്നെയാണ് ഈ രത്നം, അത് ഇവിടെ വെക്കാം എന്ന് പറഞ്ഞു. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സത്രായത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടിയ സ്വർണം കൃഷ്ണൻ വെറുതെ അങ്ങനെ എളുപ്പത്തിൽ
ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ എന്ത് സ്വർണം, എന്താ ആഗ്രഹം, ഒന്നും ഭഗവാൻ ആവശ്യമില്ല. നന്മ ഉദ്ദേശിച്ച് ചോദിച്ചതാണെങ്കിലും സത്രാജിത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി കൃഷ്ണ എന്ന് പറഞ്ഞു. രണ്ടർത്ഥാണ്. രാജാവാണ്, ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഏറ്റവും വലിയ കള്ളൻ നീയാണ്, കക്കാണ്ടിരുന്നാൽ മതി. ഏതായാലും കൊടുത്തില്ല, ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല. ആ രത്നം അനിയനോടുള്ള മമത കൊണ്ട് കൊടുക്കേണ്ടി വന്നു. അനിയന്റെ പേര് പ്രസേനൻ എന്നാണ്. സത്രാജിത്തിന്റെ അനിയന്റെ പേര് പ്രസേനൻ. പ്രസേനൻ നായാട്ടിന് പോകുമ്പോൾ ഏട്ടനടുത്ത് വന്ന് വാശി പിടിച്ചു, എനിക്ക് ആ രത്നം കഴുത്ത് കെട്ടാൻ തരണം, കഴുത്ത് കെട്ടാൻ തരണം. അവസാനം മനസ്സില്ല, മനസ്സോടെ നീ അനിയനായിട്ട് തെറ്റണ്ടാകരുത് എന്ത് കൊടുത്തു, ആ രത്നം കൊടുത്തു. അത് കഴുത്തിൽ കെട്ടിയാല് ഈ പ്രസേനൻ അങ്ങനെ നായാട്ടിന് പോയി. സിംഹം ഈ രത്നം കണ്ടപ്പോ എന്തോ തിളങ്ങണ സംഗതി എന്താണെന്നറിയാൻ വേണ്ടി പോയി ചെന്നു, ഇയാളെ കൊന്നു. അതൊരു മാംസകഷ്ണാകരുതി കടിച്ചു പോവുകയാണ്. അവിടേക്ക് ഇതാര് കണ്ടു? ജാമ്പവാൻ കണ്ടു. ജാമ്പവാൻ സിംഹത്തിനെ കൊന്നു. ആ രത്നം കൊണ്ട് ആര് പോയി? ജാമ്പവാൻ പോയി. തന്റെ ഗുഹയിലെത്തി തന്റെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. അത്രയേ ഉള്ളൂ. എന്ത് സമന്തകരത്നം, കുട്ടികൾ കളിക്കുകയാണ് അവിടെ കുറഞ്ഞമാര്. ഇങ്ങനെയാണ് അവിടുത്തെ കഥ. പക്ഷെ നാട്ടിൽ എന്താ ഉണ്ടായി ചോദിച്ചാൽ, ഭഗവാൻ ഈ സമന്തകരത്നം കട്ടു എന്ന് അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി. ആരെ തുടങ്ങി വെച്ചു? സത്രാജി തന്നെ തന്റെ ഭാര്യയോട് പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്, സംശയമുള്ളൂ, ഉറപ്പൊന്നുമില്ല. അന്ന് എന്നോട് ഭഗവാൻ ചോദിക്കുകയും ചെയ്തിരുന്നു, സമന്തകരത്നം തരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ല, ചോദിക്കാൻ മടിയൊന്നും ഇല്ലാത്ത ആൾക്ക് കക്കാനാണോ ഇപ്പൊ മടി? അല്ല, പണ്ട് അയാളുടെ സ്വഭാവം എങ്ങനെയിരുന്നു? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കൈക്കുശമിപ്പതുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ മാല കെക്കാണ്. പണ്ട് വെണ്ണ കെട്ടു, തൈര് കെട്ടു, ചേല കെട്ടു, എന്താ മാല കെക്കാണ്, അത്രയേ ഉള്ളൂ. നീ ആരോടും പറയൊന്നും വേണ്ട, എന്റെ ഉള്ളിലുള്ള സംശയം നിന്നോട് പറഞ്ഞു മാത്രം എന്ന് പറഞ്ഞു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകളോടൊക്കെ പറഞ്ഞുള്ള കാര്യം പിന്നെ പേപ്പറിൽ കൊടുക്കണ്ട. അതന്നെ അവരങ്ങനെ, അത് അവിടെയുള്ള പണിക്കാരോടൊക്കെ പറയും. അവരൊക്കെ കുടുംബശ്രീ പോയാൽ ഇതാ പറയാ, ഈ ചർച്ചയാണ്. കൃഷ്ണനടുത്തൊന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നണമൊന്നുമില്ല കേട്ടോ, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറ്റമില്ല. എന്തെങ്കിലും കുറ്റമൊക്കെ മഹാത്മാക്കളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആ ആചാര്യനെ പറ്റിയിട്ടേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊന്നുമില്ലേ, എളുപ്പമായി രക്ഷപ്പെട്ടു. തനിക്ക് തോന്നണില്ലേ മിണ്ടാണ്ടിരിക്കുക. എന്താണ്? ഒരാൾ പറഞ്ഞത് കേട്ടു, നമുക്ക് അയാളെ പറ്റി അങ്ങനെ തോന്നണില്ലെങ്കിൽ എന്ത് ചെയ്യുക? എന്റെ വായാണ് അത് വരില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ അയാളെ പറ്റി കുറ്റം പറയണമെന്ന് മോഹമുണ്ട്, 4 പേർക്ക് അയാളോട് ഒരു വിദ്വേഷം തോന്നിച്ച് നല്ലതാണുണ്ട്. അത് നമ്മുടെ വകയും കൂടി എന്ത് ചെയ്യും? ഭഗവാനെ പറ്റി വരെ പറഞ്ഞില്ലേ. അതാണ് മേൽപ്പത്തോട് ചോദിക്കണത്. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക. ആ രത്നം തൊടാത്ത ഗുരുവായൂരപ്പ, അങ്ങയെപ്പറ്റി ജനങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നടന്നില്ലേ. അവർക്ക് ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളെ പറ്റി പറയുമ്പോൾ കുറച്ച് അധികം ഉത്സാഹ, ചെവിയിൽ അമൃതം ഒഴിക്കുന്നത് പോലെ. എന്താണ്? പീയൂഷം ഭവതി. പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃത്, ചെവിയിലേക്ക് ഇങ്ങനെ അമൃതം ഒഴിക്കുന്നത് പോലെ അവരങ്ങനെ ആഘോഷിച്ചു, ഭഗവാനെ പറ്റി അങ്ങനെ കുറ്റം പറഞ്ഞു നടന്നു. അവസാനം ഭഗവാന്റെ ചെവിയിലും എത്തി താൻ ഈ രത്നം എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ധാരണ. തിരുത്തണ്ടേ? അന്വേഷിച്ചു പോയി. പ്രസേനന്റെ ശവശരീരം കണ്ടു, സിംഹത്തിന്റെ കാൽപ്പാട് കണ്ടു, സിംഹത്തിന്റെ ശവശരീരം കണ്ടു, ജാമ്പവാന്റെ കാൽപ്പാട് കണ്ടു, ജാമ്പവാന്റെ ഗുഹയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും ജാമ്പവാൻ ആരാ എന്റെ ഗുഹയിലേക്ക് ചോദിക്കാണ്ട് പ്രവേശിക്കണമെന്ന് പറഞ്ഞ് അടിക്കുകയാണ്. അടി അങ്ങനെ കൊണ്ടുപോയാലും ഭഗവാൻ തിരിച്ചടിക്കാൻ പറ്റും, പക്ഷെ അടിച്ചില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അടിക്കുന്ന സമയത്ത് നാമം ജപിച്ചു കൊണ്ടാ. വിഭോ രഘുപതേ ജയ ജയാഠേ, ജയ ജയ രാമ രാമ എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. രാമരാമ എന്ന് പറഞ്ഞ് അടിക്കുമ്പോ എങ്ങനെയാ? നാമം ജപിച്ചടിക്കുമ്പോ എങ്ങനെയാ തിരിച്ചടിക്കുക? ഭഗവാനൊന്നും വേണ്ടിയില്ല, അതൊക്കെ പുഷ്പാഞ്ജലി പോലെ അങ്ങനെ സ്വീകരിച്ചു. തന്റെ ഭക്തനാണ്. 27 ദിവസം ഈ അടി നീണ്ടു നിന്നതാണ്. എത്ര ദിവസം? തിരിച്ചൊന്നും അടിച്ചില്ല. അത്രയപ്പം ഭഗവാന് തോന്നി ഇയാൾ നിർത്തലായിട്ടൊന്നും ഉണ്ടാവില്ല. ജാമ്പവാനാണെങ്കിൽ കണ്ണ് തുറക്കണമില്ല. എന്താണ്? കണ്ണടച്ചും കൊണ്ടാണ് ഈ അടിയൊക്കെ. കണ്ണ് തുറന്നടിക്കില്ല, ഭഗവാനെ കണ്ടടിക്കില്ല. ഇത് കണ്ണടച്ചും കൊണ്ട്. അന്ന് രാമനെ കണ്ട സമയത്ത് കണ്ണടച്ചതാ, ഇനിയിപ്പോൾ ആരും കാണാനില്ല. കാണേണ്ട ആളെ കണ്ടിട്ടുണ്ട്, ഇനി ഒന്നും അകത്തേക്ക് കയറണ്ട കരുതി കണ്ണടച്ചതാ. അങ്ങനെ പോകുമ്പോഴാണ് എന്തോ തിളങ്ങുന്നത് കണ്ടത്. കണ്ണടച്ചാലും തിളങ്ങുന്നത് മനസ്സിലാവുമല്ലോ, ഒരു പ്രകാശം. അപ്പോഴാണ് 2 അടി അടിച്ചത് ഇങ്ങോട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തത്. ഇപ്പം തുറക്കില്ല എന്ന് ഉറപ്പായപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ പ്രസാദം കൊടുക്കില്ല അങ്ങോട്ട്, ഒരൊറ്റ അടി തിരിച്ചങ്ങോട്ട് കൊടുത്തു. ആ അടി കണ്ട് കിട്ടിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി തന്നെ തിരിച്ചടിക്കാനുള്ള ശേഷി രാമന് മാത്രമേ ഉള്ളൂ. കണ്ണങ്ങോട്ട് തുറന്ന സമയത്ത് ആരെ കണ്ടു? കൃഷ്ണനെ രാമനായിട്ട് കണ്ടു. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു, കാൽക്കൽ വീണു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. വലിയ അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇല്ല അപരാധമൊന്നും അല്ല, പേടിക്കൊന്നും വേണ്ട, അങ്ങന്റെ ഭക്തനല്ലേ, അങ്ങക്ക് എന്നെ അടിക്കണമെന്ന് മോഹമില്ലായിരുന്നോ? അത് സാധിപ്പിച്ചു എന്താ? ജാമ്പവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ മോഹമൊന്നുമില്ല, ഭഗവാൻ അടിക്കണം എന്നൊക്കെ മോഹം ഇല്ല എന്നങ്ങ് അങ്ങനെ പറയരുത്. രാമായണ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചതാണല്ലോ, രാമരാവണ യുദ്ധ സമയത്ത് രാമന്റെ പക്ഷത്താണല്ലോ ആര്? ജാമ്പവാനെ. എന്നിട്ട് ജാമ്പവാൻ എന്ത് ചെയ്യും? രാമരാവണ യുദ്ധ സമയത്ത് രാമൻ എങ്ങനെ നോക്കും? എന്നിട്ട് മനസ്സ് പറയണത് രാവണൻ ഭാഗ്യവാനാ എന്തൊക്കെയായാലും. കാരണം രാമനോട് യുദ്ധം ചെയ്യാൻ സാധിക്കണ്ടല്ലോ. ആരോട്? കുറച്ച് പരാക്രമമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് തനിക്ക് പറ്റൊരാളോട് യുദ്ധം ചെയ്യണമെന്ന് മോഹം ഉണ്ടാവില്ലേ? ജാമ്പവാൻ നല്ല കൈക്കരുത്തുള്ള ആളാണ്.
അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളിൽ തോന്നുകയാണ്, പറ്റും ചില ഈ രാമനോടൊക്കെ യുദ്ധം രാവണൻ ഭാഗ്യവാനാണ്, പക്ഷെ തനിക്ക് പറ്റില്ല, താൻ രാമന്റെ പാർട്ടിയല്ലേ, തന്റെ പോസ്റ്റിലേക്ക് ഗോളടിച്ചാൽ അത് തോൽക്കുക ചെയ്യുക, അത് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ ആ ഒരു മോഹം ഭഗവാൻ ആ സമയത്ത് സാധിപ്പിച്ചില്ല. ഇത് പൂർണ്ണാവതാരം, കൃഷ്ണാവതാരം ഒക്കെ പൂരിപ്പിക്കുന്നതാണ്. ആർക്കൊക്കെ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അങ്ങോട്ട് സാധിപ്പിച്ചു കൊടുക്കുന്ന അവതാരമാണ് കൃഷ്ണാവതാരം. അതുകൊണ്ട് ഈ അവതാര സമയത്ത് ജാമ്പവാന് തല്ലണമെന്ന് മോഹണ്ടേ, അത് ഈ ഭക്തന് ഭഗവാനെ തല്ലണമെന്ന് മോഹണ്ടേ, ആവാം ചീത്ത പറയണമെന്ന് മോഹണ്ടോ, ഒന്നാ അത് ശിശുപാലിന് സാധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ധാരാളം സ്ത്രീകൾക്ക് അക്കാലത്ത് രാമനെ വിവാഹം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു കൃഷ്ണാവതാരത്തെ സാധിപ്പിച്ചു തരാം. അവരാണ് ആ സ്ത്രീകളൊക്കെ 16,108 പേര്. ഇനി എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കൃഷ്ണാവതാരത്തിൽ അത് പൂർണ്ണമായി കൊടുക്കുക. ഏതായാലും അങ്ങനെ അനുഗ്രഹിച്ചു. ജാമ്പവാൻ പറഞ്ഞു സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും അപരാധമല്ലേ ചെയ്തത്, പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത് എന്താ വെച്ചാൽ എന്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കും, ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. ആയിക്കോട്ടെ, എന്നെ പോലെ തന്നെയാ മകള്, സുന്ദരിയാ, ഇയാള് കുറയ്ക്കണം മകള് കുറയ്ക്കുകയും ചെയ്യണം. എന്തായാലും ഭഗവാനൊന്നും വേണ്ടിയില്ല, എന്തോ ആവട്ടെ. അങ്ങനെ ജാമ്പവതി ആര് വിവാഹം കഴിച്ചു? ഭഗവാൻ വിവാഹം കഴിച്ചു. ആ രത്നവും കൊണ്ട് തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധിപ്പിച്ചു. ഇയാൾക്ക് സത്രാജ്യത്തിന് തിരിച്ചു കൊടുത്തു രത്നം. അദ്ദേഹം അത് വാങ്ങി തല താഴ്ത്തി അങ്ങനെ പോകുമ്പോൾ ജനങ്ങളൊക്കെ കളിയാക്കി. കഷ്ടം തന്നെ, ആ കൃഷ്ണനെ പറ്റി കുറ്റം പറഞ്ഞ് നടന്നില്ലടോ താൻ, രത്നം കൃഷ്ണൻ എടുത്തു എന്ന് പറഞ്ഞ് നടന്നില്ലേ, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. വലിയ വിഷമം സത്രാജ്യത്തിന്. അദ്ദേഹം വീട്ടിൽ വന്ന് ഇങ്ങനെ പറയാണ് ഭാര്യയോട്, നിന്റെ ഒറ്റാളുടെ പണിയത്, ഞാൻ ആരോടും പറഞ്ഞു, നിന്നോട് മാത്രമേ ഉള്ളിലുള്ളത് പറഞ്ഞുള്ളൂ, അതിന് ശേഷമാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. എന്തായാലും കഷ്ടമായി, ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥ ഇപ്പൊ ഇല്ലാണ്ടിയൊക്കെ എന്താ ചെയ്യുക, എന്താ ഇപ്പൊ ഇതിനൊരു പരിഹാരം? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് സത്യഭാമ, സത്രായത്തിന്റെ മകള്, കൃഷ്ണനെ വലിയ ഇഷ്ടമാണ്, ഇതൊരു അവസരമായിട്ട് കണ്ട അവള് വന്ന് പറഞ്ഞു, അച്ഛനെ ചീത്ത പറയല്ലേ ഉണ്ടായുള്ളൂ, 27 ദിവസം അടിച്ചാള് പ്രായശ്ചിത്തായിട്ട് എന്താ ചെയ്തത്, മകളെ സമർപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് ചീത്ത പറഞ്ഞ അങ്ങും അങ്ങനെ തന്നെ ചെയ്തോളൂ, അങ്ങയുടെ മകളും ഒറ്റ മകളെ ഉള്ളൂ, എന്നെ അങ്ങോട്ട് സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയാണല്ലോ തോന്നി. അങ്ങനെ ഭഗവാനെ വിളിച്ചു, കാര്യം പറഞ്ഞു. ശരി, അങ്ങനെ സത്രാജിത്തിന്റെ മകൾ സത്യഭാമയെ ആര് വിവാഹം കഴിച്ചു? ഭഗവാൻ വിവാഹം കഴിച്ചു. സ്ത്രീധനായിട്ട് ഈ രത്നം ഭഗവാന് കൊടുത്തു. ഭഗവാൻ പറഞ്ഞത് വേണ്ട, സ്ത്രീധനത്തിന് എതിരാ ഞാൻ, അത് വാങ്ങില്ല, ആര് മതി, സത്യഭാമാരത്നം വടന്നോട്ടെ, മറ്റേ രത്നയ്ക്ക് വേണ്ട, കാരണം ഇത് കാരണം ലേശം നല്ല ബുദ്ധിമുട്ടിയത്, അതങ്ങനെ വെച്ചോളെന്നും പറഞ്ഞ് ആ സത്യഭാമയെ വിവാഹം കഴിച്ചു. പക്ഷെ പിന്നെയും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ചോദിച്ചാൽ, സത്യഭാമ വലിയ സുന്ദരിയാണ്, പലരും മോഹിച്ച് വിവാഹം കഴിച്ചതിലോ ചോദിച്ചു വരാറുണ്ട്. ഇദ്ദേഹം പിന്നെ ആരെയും മുഷ്പിക്കില്ല സത്രാജിത്ത്, ആര് ചോദിച്ചാലും തരാമെന്ന് പറയും. സത്യഭാമ വിവാഹം കഴിച്ചതിലോ തരും. കാശുകാരൊക്കെ ആണെങ്കിൽ അഡ്വാൻസ് ഇങ്ങോട്ട് വാങ്ങി വെക്കും. അങ്ങനെ ശതധന്വാവത് പേരായിട്ടൊരു രാജാവ്, അയാൾക്ക് ധാരാളം കാശുണ്ട്, വിവരമില്ലാനും. അയാൾ വന്ന് ചോദിച്ചു സത്യഭാമ വിവാഹം കഴിച്ചത്, തരുന്നു പറഞ്ഞ 10,000 റുപ്യ അയാളെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ശതധന്വാവിനെ എല്ലാവരും വിട്ട് മൂപ്പിച്ചു. എടോ തനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു? കൃഷ്ണന് കൊടുത്തല്ലേ? ചോദിക്കടോ, പോയിട്ട് ഈശ്വരന്റെ പോയി ചോദിക്കടോ, തനിക്ക് നട്ടനില്ലേ, പോയി ചോദിക്കടോ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പോയി ചോദിച്ചു. അവിടെ വെച്ച് വർത്തമാനായി, പിന്നെ അതല്ലായി. അവസാനം അദ്ദേഹം ആരെ കൊന്നു? ഈ ശതധന്വാവ് സത്രാജിതനെ കൊന്നു. ആ രത്നവും കൊണ്ട് അദ്ദേഹം വന്നു. തന്നെ മൂപ്പിച്ച കൂട്ടത്തിൽ ആരുണ്ട്? അക്രൂരനുണ്ട്. ആരുണ്ട്? അക്രൂരൻ നമ്മളെ ഭക്തൻ, പരമഭക്തൻ. നമുക്ക് സംശയം തോന്നി, ഈശ്വര ഈ അക്രൂരൻ എങ്ങനത്തെ ഏഷണിയിലൊക്കെ ഉണ്ടോ? ഭക്തന്മാരെ നമ്മൾ വിചാരിച്ചത് എന്താ? അവരൊരു ഭാഗത്തിന് നാമം ചോദിക്കും, മറ്റേ ഭാഗത്തിരുന്നിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട, അതാണ് അർത്ഥം. ഇവിടെ എന്താ വെച്ചാൽ അക്രൂരർക്ക് വലിയൊരു ഭാവം ഉണ്ടായിരുന്നു, താൻ വലിയ പരമഭക്തനാണ്, തന്റെ ഉള്ളിൽ ചീത്ത വിചാരമൊന്നും ഉണ്ടാവില്ല, താൻ ആർക്കും അങ്ങനെയൊന്നും മറ്റുള്ളവരെ പോലെ പരദോഷമൊന്നും പറയാറില്ല, തന്നെ കൊണ്ടൊന്നും അങ്ങനെ ലോകത്തിന് ഉപദ്രവമൊന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു വിചാരം ആർക്കുണ്ടായിരുന്നു? അക്രൂരർക്ക് ഉണ്ടായിരുന്നു. ആ വിചാരം കണ്ട് തീർന്നു. താനും അറിയാതെ എന്ത് പറ്റിപ്പോയി, കൂട്ടുകെട്ടെ പലരുമായിട്ട് അങ്ങോട്ട് കൂടിയപ്പോ അയാൾ അങ്ങനെ മൂപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും അക്രൂരർ വിചാരിച്ചില്ല, കൊല്ലുന്നൊന്നും വിചാരിച്ചില്ല. അവിടെ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ല് കൂടുമ്പോൾ കണ്ടിരിക്കാൻ രസം ഉണ്ടാവുമല്ലോ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ചോദിക്കാനല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഇത് കൊല്ലുന്നു വിചാരിച്ചു, രത്നം കൊണ്ട് വരുന്നു വിചാരിച്ചു. അക്രൂരോട് പറഞ്ഞു, താൻ പറഞ്ഞതുപോലെ ഞാൻ പോയി ചോദിച്ചു, പിന്നെ ചോദിക്കലല്ലാണ്ടായി, പിന്നെ അങ്ങോട്ടും പിന്നെ അവസാനം കൊന്നു. അക്രൂർ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ പിടിച്ച് ഭഗവാനെ ഏൽപ്പിക്കും, കാരണം പിടിക്കാൻ എന്നെയാണ് ആരെ ഏൽപ്പിക്കുക? ഭഗവാനെ ഏൽപ്പിക്കുക, ഞാൻ ആ ഡ്യൂട്ടിയാണത് എനിക്ക്, അതുകൊണ്ട് ഇവിടെ നിന്നാൽ ഞാൻ പിടിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അതോടുകൂടി രത്നം അക്രൂരുടെ അടുത്തേക്ക് വലിച്ചവൻ ആര് പോയി? ശതധന്വാവ് പോയി. അക്രൂരാകെ കുടുങ്ങി. അക്രൂരിനെ പേടിച്ച് രത്നം കൊണ്ട് അക്രൂരൻ കണ്ട് പോയി, കാശിക്ക് പോയി. ഇങ്ങനെ എനിക്ക് വീണ്ടും പ്രശ്നം, എന്ത് കാണുന്നില്ല? രത്നം കാണുന്നില്ല. ഈ സത്രാജിത്ത് മരിച്ചുള്ള വാർത്ത അറിയണത് ഭഗവാൻ ഹസ്തിനാപുരിൽ വെച്ചിട്ടാ. പാണ്ഡവര് അരക്കില്ലത്തിൽ വെച്ച് മരിച്ചു എന്ന് കേട്ട് അന്വേഷിച്ചു പോയതാ ഭഗവാൻ. സത്യഭാമയുണ്ട് കൂടട്ടോ. അങ്ങനെ പോയ സമയത്ത് അവിടെ എത്തിയപ്പം പാണ്ഡവർ മരിച്ചില്ല മനസ്സിലായി. അറിയായിട്ടല്ല, നല്ല അന്വേഷിക്കാൻ പോകണല്ലോ.
അങ്ങനെ പോയി അവിടെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൂതം വന്ന് പറഞ്ഞു, ഭഗവാനെ മാത്രമായിട്ട് വിളിച്ചിട്ട്. കാരണം സത്യഭാമ പേടിക്കില്ലേ, ഇതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കേട്ടാൽ എങ്ങനെ ഉൾക്കൊള്ളുക. ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അങ്ങയുടെ സത്യഭാമയുടെ അച്ഛൻ നോ മോർ, മരിച്ചു എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോ ഭഗവാനുണ്ടായ സന്തോഷം എന്താണ്, തന്റെ കൈകൊണ്ട് ചാവേണ്ടതായിരുന്നു ദുഷ്ടൻ, പിന്നെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രം. എന്തൊക്കെ തന്നെ പറ്റി പറഞ്ഞു നടന്നു. പക്ഷെ ആരുടെ അടുത്ത്, സത്യഭാമ അടുത്തുണ്ട്. എപ്പം പിന്നെ കരയാ, അല്ല ചിരിക്കാൻ പറ്റുമോ? അപ്പൊ ഭഗവാൻ അങ്ങോട്ട് കരഞ്ഞു. സത്യഭാമയെ നമ്മുടെ അച്ഛൻ പോയി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞു. ഒരു 1.5 മണിക്കൂർ കരഞ്ഞു. പിന്നെ സത്യഭാമ പറഞ്ഞു, നിർത്തിക്കോളൂ, എനിക്ക് ഇത്ര വിഷമമില്ല. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ നേരം കളയണ്ടല്ലോ കരുതി ഭഗവാൻ നിർത്തി. എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ഗൃഹസ്ഥ ലീലയാണ്. എന്താണ്, ഒരു കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്ന് കാണിച്ചു തരികയാണ്. കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് അഭിനയമൊക്കെ പഠിക്കേണ്ടി വരും. അല്ലെ പിന്നെ നിൽക്കണ്ട, കല്യാണം കഴിച്ചാൽ പിന്നെ ഇത് വേണം. പിന്നെ ഭാര്യ ചിരിക്കുമ്പോൾ നമുക്ക് ചിരിയും തോന്നിയില്ലെങ്കിലും നമ്മൾ, ഭാര്യ കരയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വേണ്ടി, അല്ലാതെ എന്തിനാ ചിരിക്കണമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു കഥ. എന്താ പത്ര ചിരിക്കാൻ, അതും ചോദിക്കരുത്. ചിരിച്ചു വെച്ചാൽ ചിരിക്കന്നെ, കരഞ്ഞു വെച്ചാൽ അറിയാം. ഇങ്ങനെയൊക്കെ വേണ്ടി വരും കാണിക്കുകയാണ്. അതിലൊന്നും പഠിക്കേണ്ട, അതൊന്നും ഒരു കുറ്റമായിട്ട് വിചാരിക്കും വേണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ വലിയ കുഴപ്പമില്ലാണ്ടേ മുന്നോട്ട് പോകുള്ളൂ എന്ന് കാണിച്ചു തരിക. അവർക്ക് സന്തോഷമാവട്ടെ കരുതി ഭഗവാൻ എന്ത് ചെയ്തു, ഒരു പ്രതിജ്ഞ എടുത്തു, നിന്റെ അച്ഛനെ കൊന്നാളെ കൊന്നിട്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ പോയി ശതന്യവനെ കണ്ടു, കൊന്നു. പക്ഷെ രത്നം കിട്ടിയില്ല. രത്നാരെടുത്താ, അക്രൂരുടെ അടുത്തല്ലേ. ഭഗവാൻ അത് കാണാതെ വിഷമിച്ചു തിരിച്ചു പോന്നു. കൃഷ്ണന്റെ കയ്യിൽ രത്നം ഉണ്ടോ, ഇനിയിപ്പോ എടുത്തു വെച്ചോ കൃഷ്ണൻ, ആകെ ഒരു സംശയം ബലരാമേട്ടന്. അദ്ദേഹം നാട് വിട്ടുപോയി. കൃഷ്ണ, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു പ്രയാസം, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരട്ടോ എന്നും പറഞ്ഞ ആര് പോയി. കാര്യം പറഞ്ഞു, അത് കാര്യം പറയില്ല. ആ കൃഷ്ണൻ കേട്ട് പറയണ്ടേ, ഞാൻ ചോദിക്കാൻ നിൽക്കണോ, തുറന്നു സംസാരിച്ചൂടെ, നെയ്യാക്കേ കൂടെ. ഇതൊക്കെയാണ് ബന്ധങ്ങളൊക്കെ ശിഥിലാവണത്. ഇതിന്റെ മുകളിലാണ്. ഒന്നും മിണ്ടാണ്ട് ആര് പോയി. അനിയനെ സംശയിച്ചും കൊണ്ട് ബലരാമേട്ടൻ പോയി. ഈ വാർത്ത ആരറിഞ്ഞു? ധൃതരാഷ്ട്രർ അറിഞ്ഞു. ഏട്ടനും അനിയനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മുതലെടുക്കാൻ തന്റെ മകനെ പറഞ്ഞയച്ചു, ദുര്യോധനെ. പോയിട്ട് ബലരാമന്റെ കാലത്തിൽ കണ്ട് വീണ്ടും ശിഷ്യനായിക്കോളും, അയാൾ നല്ല വിദ്യകളൊക്കെ പഠിപ്പിച്ചു തരും, അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് പാണ്ഡവരെ കുറച്ച് കഴിഞ്ഞാൽ ഇല്യന്റെ ആക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അങ്ങനെയാണ് ബലരാമന്റെ ശിഷ്യനായി ആര്, ദുര്യോധനൻ. അതുകൊണ്ടാണ് ബലരാമന് ദുര്യോധനോട് കുറച്ചധികം സ്നേഹമുണ്ട്. പാണ്ഡവരോടുള്ളതിനേക്കാൾ സ്നേഹം ബലരാമന് തന്റെ ശിഷ്യനായ ദുര്യോധനോടുണ്ട്. ഏതായാലും ഇപ്പൊ രത്നം കാണുന്നില്ല, പക്ഷെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രത്നം കാണാതെ അന്ന് മുതൽ അക്രൂരെയും കാണാനില്ല. അക്രൂർ എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. കാരണം അയാൾ ഇരിക്കുന്ന ദിക്കിൽ എപ്പോഴും മഴ പെയ്യും. ഇപ്പൊ ദ്വാരകയിൽ മഴയൊന്നുമില്ല, കാശിയിൽ നല്ല മഴ ഉണ്ട്. മനസ്സിലായി? ആര് കാശിയിലുണ്ട്? അദ്ദേഹം കാശിയിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ദൂതനെ വിട്ടു. കാശിയിൽ പോയപ്പോ എന്താ കഥ വെച്ചാൽ, അദ്ദേഹം ദിവസവും 8 ഭാരം സ്വർണം കിട്ടല്ലോ, ഒന്നും അയാളുടെ പോക്കറ്റിൽ ഇടില്ല. തൻ്റെതെന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ലളിതമായ ജീവിതം. എന്നാൽ ഈ കാശ് എന്താ ചെയ്യുന്നത്? അവിടെ ഉള്ളവർക്ക് കുളിക്കാനുള്ള സൗകര്യം വൃത്തിയാക്കി, സ്നാനഘട്ടങ്ങൾ നിർമ്മിച്ചു, അവിടെ വരുന്ന പാവങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അവർക്കുള്ള വസ്ത്രം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. ഇങ്ങനെ കിട്ടുന്ന കാശ് മുഴുവൻ ദാനധർമാദികൾ ചെയ്തുകൊണ്ട് ആര് കഴിഞ്ഞു? അക്രൂര് കഴിഞ്ഞു. അത്ഭുതമായ ദൂതന്. അടുത്ത് വന്ന കാര്യം പറഞ്ഞതും അദ്ദേഹം ആ രത്നമായിട്ട് ഓടി വന്ന് ഭഗവാന്റെ കാൽക്കൽ വെച്ച് തൊഴുതങ്ങടെ നമസ്കരിച്ചു. അറിയാണ്ട പറ്റിയതാണ്, എനിക്കറിയാം തെറ്റാ ചെയ്തതെന്ന്. പക്ഷെ അങ്ങയെ കാണാനുള്ള ആ ഒരു തോന്നൽ വേണ്ടേ? എങ്ങനെയാ അങ്ങയുടെ മുഖം ഞാൻ നോക്കുക, ഇത്രയൊരു അബദ്ധം കാണിച്ചിട്ട്. ഞാൻ അന്യായമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു കാശ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇല്ലാത്തവർക്ക് കൊടുക്കുക ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഭഗവാനൊന്നും വേണ്ടിയില്ല. ആ രത്നം കയ്യിലെടുത്തു, എല്ലാവരും കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ ഈ രത്നം, ഞാനല്ല എടുത്തത് എന്ന് ബോധ്യപ്പെടുത്തി. അവസാനം ഇനിയിപ്പോ ഈ രത്നം ആർക്കാ കൊടുക്കണ്ടു? ഭഗവാൻ അവകാശപ്പെട്ടതാ, സത്രാജിത്തിന്റെയാണ്. സത്രാജിത്തിന്റെ മകള് സത്യഭാമ, ഒരു മകളേ ഉള്ളൂ, സത്യഭാമയ്ക്ക് അവകാശപ്പെട്ടതാ. സത്യഭാമയുടെ ഭർത്താവാണ് ആര്? ഭഗവാൻ. അപ്പൊ ആർക്ക് അവകാശപ്പെട്ടതാ? അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം ഭഗവാന്റെയാണ്. എന്നിട്ടും ഭഗവാൻ അത് ചെയ്തു, താഴ്ത്തില്ല. അത് ആർക്ക് കൊടുത്തു? അക്രൂരെ. താൻ വെച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ഈ രത്നം പലരുടെ കയ്യിലും കിട്ടി, അവരൊക്കെ നശിക്കുകയുണ്ടായത്. സത്രാജിത്തിന്റെ കയ്യിൽ കിട്ടിയ അയാൾ കാണിച്ചു കിടന്നു. ചില അങ്ങനെ കാശ് കൈ കിട്ടിയ കാണിച്ചു നടക്കും. ചിലരെന്ത് ചെയ്യും, അതുകൊണ്ട് നായാട്ടിന് പോകും. എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ പിന്നാലെ പോകും. കഴിക്കുക, കുടിക്കുക, തിന്നാൻ എന്തൊക്കെ ബാക്കിയുണ്ട്, എന്തൊക്കെ ബാക്കി, ഇങ്ങനെ ഇല്ലാത്ത വില കൊടുത്ത് കഷ്ടപ്പെട്ട് കടലിന്റെ അടിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അത്രേ, എന്നിട്ട് അവിടെ പോയിട്ട് ഇഡ്ഡലിനെ കഴിക്കുന്നത്. അതിന് 2 ലക്ഷം റുപ്യ. ഇതൊരു കഷ്ടം നോക്കണേ. ഇങ്ങനെയൊക്കെ ഭ്രമം, ഓരോരുത്തർക്കും ഓരോ ഭ്രമം. 2 ലക്ഷം റുപ്യ കൊടുത്ത് ഇഡ്ഡലി കഴിക്കുക, അങ്ങനെയൊക്കെ ഓരോ സമ്പ്രദായം. അത് കേമത്തം. ആകാശത്ത് പോയി കഴിക്കുക. കഴിക്കുന്നത് ഇഡ്ഡലി തന്നെയാ. അതിപ്പോ എവിടെ സ്വർണ്ണപാത്രത്തിൽ ഇഡ്ഡലി കഴിക്കുക? ഇഡ്ഡലിയല്ലേ, സ്വർണ്ണ ഇഡ്ഡലി അല്ലല്ലോ കഴിക്കണത്. അത് കാണിച്ച് നടക്കുക. അങ്ങനെയൊക്കെ ഓരോ പ്രകൃതാണ്. എന്നിട്ട് എന്താ ഉണ്ടായി? നായാട്ടിന് പോയിട്ട് പ്രസേനൻ മരിച്ചു, നാശാണ്ടായത്. അത് ജാമ്പവാന് കിട്ടിയപ്പോ കളിക്കാൻ കൊടുത്തു. ചിലർ അത് ഇട്ട് കളിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള കളികളുണ്ട് കാശ് കൊണ്ട്. അപ്പൊ ഇടയ്ക്ക് സമ്പത്ത് അങ്ങോട്ട് കൂടും, ഇടയ്ക്കോ ഒക്കെ ഇല്ലാണ്ടിയാവും. അവസാനം ആത്മഹത്യ ചെയ്യണത് കാണാറുണ്ട്.
നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിച്ചു പോകാൻ അത് മതി, എന്നാലും അത് ഒഴിവാക്കി എന്ത് ചെയ്യും, ആ കിട്ടുന്ന ശമ്പളം കൂടി എടുത്ത് കുറെ അധികം ഉണ്ടാക്കണമെന്ന് കരുതി കളിച്ച് ആരോടും പറയാണ്ടേ അല്ല തൂങ്ങിച്ചാവണം എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് ധനം എന്താ ചെയ്യേണ്ടത്, അത് ആർക്കും കിട്ടി, അക്രൂർക്ക് കിട്ടിയപ്പോൾ അയാൾ വേണ്ടതുപോലെ ചെലവാക്കി, അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്തു. അതിനാണ് ധനം നമുക്ക് കിട്ടുന്നത്. സൽക്കർമ്മങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ, സജ്ജനങ്ങൾക്ക് കൊടുക്കാൻ, സൽക്കർമ്മങ്ങൾ നടക്കാൻ, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ധനം എല്ലാ കാലവും ഉണ്ടാവും. അതിനാരനുഗ്രഹിക്കും? ഭഗവാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇവിടുത്തെ കഥയുടെ താല്പര്യം അത്രയേ ഉള്ളൂ. അതാണ് ആ അക്രൂരുടെ കയ്യിൽ എപ്പോഴും ധനം നിന്നത്. അതിനുശേഷം ഭഗവാന്റെ മറ്റു വിവാഹങ്ങൾ വർണ്ണിച്ചു. പ്രധാനമായിട്ട് 8 വിവാഹമാണ്. ഇപ്പം 3 കണ്ടു: രുക്മിണി, ജാമ്പവതി, സത്യഭാമ. ഇനി കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഇങ്ങനെ 8 വിവാഹം കഴിച്ചു. പിന്നീട് 16,100 വിവാഹം ഒരുമിച്ച് കഴിച്ചു. ഇടയ്ക്ക് 16,008 എന്ന് പറയും, ഇടയ്ക്ക് 16,108 എന്നും ഭാഗവത്തിൽ 2 പറയുന്നുണ്ട്. അത് തന്നെ മനസ്സിലാക്കുന്നത് വ്യാസർക്ക് തെറ്റിപ്പോയതാണോ? അല്ലല്ല, കുറെ ഉണ്ട് നമ്മൾ കൂട്ടിക്കോളൂ. എന്താണ്, കുറയ്ക്കൊന്നും വേണ്ട, അത്രേ അർത്ഥമുള്ളൂ. കുറയ്ക്കരുത്, ധാരാളം. 1,00,000 എന്ന് പറഞ്ഞാൽ വളരെ നന്നായി. അതല്ല 1 കോടിയാ, എന്നാ ശരി, കുറയ്ക്കരുത്, അത്രയേ ഉള്ളൂ. കാരണം ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. ഇവിടെയുള്ള എല്ലാവരുടെയും പതി ആരാ? പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ. ആരാത്? നമ്മുടെ ഭർത്താവിന്റെയും ഭർത്താവ് ആരാ? ഭരിക്കുന്നവനാരാ? ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങളെയും നോക്കുന്നത് ഭഗവാനാണ്. അപ്പം ഭഗവാന്റെ പത്നിമാർക്ക് കണക്കില്ല. ഇപ്പൊ ലോകത്ത് എത്ര ജീവജാലങ്ങളുണ്ടോ അവരൊക്കെ ഭഗവാന്റെ പത്നിമാരാണ്. അവരുടെയൊക്കെ പതി ഭഗവാനാണ്. അത് സ്ത്രീയുടെയും പുരുഷന്റെയും ഷണ്ടന്റെയും ഒക്കെ എന്തൊക്കെ ഉണ്ടോ എല്ലാവരുടെയും. അതാണ് താല്പര്യം. പിന്നെ 8 വിവാഹം പ്രധാനമായിട്ട് അത് മായയാണ്. ഭിന്നാ പ്രകൃതി അഷ്ടധ, അത് ഗീതയിലും കാണാം. ഭിന്നാ പ്രകൃതി അഷ്ടധ, 8 വിധത്തിലാണ് ഭഗവാന്റെ മായ. പഞ്ചഭൂതങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയാണത് പറയാം. പിന്നെ അതിന്റെ അനവധി, അതാണ് 16,000 അല്ലെങ്കിൽ 16,100. അത് കഥാരൂപത്തിൽ പറയുമ്പോൾ ഇവിടെ പറഞ്ഞു. അതെന്തുണ്ടായിച്ചാൽ പണ്ട് നരകൻ എന്ന് പറയായിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ആരാ ചോദിച്ചാൽ ഭഗവാന്റെ മകൻ തന്നെയാണ്. ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ, ഭഗവാന്റെ മകൻ തന്നെ അസുരൻ അയച്ച ഒന്ന് ആലോചിച്ച് നോക്കും. അതെന്തുണ്ടായി? ആ സമയത്ത് ഭഗവാന്റെ ചിന്ത കുറച്ച് മോശമായിരുന്നേ. ആരുടെ? അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭഗവാൻ എന്താ വെച്ചാൽ അന്ന് വരാഹമൂർത്തിയായിട്ട് വരികയായിരുന്നു. ആര്? വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്നപ്പം ഹിരണ്യാക്ഷനുമായിട്ടുള്ള സംസാരം, അങ്ങനെ ഹൃദയം കലുഷമായി. ഹിരണ്യാക്ഷനോടുള്ള ദേഷ്യം ആർക്ക്? ഭഗവാന്. ഭൂമിക്കാവട്ടെ പേടി. അങ്ങനെ ഭർത്താവിന് പേടി, ഭർത്താവിന് ദേഷ്യം, ഭാര്യയ്ക്ക് പേടി. അങ്ങനെ ഉണ്ടായ മകനാരായി? അസുരനായി. മനസ്സിലായില്ലേ? ഭഗവാന് പോലും അസുരക്കുട്ടി ഉണ്ടായി, ചിന്ത നന്നല്ലാത്തപ്പം. അതുകൊണ്ട് നമുക്കുള്ള പാടാണ്, ചിന്തയൊക്കെ നല്ലതാവണം. ഈശ്വരാർപ്പണമായിട്ട് എപ്പോഴും നല്ല മനസ്സോടു കൂടി ഇരിക്കുക, അതാണ് വേണ്ടത്. ആ നരകാസുരനാവട്ടെ വരം വാങ്ങി തന്നെ അച്ഛനെ കൊല്ലാവൂ, അമ്മ സമ്മതിക്കും വേണം. തനിക്ക് പിന്നെ മരണം ഉണ്ടാവൂ. ഇനി തനിക്ക് മരണമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം അഹങ്കരിച്ച് നടന്നു. അങ്ങനെ ഇരിക്കെ ഈ നരകാസുരൻ ഇന്ദ്രന്റെ അമ്മ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു, കമ്മല് മോഷ്ടിച്ചു. ഇന്ദ്രനായി ഇയാളോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. ഭഗവാനോട് സഹായം പറഞ്ഞു. ഭഗവാൻ സത്യഭാമയും കൂട്ടി അവിടെ എത്തി. നരകാസുരൻ്റെ എത്തി. സത്യഭാമി ആരാ? ഭൂമിദേവിയാണ്. ആരാണ്? ഭൂമിയാണ് സത്യഭാമയായിട്ട് വന്നത്. ലക്ഷ്മിയാണ് രുക്മിണിയായിട്ട് വന്നത് കൃഷ്ണാവതാരത്തില്. വരാഹമൂർത്തി തന്നെയാണ് ഇപ്പം കൃഷ്ണനായിട്ട് വന്നത്. അപ്പൊ ആരാപ്പ അവിടെ എത്തിയത്? നരകാസുരന്റെ അച്ഛനും അമ്മയും എത്തിയത്. അമ്മ സമ്മതിച്ചു. അച്ഛൻ ആരെ കൊന്നു? നരകാസുരനെ വധിച്ചു കഴിഞ്ഞു. ഭഗവാന് തന്റെ മകനാണോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. അധർമ്മം ചെയ്താൽ തല ഭഗവാൻ വെട്ടും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ നരകാസുരനാവട്ടെ ധാരാളം സ്ത്രീകളെ പല ദിക്കിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ പല ദിക്കിലായിട്ട് കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ടതാ. അവര് സമ്മതിക്കാണ്ട് അവരെ പ്രാപിച്ചാൽ തല പൊട്ടിത്തെറിക്കുന്ന ശാപമുണ്ട്. പിന്നെ കാരാഗ്രഹത്തിലിട്ടു, എന്നെങ്കിലും അവർ അനുവദിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീകളെ കാര്യം മോചിപ്പിച്ചു. ഭഗവാൻ മോചിപ്പിച്ചു. തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അവരുടെ എണ്ണാണ് 16,100. അവരോട് പറഞ്ഞു, ശരി, നീ തിരിച്ചു പോയിക്കോളൂ, ഇനി നിങ്ങൾക്ക് ആരും പേടിക്കേണ്ട, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത്രയും കാലം ഈ കൊട്ടാരത്തിൽ ഇവിടെ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ് ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവർ, നാട്ടിലുള്ളവർ എങ്ങനെയാ നോക്കുക? ഞങ്ങളെ എങ്ങനെയാ നോക്കുക? സീതയെ കുറ്റം പറഞ്ഞ നാടല്ലേ, പതിവ്രതയായിട്ടുള്ള സീതയെ കുറ്റം പറഞ്ഞ നാടാ. എങ്ങനെയാ നോക്കുക? മോശം കണ്ണോട് കൂടിയല്ലേ. അതുകൊണ്ട് പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അങ്ങ് ഞങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ശരീരം ത്യജിക്കുകയാണെന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ സത്യഭാമയെ നോക്കി, എന്താ വേണ്ടു ചോദിച്ചു. സത്യഭാമ പറഞ്ഞു, ഞാനും രുക്മിണിയൊക്കെ കഴിയുന്നത് പോലെ ഇവരും. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഭഗവാൻ.
ഭഗവാനെ ആശ്രയിച്ചില്ല ആ ജീവന്മാരൊക്കെ. അതുകൊണ്ട് സ്വീകരിച്ചോളെന്ന് പറഞ്ഞു. ഒരു മുഹൂർത്തത്തിൽ 16,100 രൂപം ധരിച്ചുകൊണ്ട്. എത്ര? ഒരു മുഹൂർത്തത്തിൽ 16,100 കൃഷ്ണന്മാര് ആ 16,100 പേരെയും വിവാഹം കഴിച്ചു. വേണമെങ്കിൽ ഭഗവാന് ദാസിമാരായിട്ട് അവിടെ നിർത്തായിരുന്നല്ലോ, അല്ലേ? അവിടെ മുറ്റടിക്കാനും നിലം തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യായിരുന്നു. രുക്മിണി സത്യഭാമ എങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ. അങ്ങനെ ഭഗവാൻ അവരെ കൊണ്ടുപോയി. അങ്ങനെ ഓരോരുത്തരിലും കുട്ടികളും ഉണ്ടായി. അതാണ് കഥ. അത് കഴിഞ്ഞ് ആ ഇന്ദ്രനെ കുണ്ടലങ്ങൾ കൊണ്ട് കൊടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് പാരിജാത മരം കണ്ടപ്പോ സത്യഭാമയ്ക്കൊരു മോഹം, ഒരു കൊമ്പ് പൊട്ടിച്ചാലോ. ഭഗവാൻ പറഞ്ഞായിക്കോട്ടെ, കുറെ ഉണ്ടല്ലോ, ഒരു കൊമ്പ് പൊട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇന്ദ്രനൊരു സഹായം താൻ ചെയ്തല്ലോ. എന്ത്? ആ കുണ്ടലങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. തിരിച്ചു പോകുമ്പോൾ ഒരു കൊമ്പ് പൊട്ടിച്ചാൽ ഇന്ദ്രനൊന്നും പറയണ്ടാവില്ല വിചാരിച്ചു. ഒരു കൊമ്പ് അങ്ങോട്ട് പൊട്ടിച്ചപ്പോഴേക്ക് ഇന്ദ്രൻ അങ്ങോട്ട് യുദ്ധത്തിന് വന്നു ഭഗവാന്റെ നേരെ. അവിടെ ബോർഡ് വെച്ചത് കണ്ടില്ലേ, തൊടാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വന്ന യുദ്ധം കണ്ട് അടിയടിച്ചു ഭഗവാൻ. ഇന്ദ്രന്റെ ഗർവ് ശമിപ്പിച്ചു. അറിയാണ്ട പറ്റിപ്പോയതാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന്റെ പ്രതീകമാണ്. ഒന്നും സ്വയം വയ്യ, ഭഗവാന്റെ ആശ്രയം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ നമുക്ക് കാരുണ്യം കാണിച്ച് പലതും തന്നാലും ഭഗവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ പറഞ്ഞ ഭഗവാൻ ചീത്ത പറയും. അതാണ് മനസ്സിന്റെ സ്വഭാവം. രണ്ടടി കിട്ടുമ്പോൾ ധൈര്യവും ചെയ്യും. ഇങ്ങനെ ഇന്ദ്രന് തെറ്റ് മനസ്സിലായി കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ ആ പാരിജാത മരം കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഒക്കെയാണ് കഥ. അങ്ങനെ 16,108 ഭാര്യമാരും ലക്ഷക്കണക്കിന് കുട്ടികളുമായിട്ട് ഭഗവാൻ ദ്വാരകയിൽ അങ്ങനെ കഴിയുകയാണ്. അപ്പോഴാണ് ചോദ്യം, കലഹമൊന്നും ഉണ്ടാവാറില്ലേ? കലഹം ഉണ്ടാവാറുണ്ടോ ചോദിച്ചാൽ ഭഗവാൻ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കലഹം ഉണ്ടാക്കും. അതെന്തിനാ ചോദിച്ചാൽ സ്നേഹം കൂടാനാണ്. എപ്പോഴും ഇങ്ങനെ ഒരുപോലെയാണെങ്കിൽ സ്നേഹമൊന്നും കൂടില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഇതുവരെ കലഹം ഉണ്ടായില്ല, അങ്ങനെയൊക്കെ പറയും ചിലർ. കല്യാണം കഴിഞ്ഞു 12 കൊല്ലായി, ഇതുവരെ ഒരു കലഹവും ഉണ്ടായില്ല തിരുമേനി. എന്നാ മിണ്ടി ഉണ്ടാവില്ല, അത്രയാണ്. അല്ലാതെ ഒരു കലഹവും ഉണ്ട്, ഇതെന്തത്? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും മനുഷ്യന്മാരാകുമ്പോൾ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അല്ലേ പിന്നെ രണ്ടാൾക്കും സ്നേഹം ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടില്ല, അങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടെങ്കിൽ ഒരു കലഹം ഉണ്ടാവും. ഭഗവാൻ മനഃപൂർവ്വം ചെയ്യും, കലഹം ഉണ്ടാക്കും. എന്തിനാ വെച്ചാൽ കലഹം കഴിഞ്ഞിട്ടുള്ള സ്നേഹത്തിന് തീവ്രത കൂടും. അങ്ങനെ ഒരിക്കലും രുക്മിണിയുടെ കൊട്ടാരത്തിലുള്ള കലഹം ഇവിടെ വർണ്ണിക്കുകയാണ്. എല്ലാ കലഹവും വർണ്ണിക്കാൻ വേറൊരു പുസ്തകം വേണ്ടി വരും, ഭാഗവതം 7 ദിവസം നടത്താൻ. അതുകൊണ്ട് അത് പറ്റില്ല. ഒരു കലഹം വർണ്ണിച്ചു, ബാക്കി അത് ഊഹിച്ചോളും. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ ഉണ്ടായി. അതാണ് കർഹിരിത അധ്യായം. മഹാദേവന് വലിയ ഇഷ്ടമുള്ള അധ്യായം എന്നാ പറയുക. മമ്മിയൂരപ്പന് വലിയ ഇഷ്ടമാണ് ഈ അധ്യായം. എന്തുണ്ടായി ചോദിച്ചൊരു ദിവസം ഭഗവാൻ അങ്ങനെ രുക്മിണിയും ഭഗവാൻ അങ്ങനെ ആട്ടുകെട്ടിൽ കിടക്കണു. രുക്മിണി ഭഗവാൻ വീശി കൊടുക്കണു. വീശി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാൻ തന്റെ മുഖം കണ്ട് തിരിച്ചു. അപ്പൊ ആകെ പരിഭ്രമായി ഈ രുക്മിണിക്ക്. എന്തിനാവോ ഭഗവാൻ മുഖം തിരിച്ചത്? തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ മുഖം തിരിച്ച് എന്തൊക്കെയോ ഭഗവാൻ മെല്ലെ മെല്ലെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്താ പറയണത് വെച്ചാൽ, രാജപുത്രി ലോകപാല വിഭൂതിഭി. രുക്മിണിയെ വിളിച്ചത് രാജപുത്രി എന്നാണ്, അല്ലയോ രാജപുത്രി. അതിന് രുക്മിണിക്ക് ഇഷ്ടമായില്ല. തന്നെ വിളിക്കേണ്ടത് രാജപുത്രി എന്നാണ്. രാജാവിന്റെ മകളെ എന്നാണ് വിളിച്ചത് ഭാര്യയെ. തന്റെ ഭാര്യ ആയിട്ടില്ല എന്നുള്ളൊരു ധ്വനി അതിലുണ്ടോ? മാത്രമല്ല, സ്നേഹം കൂടുമ്പോൾ ഇത്ര വലിയ പേര് വിളിക്കരുത്. സ്നേഹം കൂടുമ്പോൾ പേരിന്റെ വലുപ്പം കുറയുക വേണ്ടത്. രുക്മിണിയെ ഭഗവാൻ സ്നേഹം കൂടുമ്പോൾ എങ്ങനെയോ വിളിക്കുക? രുക്കു എന്നാവുന്നാണ് നമ്മുടെ ഒരു ധാരണ, നിശ്ചല്യം. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഭഗവാൻ ഈ രുക്മിണിയെ ഇങ്ങനെ രാജപുത്രി എന്നൊക്കെ വിളിക്കുമ്പോൾ കുറച്ച് അധികല്ലേ, കുറച്ച് വലിപ്പം കൂടിയില്ലേ പേരിന്. അപ്പൊ സ്നേഹം കുറഞ്ഞു എന്നൊരു പേടി. നീ എന്തിനാ ഇപ്പൊ എന്നെ വിവാഹം കഴിച്ചു? നീ കത്തയച്ചിട്ടല്ലേ ഇപ്പൊ ഞാൻ വന്നത്? ഇപ്പൊ നിനക്ക് തോന്നണല്ലേ എന്നെ വിവാഹം കഴിക്കേണ്ടില്ലായിരുന്നു എന്ന്? നീ അന്ന് കത്തയക്കുമ്പോൾ നീ വിചാരിച്ചത് ഞാൻ നല്ലൊരു കേമനായിട്ട് നല്ലൊരാളാവുന്നല്ലേ വിചാരിച്ചത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ കഥ? ഞാനൊരു പേടിത്തൊണ്ടന, ഭീരുവാണ്. ആരെയും മുഖം കാണിക്കാൻ പോലുള്ള ശേഷി, ആ ധൈര്യം എനിക്കില്ല. അതുകൊണ്ടല്ലേ ഈ കൊട്ടാരത്തിൽ ഇവിടെ ദ്വാരക എവിടെയത്? കടലിന്റെ നടുക്ക്. മറ്റുള്ള രാജക്കന്മാരെ പേടിച്ചിട്ട് കടലിന്റെ നടുക്ക് ഒളിച്ചിരിക്കണ ഈ ഭീരുവായിട്ടുള്ള എന്നെ നീ എന്തിനു വിവാഹം കഴിച്ചു? അല്ല, നേരാവണ്ണാണ് ഞാനെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ നിന്റെ സഹോദരന്മാര് കൂട്ടു നിൽക്കില്ലേ? എതിർക്കുവോ? അതിന്റെ അർത്ഥം തന്നെ എന്താ? താനൊരു മോശക്കാരനാന്നല്ലേ? അങ്ങനെയുള്ള എന്നെ തന്നെ നീ എന്ത് വിവാഹം കഴിച്ചു? എന്റെ സ്വഭാവം ഒന്നും ആർക്കും മനസ്സിലാവില്ല, എന്റെ രീതി ആർക്കും അറിയില്ല, ഞാൻ എന്ത് എപ്പം ചെയ്യുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം ഇല്ലാത്ത എന്നെ നീ എന്തിനെ വിവാഹം കഴിച്ചത്? പ്രത്യേകിച്ച് ഒരു ഗുണം എനിക്കില്ലല്ലോ. ഇനി എന്റെ കാര്യം പോട്ടെ, എനിക്കൊന്നുമില്ല. ഇനി എന്റെ ഭക്തന്മാരെ കാര്യം നോക്കിയാൽ അവരുടെ കഥ എന്നെക്കാൾ കഷ്ടമാണ്. നിന്റെ ഭക്തന്മാര് വലിയ കുബേരനെ പോലുള്ളവരാ, വലിയ പണക്കാരാ. എന്റെ ഭക്തന്മാരോ, എന്റെ സുഹൃത്തുക്കളൊക്കെ കുചേരൻ. ഞാനിപ്പോ വരും പറഞ്ഞു, അധ്യായം വായിച്ചു, ഒന്നുമില്ല. അവർക്ക് കീഴായിട്ട് വരിക. അതന്നെ ആരോടോ കടം ചോദിച്ചു വരികയാണ്, സ്വന്തമായിട്ടൊന്നുമില്ല. നിന്റെ ഭക്തന്മാരോ വലിയ പണക്കാരാണ്. അപ്പം ഭക്തന്മാർ തമ്മിൽ നോക്കിയാലും നമ്മുടെ ഭക്തന്മാർ തമ്മിൽ യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു യോജിപ്പില്ല. ആ സ്ഥിതിക്ക് എന്താ വെച്ചാൽ ഇപ്പോഴും ശിശുപാലൻ വിവാഹം കഴിച്ചില്ല എന്നാ കേൾക്കണത്. എന്താണ് അതിനെ പറഞ്ഞത്? ഇപ്പോഴും ശിശുപാലനെ പെട്ടിയെടുത്ത് പോവാച്ചാ പോവാ എന്നുള്ള മട്ടിലാണ് ഭഗവാൻ പറഞ്ഞത്. ഇത്രയും കണ്ട് കേട്ടപ്പോൾ പാവൻ രുക്മിണി ഭഗവാൻ തന്നെ ഒഴിവാക്കാണോ കരുതി ബോധം കെട്ട്
വീഴാൻ പുറപ്പെട്ടപ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് എണീറ്റു. താമുത്ഥാപ്യ ചതുർഭുജ. ആ രുക്മിണി അങ്ങോട്ട് എടുത്തു, ആ കട്ടിലിൽ കിടത്തി, അകത്ത് പോയി ലേശം വെള്ളം എടുത്ത് കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചു. എന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, മാമാ വൈദർഭ്യസൂയേഥ. അല്ലയോ രുക്മിണി, അയ്യോ നീ ഇത്ര തൊട്ടാവാടിയിരുന്നോ? ഞാൻ തമാശ പറഞ്ഞതല്ല, നീ ഇത് കാര്യം വിചാരിച്ചു. ഞാനെന്താ ഇത്രയും കാലം നമ്മള് കല്യാണം വേണ്ടിത്രയൊക്കെ കാലമായിട്ടും നീ ഇതുവരെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ശ്രമിച്ചത് ആ ദേഷ്യപ്പെടുന്നത് കാണാനേ. ഏതോ മാഗസിനിൽ വായിച്ചത്രേ, സ്ത്രീകൾ ദേഷ്യം പിടിക്കുമ്പോൾ ഭംഗി കൂടുന്നു. അതൊന്ന് നോക്കാം എന്ന് കരുതി നോക്കിയതാ. നീ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ കരുതത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ ആ വിശരെടുത്ത് എന്റെ മേലേക്ക് വലിച്ചെറിയും, കണ്ണുരുട്ടും, രണ്ട് വർത്തമാനമൊക്കെ പറയുന്നൊക്കെ കരുതി ഒന്നും ഉണ്ടായില്ല. സത്യഭാമ വെച്ചപ്പം എനിക്ക് ഉണ്ടാവാറ്. അപ്പൊ നീയും അങ്ങനെയൊക്കെ പറയുന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രുക്മിണിക്ക് മനസ്സിലായത് തന്നോട് ആ ഇഷ്ടക്കുറവൊന്നുമില്ല. തമാശ പറഞ്ഞതാ മനസ്സിലായപ്പോൾ ലേശം എണീറ്റു, ആ ചുക്കൊള്ളം കുടിച്ചു. എന്നിട്ട് ആ സാരി തലപ്പ് ആരെങ്കിലും അങ്ങോട്ട് കുത്തി കണ്ണീരൊക്കെ തുടച്ചു, മുടിയൊക്കെ ഒന്ന് കെട്ടി, രണ്ട് വർത്തമാനം രുക്മിണി പറയാണ്. ശരിയാ, ഭഗവാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അങ്ങ് ഞാൻ തമ്മിൽ യോജിപ്പില്ല. എങ്ങനെയാ ഉണ്ടാവുക? അങ്ങ് പുരുഷനാണ്, ഞാൻ പ്രകൃതിയാണ്. അങ്ങ് വെളിച്ചാണ്, ഞാൻ ഇരുട്ടാണ്. ചേരുവോ? അങ്ങ് ചൈതന്യം, ഞാൻ ജഡം. ചേരുവോ? ചേരില്ല. എന്നിട്ടും അങ്ങ് ചേർത്തി. അത് അങ്ങയുടെ കാരുണ്യം. ചേരാത്തത് ചേർത്തത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. അങ്ങ് പറഞ്ഞു അങ്ങ് പേടിച്ചിട്ട് കഴിയാന്ന്. ആ അങ്ങനെയൊക്കെ പറയാം. ആരെ പേടിച്ചിട്ട്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. രാജാക്കന്മാർ ആരാണ്? നിത്യം കതീന്ദ്രിയ ഗണൈഹി. ഇങ്ങനെയാണ് തത്വങ്ങളൊക്കെ ഭാഗവത്തിൽ സൂചിപ്പിക്കുക. ഇപ്പൊ രുക്മിണി തന്നെ പറയണത് അങ്ങ് പേടിച്ച് കഴിയാണ്. ആരെ പേടിച്ചിട്ട്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് മുതലായ രാജാക്കന്മാരെ പേടിച്ച് ഹൃദയമാകുന്ന സമുദ്രത്തിൽ. എവിടെയാ ദ്വാരക? ഹൃദയമാകുന്ന സമുദ്രത്തിൽ ആരും കാണാണ്ട് ഒളിച്ചിരിക്കുകയാണ് അങ്ങ്. ഭഗവാനെ കാണുന്ന എത്ര പേരുണ്ട്? പുറമേക്ക് നോക്കണവർ കാണില്ലല്ലോ, ഉള്ളിലേക്ക് നോക്കണവരല്ലേ കാണുള്ളൂ. അധികം പേരും എങ്ങോട്ടാ നോക്കണത്? അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഉള്ളിലേക്ക് നോക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇനി അഥവാ നോക്കാൻ പുറപ്പെട്ട ഉറങ്ങി വീഴും, ഒന്നും കാണില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അപൂർവം ചില യോഗീശ്വരന്മാര് മാത്രമേ അങ്ങേ കാണുന്നുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞു അങ്ങയുടെ ഭക്തന്മാർ എന്റെ ഭക്തന്മാരും തമ്മിൽ ചേരില്ല എന്ന്. സത്യമാണ്. എന്റെ ഭക്തന്മാരൊക്കെ പണക്കാരാണ്. അതെ, കാരണം എന്താ വെച്ചാൽ അവർക്ക് പണയേ വേണ്ടു. അവരെന്നെ ഭജിക്കുന്നത് എന്നെ കിട്ടാനല്ല, പണം കിട്ടാനാ. എന്നാ അങ്ങയുടെ ഭക്തന്മാർക്കോ അവരെ ദരിദ്രന്മാരാണ്. കാരണം അവർക്ക് ദാരിദ്ര്യ ഇഷ്ടം. അവർക്ക് എന്തേ വേണ്ടു? അവർക്ക് അങ്ങയെ വേണമെന്നേ ഉള്ളൂ. അങ്ങയോട് മാത്രമാണ് അവർക്ക് സ്നേഹം. അങ്ങയല്ലേ വേണ്ടത്. അവർക്കങ്ങുരത്നം ചരൽക്കല്ലുപോലെ, കുരങ്കാക്ഷിമാരോ മരപ്പാവ പോലെ, പുരം പുല്ലുപോലെ. സുധാമാവിന്റെ കഥ അങ്ങനെയാണ്. വലിയ കൊട്ടാരം കൊടുത്ത അദ്ദേഹത്തിന് പുല്ല് പോലെയാണ്. കൊട്ടാരം അവിടെ ഉണ്ടെങ്കിൽ തർക്കടില്ല, ഇനി ഇടിഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്കോ കൊട്ടാരം കിട്ടിയ സന്തോഷം, പോയാൽ വലിയ ദുഃഖം. അതിനൊക്കെ ഒന്നുമില്ല. സുന്ദരികളെ കണ്ടാൽ കുരങ്ക അക്ഷിമാരോ മരപ്പാവ പോലെ. ഒരിളക്കം മനസ്സിലില്ല. രത്നം കൊടുത്തപ്പം ചരൽ കല്ലുപോലെ. നമുക്കോ രത്നം, അവർക്ക് അങ്ങനെയൊന്നുമില്ല. എന്തോ കുപ്പ പെറുക്കി കൊണ്ടുവന്ന പോലെ അവർക്ക് എന്തുള്ളൂ? ആ രത്നം കാണുമ്പോഴുള്ളൂ. അവര് ഭഗവാനെ മാത്രം ശ്രദ്ധിക്കുന്നവർ. അങ്ങനെയുള്ള ഭക്തന്മാര്, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നല്ലേ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ അപഹരിക്കുന്നവരാണോ വേണ്ടത്? അല്ലെ നമ്മളോടുള്ള യഥാർത്ഥ സ്നേഹമുള്ളവരാണോ വേണ്ടത്? അങ്ങ് ഭാഗ്യവാനല്ലേ. അങ്ങയുടെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് പെടുത്തിക്കൂടെ അങ്ങേക്ക്? അതാണ് രുക്മിണി ചോദിക്കുന്നത്. അങ്ങയുടെ പട്ടമഹിഷിയാണ്, അങ്ങ് ആദ്യം എന്നെ വിവാഹം കഴിച്ചു മഹാറാണി എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനത്തെ ഭാവം ഒന്നും എനിക്കില്ല. അങ്ങയുടെ ഹൃദയത്തിൽ, വിശാലമായ ഹൃദയത്തിൽ പലർക്കും സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. കുന്തിദേവിക്ക്, പാണ്ഡവർക്ക്, അച്ഛനും അമ്മയ്ക്ക്, യശോദയ്ക്ക്, നന്ദഗോപർക്ക്, വസുദേവർക്ക്, ദേവകിക്ക്, എത്ര എത്ര ഭക്തന്മാർക്ക് സ്ഥാനമുണ്ട്. അതിന്റെ കൂട്ടത്തിലൊരു ഭാഗത്ത് ഈ രുക്മിണിയും കൂടി ഉണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. എന്നെ കൈവിടരുതേ എന്ന് പറഞ്ഞ രുക്മിണി തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിക്കാൻ സംഭവിച്ചില്ല. ഭഗവാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അത് പറഞ്ഞു, എനിക്കറിയാം രുക്മിണി, ഞാൻ പറഞ്ഞില്ലേ എന്നോട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്ര കണ്ടുണ്ട് ചോദിച്ചാൽ, ആ വിവാഹ ദിവസം തന്നെ നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ ഏട്ടനെ ഞാൻ കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് നീ എന്റെ കാൽക്കൽ വീണ് പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താ പറഞ്ഞത്? ഹന്തും നാർഹസി കല്യാണ. എന്റെ ഏട്ടനാണേ, കൃഷ്ണ കൊല്ലരുതേ എന്ന് നീ പറഞ്ഞപ്പോ നിന്റെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ വർത്തമാനത്തിന്റെ രീതി ഞാൻ നോക്കി. നിനക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയായിരുന്നു, ഇല്ലേ? അതൊന്നും പറഞ്ഞില്ല. നീ വിനയത്തോടു കൂടി പറഞ്ഞ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി നിനക്ക് എന്നോടുള്ള ഭാവം, ഭക്തി. അന്ന് തന്നെ നിന്റെ ദാസനായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ അടിമയായി കഴിഞ്ഞിട്ടുണ്ട്. നീ എന്നെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭഗവാൻ രുക്മിണിയെ കെട്ടിപ്പിടിക്കുന്നു. ഇതുപോലെ മറ്റു വീടുകളിലും ഇങ്ങനെ കലഹം ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. കാരണം കലഹം കഴിഞ്ഞിട്ടുള്ള സ്നേഹത്തിന് കുറച്ചുകൂടി ഒരു തീവ്രത കൂടും. കലഹം കഴിഞ്ഞാൽ പിന്നെ എന്നാ ഒരു സിനിമയ്ക്ക് പോവല്ലേ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാലും മസാല ദോശ കഴിക്കല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. കലഹത്തിന്റെ ഗുണം. പിന്നെ മറ്റ് പത്നിമാര് അവരുടെ കുട്ടികൾ ആ കഥയ്ക്കൊന്ന് സൂചിപ്പിച്ചു. പിന്നെ ഭഗവാൻ മുത്തശ്ശനായി എന്ന് പറയാണ്.
പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധൻ. അനിരുദ്ധൻ വിവാഹം കഴിച്ചു ബാണാസുരന്റെ മകളെ. ഉഷ എന്നാണ് പേര്. ബാണാസുരന്റെ കൊട്ടാരത്തിലെ അവിടുത്തെ മന്ത്രിയാണ് കുംഭാണ്ഡൻ. കുംഭാണ്ഡന്റെ മകളുടെ പേര് ചിത്രലേഖ. ഉഷയും ചിത്രലേഖയും വലിയ കൂട്ടുകാരികളാണ്. ഒരുമിച്ചാണ് കളിക്കുക, ഒരുമിച്ചാണ് കുളിക്കുക, ഒരുമിച്ചാണ് കിടന്നുറങ്ങുക, ഒക്കെ അങ്ങനെയാണ്. ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ ഈ ബാണാസുരൻ, ആ ബാണാസുരൻ ആരാ ചോദിച്ചാൽ ബലിയുടെ മകനാണ്. ആരുടെ? ഏത് ബലി? എത്ര ബലി അറിയാം? മഹാബലി. മഹാബലിയുടെ മകനാണ് ആര്? ഈ ബാണാസുരനെ. മഹാബലി വലിയ കേമനാണ്. അയാളുടെ മുത്തശ്ശൻ വലിയ ഭക്തനാണ്, ഭക്തപ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വംശത്തിൽ ആരൊക്കെ അഹങ്കരിച്ചാലും ഞാൻ വന്ന് നേരെയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബലി അഹങ്കരിച്ചപ്പോൾ അനുഗ്രഹിച്ചു, വാമനായിട്ട് വന്നിട്ട്. ഇപ്പൊ ബലിയുടെ മകനൊരു അഹങ്കാരം, അയാൾ വലിയ ശിവഭക്തനാ. അങ്ങനെ ശിവൻ താണ്ഡവാടുമ്പോൾ ഉടുക്ക് കൊട്ടും. ശിവന് വലിയ സന്തോഷമായിട്ട് 1000 കൈകൾ അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? ഈ ബാണാസുരന്. 1000 കൈകൾ കിട്ടിയപ്പോൾ അയാൾ ഉടുക്ക് കൊട്ടൽ നിർത്തി. ഇതാണ് നമ്മളങ്ങനെയാണ്, ഭജിച്ചു തുടങ്ങി വല്ല ഐശ്വര്യം കിട്ടിയാൽ പിന്നെ ഭജനം നിർത്തി. ഭജിക്കും ഭഗവാനെ, അപ്പൊ ഐശ്വര്യം കിട്ടും. കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയും? ഭജിച്ചോണ്ടൊന്നുമല്ല, അതൊക്കെ എന്റെ കേമത്തെ, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടാ. പിന്നെ ഭജനം നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഐശ്വര്യം നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കഥ. കൈക്കരുത്ത് കുറെ കൈകൾ അങ്ങോട്ട് വന്നപ്പോ ഇയാൾ പിന്നെ ഉടുക്ക് കൊട്ടുന്നത് നിർത്തി. പിന്നെ ഒരിക്കല് ശിവനെ കണ്ടപ്പോൾ പറഞ്ഞു, അതെ കൈകൾ ഇങ്ങനെ കുറെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുക ആരോടെങ്കിലും ഇങ്ങനെ യുദ്ധം ചെയ്യണം തോന്നുക. അങ്ങ് ഫ്രീ ആണെങ്കിൽ ഒന്ന് വരുമോ? ആരോട്? കൈ കൊടുത്താൽ ഉടനെ ചോദിക്കണം. എത്ര കണ്ട് ഇയാളുടെ അഹങ്കാരം വർദ്ധിച്ചു. ശിവൻ നോക്കിയിട്ട് പറഞ്ഞിടോ, ഞാൻ കൊടുത്ത കൈ കൊണ്ട് എടുക്കണില്ല. തൻ്റെ അഹങ്കാരം തീർക്കാൻ ഒരാൾ വരും. അയാൾ വരുമ്പം ഈ കൊടിമരം ഇവിടെ കാണില്ല, അത് വെട്ടുന്നും പറഞ്ഞു. പിന്നെ അതോടുകൂടി ബാണാസുരന് പേടിയാ. എന്ന് രാവിലെ ആയി പോയി കൊടിമരം നോക്കും, ഇത് വെട്ടിയോ വീണോ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ അത് വീണ് കിടക്കുന്നുണ്ട്. എന്താ കഥ? അതെന്താ കഥ വെച്ചാൽ, ഈ ഉഷ, മകള് ഉഷയും ചിത്രലേഖയും ഒരുമിച്ച് അവരങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉഷയം കണ്ട് അടിയിലിട്ട്, എന്നെ വിട്ടു പോകരുത്, എന്നെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞ കരയുക. ചിത്രലേഖ ചോദിച്ചു, എന്താ ഉണ്ടായത്? സ്വപ്നത്തിൽ ഞാൻ ഒരാളെ കണ്ടു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു സ്വപ്നത്തില്. എന്നിട്ടോ എന്നിട്ട് അയാൾ പോവുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ പറ്റൂ? അങ്ങനെ ഒരാളുണ്ടോ ശരിക്കും? അതൊന്നും നിശ്ചയില്ല. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരണം അയാളെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇല്ലെങ്കിൽ എങ്ങനെയാ കൊണ്ടുവരാ? അതാണ്, കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടോ അതൊന്നും അറിയില്ല. എങ്ങനെയാ കാണാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തു, പുരിക എങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്. അങ്ങനെ ഏകദേശം വരച്ചു വന്നപ്പോ ആരാ? അത് കൃഷ്ണന്റെ പേരക്കുട്ടിയാണ്, അനിരുദ്ധൻ എന്നാണ് അയാളുടെ പേര്. ഇതന്നെ പറഞ്ഞ അവള് ചാടിക്കളിച്ചു. അപ്പൊ ദ്വാരകയിലേക്ക് ചെന്നു. ആര്? ചിത്രലേഖ. മായാശക്തി ഉണ്ടേ, അവൾക്ക് എവിടെ വേണമെങ്കിൽ കയറി ചെല്ലാം, ആരെ വേണേ എടുത്തുകൊണ്ടുവരാൻ പറ്റും, ആരറിയില്ല. അങ്ങനെ ആ മായാശക്തിയുള്ള ഇവള് പറന്നങ്ങോട്ട് പോയി ഉറങ്ങിക്കിടക്കണ ഭഗവാന്റെ പേരക്കുട്ടികളിൽ നിന്ന് ആ അനിരുദ്ധനെ എടുത്തങ്ങോട്ട് കൊണ്ടുവന്നു. അത് അവിടെയുള്ള ആരും അറിഞ്ഞില്ല. ദ്വാരകയിലുള്ള ആരും അറിയാണ്ടിരിക്കുവോ? എല്ലാം അറിയുന്ന ഒരാൾ ഇവിടെ ഇല്ലേ? ആ ഈശ്വരൻ അറിഞ്ഞില്ല എന്ന് അടിച്ചു. എന്താ കാരണം? കൊണ്ടോട്ടെ, എന്നിട്ട് വേണം ഇത് ചോദിച്ചത് എനിക്ക് അങ്ങോട്ട് പോവാൻ, ആ ബാണാസുരന്റെ അടുത്തേക്ക് പോവാൻ. എന്നിട്ട് വേണം ആ പരമശിവൻ അനുഗ്രഹിച്ചത് സത്യാക്കണ്ടേ, അഹങ്കാരം തീർക്കണ്ടേ. ആരുടെ? ആ ബാണാസുരന്റെ അഹങ്കാരം തീർക്കണ്ടേ. അത് മാത്രല്ല, ബാണാസുരൻ തന്റെ ബലിയുടെ മകനല്ലേ, ശരിയാക്കണം അയാളെ എന്നുള്ള വിചാരമുണ്ട്. അതിനൊരു കാര്യം ഉണ്ടാവണ്ടേ. അതല്ലാതെ ഭഗവാന്റെ മായയുടെ മുന്നിൽ ഇവളുടെ മായ എന്താ? ചിത്രലേഖയുടെ മായ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്ക് സായുജ്യം നൽകും ആര്യനും. ഏറ്റവും വലിയ മായാവി ഭഗവാനാണ്. അങ്ങനെയുള്ള ആ മായാവിയായിട്ടുള്ള ഭഗവാന്റെ മുന്നിൽ ഈ ചിത്രലേഖയുടെ മായ എന്ത്? എന്നാലും അവളെ കൊണ്ടുപോയി. ഒന്നും അറിയാത്ത പോലെ ഭഗവാൻ നിന്നു. ഇപ്പം ആ അനിരുദ്ധൻ താമസം എവിടെയാ? ബാണാസുരന്റെ കൊട്ടാരത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ ബാണാസുരൻ ഈ വാർത്ത മനസ്സിലാക്കി. കാരണം തന്റെ കൊട്ടാരത്തിൽ ആരോ വന്നിട്ടുണ്ട്. കാരണം രാവിലെ 10ഉം 100ഉം ഇഡ്ഡലിയാ പോണത്. ചിത്രലേഖയും തന്റെ ഉഷയും ഇത്രയൊന്നും കഴിക്കില്ല. അവരൊന്ന് സ്ലിം ബ്യൂട്ടിയാണ്, 1.5 കഷ്ണം ഇഡ്ഡലി ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആരോ വന്നിട്ടുണ്ടോ സംശയമുണ്ട്. ചിരി കളിയൊക്കെ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കി. ഓടി വന്ന് ആ വാതിൽ അങ്ങോട്ട് തുറന്ന സമയത്ത് കാണുന്ന കാഴ്ച, കാമാത്മജം തം ഭുവനൈക സുന്ദരം. എന്തൊരു സൗന്ദര്യമാണ്. കാമദേവന്റെ മകനാണ് അനിരുദ്ധനെ. പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരല്ലേ. ആ പ്രദ്യുമ്നന്റെ മകനാണ്, ഭഗവാന്റെ പേരക്കുട്ടിയാണ്, സൗന്ദര്യമില്ലാണ്ടിരിക്കും. അതൊക്കെ കണ്ട സമയത്ത് ഉള്ളില് സന്തോഷവും ചിരിയാണ് ഉണ്ടായത്. ആർക്ക്? ബാണാസുരന്. നന്നായത് തന്റെ മകളുടെ സെലക്ഷൻ താനായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത്ര നല്ലൊരാളെ കിട്ടില്ല, ഉറപ്പാ. പക്ഷെ ഈ സമ്പ്രദായം ശരിയല്ല. അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ തന്നോടൊക്കെ പറയണം, വിവാഹം കഴിക്കണം, ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സമ്പ്രദായത്തെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞുകൊണ്ട് ഇയാൾ എതിരൊന്നും പറയില്ല. എന്നാലും ഇങ്ങനെ അങ്ങോട്ട് ഒരു ലിവിങ് ടുഗദർ ഒക്കെ ആയാൽ ഒന്ന് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയൊക്കെ പറയണ്ടേ. ആ സമ്പ്രദായം ശരിയല്ല തോന്നി പിടിച്ചങ്ങോട്ട് കെട്ടിയാരെ ഈ സാമ്പനെ അല്ലെങ്കിൽ ഈ അനിരുദ്ധനെ. അപ്പോഴാണ് ഈ വാർത്ത നാരദ മഹർഷി വന്ന് പറഞ്ഞു ഭഗവാനോട്, അങ്ങയുടെ പേരക്കുട്ടി എവിടെയാന്ന് വെച്ചിട്ടുണ്ടോ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ 10-18 വയസ്സായി, അവനവന്റെ കാര്യം അവനവൻ നോക്കുക, അല്ലാണ്ട് മുത്തശ്ശൻ അങ്ങനെ പിന്നാലെ നടക്കൊന്നുമില്ല.
അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പേരക്കുട്ടി. എത്ര പേരക്കുട്ടികളുണ്ടാവും? ലക്ഷക്കണക്കിന് മക്കളുണ്ട്. അപ്പൊ പേരക്കുട്ടികൾ എത്ര ഉണ്ടാവും? അതുകൊണ്ട് അവരുടെ കാര്യമൊക്കെ അവർ നോക്കട്ടെ. എന്നാ അങ്ങ് മനസ്സിലായിക്കോളൂ, അങ്ങയുടെ പേരക്കുട്ടി അനിരുദ്ധം ഇവിടെ ഇല്ല. എവിടെയുള്ളത്? ബാണാസുരം പിടിച്ച് കെട്ടിട്ടതാ പറഞ്ഞപ്പോ സഹിച്ചില്ല. സൈന്യങ്ങളെയും കൂട്ടി ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. ബാണാസുരന്റെ നേരെ എത്തിയ ഉടനെ തന്നെ ആ കൊടിമരം അങ്ങോട്ട് വെട്ടി. ബാണാസുരൻ നോക്കുമ്പോൾ എന്ത് കാണില്ല? കൊടിമരം കാണില്ല. ആകെ പരിഭ്രമായി. പരമശിവന്റെ നാമം ജപിച്ച മഹാദേവ, ഞാൻ എന്നോട് ക്ഷമിക്കണേ, ഞാനൊരു നിമിഷം അങ്ങയെ മറന്നുപോയി, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറെ സ്തുതിച്ച സമയത്ത് പരമശിവൻ പാവം ഇയാളുടെ സേനാനായകനായിട്ട് ആര് വന്നു? ഒരു ഭടനായിട്ട് പരമശിവൻ വന്നു. പരമശിവന്റെ കുട്ടികൾ ഗണപതി സുബ്രഹ്മണ്യൻ എല്ലാവരും വന്നു. അവിടെ വെച്ച് വൈഷ്ണവജ്വരവും ശൈവജ്വരവും തമ്മിലുള്ള യുദ്ധം. തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ തല്ലും പങ്ക് വീഴണം. ഓ ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്ത് ശിവൻ എന്ത് വിഷ്ണു, അവര് തമ്മിൽ ലോക്യം തന്നെയാണ്. എന്നാലും ഇവനൊരു പാഠം പഠിപ്പിക്കണ്ടേ. അങ്ങനെ ആ ശൈവജ്വരത്തെ ഈ വൈഷ്ണവജ്വരം ജയിച്ചു. ശൈവജ്വരം കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഈ ബാണാസുരന്റെ 1000 കൈകളിലെ 4 കൈകൾ മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ വെട്ടി. 2 കൈ കൊണ്ട് അന്യം തൊഴുതോളൂ, 2 കൈ കൊണ്ട് ശിവനും തൊഴുക. അത്രയൊക്കെ മതി. ഇത് കുറെ കിട്ടുമ്പോഴാണ് എനിക്ക് ഈ അഹങ്കാരം. പരമശിവൻ അങ്ങനെ നോക്കാണ്ട കൊടുക്കരുത്. എനിക്കത് അങ്ങയോട് പറയാനുള്ളത്. ഞാനൊക്കെ നോക്കും, നല്ലോണം നോക്കിയിട്ട് എത്ര ചോദിച്ചാലും കൊടുക്കൊന്നുമില്ല. നല്ലോണം നോക്കി കുഴപ്പമില്ലെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ശിവൻ അങ്ങനെയല്ല. അങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കുക. ആ കൊടുത്തോണ്ട് ശിവൻ തന്നെ കൊടുക്കും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കഥ കാണാം. വൈകുന്നേരം പരമശിവൻ ഭസ്മാവട്ടെ പറഞ്ഞു വരം കൊടുത്തു. അവസാനം പരമശിവന്റെ തലയിൽ തന്നെ വെക്കാൻ നോക്കി ഓടിപ്പോയി. പിന്നെ വിഷ്ണു ഭഗവാനാണ് രക്ഷിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കഥയൊക്കെ കാണാം. ഭഗവാൻ നമ്മുടെ വെൽവിഷറാണ്. വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച ഉടനെ കിട്ടുന്നില്ല. നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. രക്ഷിതാക്കൾ അങ്ങനെയല്ലേ? അച്ഛനും അമ്മയൊക്കെ കുട്ടികൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കണ്ടെങ്കിൽ നല്ല അച്ഛനും അമ്മയല്ല. കുട്ടികൾക്ക് ആവശ്യമുള്ളതേ കൊടുക്കാവൂ. ജലദോഷവും പനി തൊണ്ടവേദനയൊക്കെ ഉണ്ട്. കുട്ടി ചിലപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ കാര്യം അച്ഛൻ കൊടുക്കുമോ? അച്ഛൻ്റെ കയ്യിൽ ധാരാളം കാശുണ്ട്. ആ കട തന്നെ വാങ്ങാനുള്ള കാശുണ്ടാവും. എന്നാലും എന്ത് ചെയ്യില്ല? കുട്ടി കരഞ്ഞാലും കൊടുക്കില്ല. എന്നാ അടുത്ത വീട്ടിലെ മാമനോ കൊണ്ട് കൊടുക്കും ചെയ്യും. കുട്ടിക്ക് മാമനെ ഇഷ്ടം, പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ കൊടുക്കില്ല. അതാ കാരണം. അച്ഛന് കുട്ടി നേരെയാവണം, അതിന് അപകടം ഉണ്ടാവരുന്നുള്ള വിചാരമുണ്ട്. ഇതുപോലെയാണ് ഭഗവാൻ. നമ്മൾ ചോദിക്കണതൊക്കെ തരില്ല. നമ്മൾ ചോദിക്കാൻ നിൽക്കും വേണ്ട. സമയം നോക്കി എന്താ വേണ്ടതുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം, തന്നോളും. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ജനിച്ചാൽ കുടിക്കാനുള്ള പാല അമ്മയുടെ ഹൃദയത്തിൽ കൊടുത്ത ഭഗവാനെയാണ് നമ്മൾ സംശയിക്കുന്നത്. എന്താണ്? അതുപോലെ ഇതിലെ പറഞ്ഞ എന്താ തെളിവ് വേണ്ടത്? എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുക, എനിക്കുള്ളത് ഉണ്ടാവില്ലേ, നാളെ ഞാൻ എങ്ങനെയാ ജീവിക്കുക, അതൊക്കെ ഉണ്ടാവും. ഒന്നും ഇപ്പൊ പേടിക്കണ്ട. ഇവിടെ ജനിക്കണം നമ്മൾ വിചാരിച്ചിട്ടല്ലോ ജനിച്ചില്ലേ. അതൊക്കെ അങ്ങനെ നടന്നോളും. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും നടക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ വിചാരിച്ച കുറച്ച് ക്ലേശം ഉണ്ടാവും. അത് ഒഴിവാക്കിയാൽ സ്വതന്ത്രനായി. ഏതായാലും അങ്ങനെ ബാണാസുരന്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കിയ കഥ. അതിനുശേഷം പിന്നീട് ഭഗവാൻ കുട്ടികളെയും കൂട്ടി ഇടയ്ക്കൊന്ന് പൂന്തോട്ടത്തിൽ, പാർക്കിലും ബീച്ചിലൊക്കെ ഒന്ന് പോകും. ഒക്കെ വേണം. ഇപ്പോഴാണ് ബന്ധം കൂടി ദൃഢാവുക. കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം. അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. ഒരിക്കലും അങ്ങനെ ഒരു പാർക്കിൽ പോയ സമയത്ത് അവിടെ ഒരു കിണർ. ആ കിണറിൽ ഒരു ഓന്ത്. കുട്ടികൾ രക്ഷിക്കാൻ നോക്കിയാ ഓന്തിനെ. വലിയ ഓന്താ. അത് പുറമേക്ക് കയറാൻ നോക്കിയിട്ട് പറ്റണില്ല. അവർ ഈ വിഷമം ഭഗവാനോട് വന്ന് പറഞ്ഞു. ഭഗവാൻ വന്ന് ആ ഓന്തിനെ തൊട്ടതും ഓന്തിന്റെ രൂപം കണ്ട് മാറി, ഒരു രാജാവായിട്ട് മാറി. ഭഗവാൻ ചോദിച്ചു, അങ്ങ് ആരാന്ന്? അയാൾ ചോദിച്ചു, എന്നെ നിശ്ചയില്ലേ അങ്ങേക്ക്? അപ്പൊ തന്നെ ഭഗവാൻ മനസ്സിലായി, വെറുതെ ഇയാൾ ഓന്തായത്. അത്രയ്ക്കുണ്ട് അഹങ്കാരം. ഭഗവാൻ ചോദിക്കുക, എന്നെ നിശ്ചയില്ലേ? ഞാൻ ആരാന്നറിയില്ലേ? നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ. എന്റെ പേര് നൃഗൻ എന്നാണ്. ഞാൻ വലിയ ദാനശീലനാ. എന്താണ്? എങ്ങനെയുണ്ട്? ഞാൻ ആരാ? ദാനശീലൻ. ആ പറച്ചിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല. തോന്നിയോ? എന്താ തോന്നിയത്? നന്നായില്ലേ? അങ്ങനെയാ പറയേണ്ടത്. അങ്ങനെ പറയരുത്. ഞാൻ ദാനശീലൻ, ഞാൻ കേമന. ഇപ്പൊ എന്തേ തോന്നിയോ? അഹങ്കാരി എന്നല്ലേ തോന്നിയത്? അതാണ് തോന്നുക. അങ്ങനെ നമ്മൾ നമ്മുടെ കേമത്വം പറയല്ലേ വേണ്ടത്. ഞാൻ ദാനശീലനാ പറഞ്ഞപ്പോ ഭഗവാൻ ചോദിച്ചു, ദാനം ചെയ്താൽ ഓന്താവിടോ? അങ്ങേച്ച ബുദ്ധിമുട്ടായി. ദാനം ചെയ്താൽ ഓന്താവ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ അതല്ല. അതെന്താ വെച്ചാൽ ഞാൻ പശുദാന ചെയ്തതേ. ധാരാളം പശുക്കളെ. എങ്ങനെയുള്ള പശുക്കളാന്ന് വെച്ചിട്ടുണ്ടോ? പയസ്വിനി, തരുണി, ശീലരൂപ, ഗുണോപന്ന, കപില, ഹേമശുങ്കി. നല്ല പശുക്കളെ, ചെറുപ്പക്കാരി പശുക്കളെ. അതും ശീലരൂപ, നല്ല ശീലമുള്ള പശു. കുത്തും കിട്ടും ചവിട്ടും കിട്ടും ദാനം ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. നല്ല ശീലമുള്ള നല്ല പശുക്കളെ കുട്ടിയോട് കൂടി കൊമ്പും കുളമ്പും സ്വർണം കെട്ടിച്ച് പട്ടുടുപ്പിച്ച് അതിനെ ആജീവനാന്തം നോക്കാനുള്ള കാശും കൂടി കൊടുക്കും. ഇങ്ങനെ ദാനം ചെയ്തു. എത്രയെന്ന് കണക്കില്ലേ ഭഗവാന്? ആകാശത്തുള്ള നക്ഷത്രങ്ങൾ കണക്ക് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ. എന്നാലും ഞാൻ കൊടുത്ത ദാനത്തിന്റെ കണക്ക് പറയാൻ ഭഗവാൻ അങ്ങനെ നോക്കി അടിമൂടി. ലേശമൊന്നുമല്ല ഇയാളുടെ അഹങ്കാരം.
കേമത്തങ്ങനെ പറയാണ്. എന്നിട്ട് ഇപ്പൊ എന്താ എന്തിപ്പോ ഓന്താവാൻ കാരണം അതെന്താ ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ഈ പശുക്കളെ ദാനം ചെയ്യുമ്പോൾ ഒരു ബ്രാഹ്മണന് പശുവിനെ കൊടുത്തു. ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ടുപോകുന്ന സമയത്ത് എന്താ ഉണ്ടായിച്ച, അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് ഈ പശുവിന്റെ ഒരു തെങ്ങിന്റെ മുകളിൽ കെട്ടി അദ്ദേഹം കുളിക്കാൻ പോയത്. ഈ പശുവിന് ഇഷ്ടമില്ലല്ലോ, പശുവിന് പണ്ടത്തെ ശീലം അതാ കെട്ട് അഴിച്ചവിടെ വന്നു. ഈ വരിയിൽ തന്നെ ധാരാളം പശുക്കളുണ്ടല്ലോ, ആ വരിയിൽ തന്നെ വന്നു. ഞാൻ ഈ പശുവിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ദുർവശം കൊടുത്ത പശുവിനെ മനസ്സിലായില്ല. ആ പശുവിനെ വേറൊരു ബ്രാഹ്മണന് കൊടുത്തു. ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ടുപോയപ്പോൾ മറ്റേ ബ്രാഹ്മണൻ കുളി കഴിഞ്ഞ് കയറി വരിക. അയാൾ ചോദിച്ചു, താൻ എങ്ങോട്ടോ എന്റെ പശുവിനെയും കൊണ്ടുപോകുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കിപ്പം രാജാവ് തന്ന ഈ പശു. മറ്റാൾ പറഞ്ഞു, എനിക്ക് 15 മിനിറ്റ് മുന്നേ ഈ പശുവിൽ തന്നെയാണ് തന്നത്. ആ ചോദിക്കാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി പശുവിനെയും കൊണ്ട് രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവെ ഇങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ട്, ഒരു പശു മതി, എന്തിനാ കുറെ കൊടുക്കുക, ഫോട്ടോ എടുക്കുക, ഘടന വാങ്ങുക, പിന്നെ അടുത്താൾക്ക് കൊടുക്കുക, ഫോട്ടോ എടുക്കുക, ഫോട്ടോ എടുത്താൽ മതിയല്ലോ. ഇങ്ങനെയുള്ള ദാനം വലിയ പ്രശ്നമാണിത്. ആളുകളെ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധയില്ലാത്ത ദാനം രാജാവേ മോശമാണ് കിട്ടുക. ഒരേ വസ്തു രണ്ടുപേർക്ക് കൊടുക്കുക പറഞ്ഞ എന്താ കഥ? അങ്ങക്കിത് നാട്ടുകാരെ കാണിക്കണം എന്നേ ഉള്ളൂല്ലേ? ഇതൊരു ഭ്രമമായിട്ടല്ലേ? കൊടുക്കണ വസ്തു അങ്ങ് ശ്രദ്ധിച്ചു വെച്ചാൽ അങ്ങ് ചെയ്യായിരുന്നു. ആ പശുവിനെ കൊടുക്കണത് കണ്ടു വെച്ചാൽ പിന്നെ നീ ആ പശുവിനെ കണ്ടാൽ മനസ്സിലാവും. ഇത് കൊടുക്കണ ആളെ നോക്കിയില്ലേ, കൊടുക്കണ വസ്തു നോക്കിയില്ല. ഇന്നുള്ള കൊടുക്കലൊക്കെ അങ്ങനെയാ, നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ നോക്കന്നെ കിട്ടണല്ലേ? കൊടുക്കണ എന്താ നോക്കില്ല, ആരാ അങ്ങോട്ട് നോക്കണല്ലേ, തന്റെ ഫോട്ടോ പേപ്പറിൽ വരുന്നുണ്ടോന്ന് മാത്രം ചിന്ത. ആ ദാനം താമസമായിട്ടുള്ള ദാനമാണ്, നല്ല ദാനമല്ല. എന്താ കൊടുത്തതെന്ന് അറിയാം. ചതിക്കിൽ കവർ മാത്രമേ ഉണ്ടാവും, ഉള്ളതൊന്നും ഉണ്ടാവില്ല. എന്താണ് കഴിഞ്ഞ അവിടെ എത്തുമ്പോഴാ പറയാം. അങ്ങനെയൊക്കെയുള്ള ദാനം എന്താണ് താമസമായിട്ടുള്ള ദാനം. അതുകൊണ്ട് ദുഃഖാനുണ്ടാവുക. അതാണ് പോയി കഥ കാണിക്കുന്നത്. ദാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വേണം ദാനം? സാത്വികമായിട്ട് വേണം ദാനം. എനിക്ക് ഇത്രയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണല്ലോ. എന്നെ ഭഗവാൻ ആ കൂട്ടത്തിൽ പെടുത്തിയല്ലോ, കൊടുക്കാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടായല്ലോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇങ്ങനെ വിചാരിക്കാവൂ, ഞാൻ അതിന് നിമിത്തമായല്ലോ എന്ന് വിചാരിക്കാവൂ. എന്തുണ്ട് തൻ്റെത്? ഒന്നും തൻ്റെതായിട്ടില്ല, ഒക്കെ ഭഗവാന്റെ. അത് എടുത്തു കൊടുക്കണു ഞാൻ. ഇങ്ങനെ ആരും വിചാരിക്കാവൂ. ദാനം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാവൂ. ശ്രദ്ധയാദേയം, വേദം പറയും ശ്രദ്ധയോടുകൂടി വേണേ. അടുത്ത വരി അശ്രദ്ധയാദേയം എന്നാണ്. എന്താണ്? അശ്രദ്ധയോടുകൂടി പാടില്ല. ഒരിക്കലും വേദം ഇങ്ങനെ ആവർത്തിച്ച് പറയില്ല. ആവർത്തിച്ച് പറയേണ്ട അർത്ഥം എന്താ? നല്ലോണം കരുതണം എന്നാണ്. അശ്രദ്ധയോടുകൂടി കൊടുക്കരുത്. കൊടുക്കണ സമയത്ത് ദാനം വാങ്ങുന്ന ആളെ ശ്രദ്ധിക്കണം, നല്ലോണം നോക്കി. അങ്ങുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ദാനം ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. ഈ ഭാവത്തിൽ അങ്ങ് എനിക്ക് വലിയ സഹായം ചെയ്യുന്നു, ദാനം വാങ്ങിയിട്ട് വലിയ സഹായം ചെയ്യുന്നു എന്നുള്ള മറ്റുള്ള, അല്ലാണ്ട് ഔദാര്യം എന്നല്ല, തനിക്കൊന്നുമില്ല ഞാൻ തരുന്നോണ്ടാട്ടോ കഴിഞ്ഞുകൂടി പോണത്, ആ ഒരു ഭാവം ഉണ്ടാവണം. അതല്ല, അയാള് വാങ്ങുന്നതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ വിനയത്തോടു കൂടി വേണം ചെയ്യാൻ, ദാനം ചെയ്യാൻ. അദ്ദേഹത്തിന് ദാനം അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടത് പറ്റി. അദ്ദേഹത്തിന് യമൻ പറഞ്ഞു, അങ്ങക്ക് പുണ്യമുണ്ട് പാപമുണ്ട്. എന്ത് പാപം? രക്താപഹാരം എന്ന പാപം. കൊടുത്തത് തിരിച്ചു വാങ്ങി. കാരണം ആ ബ്രാഹ്മണർ വാങ്ങിയില്ല, സ്വീകരിച്ചില്ല. ബ്രാഹ്മണർ പറഞ്ഞു, ഇങ്ങനെ വെച്ചാൽ വേണ്ട, അങ്ങനെ എടുത്തോളൂ. അദ്ദേഹം പറഞ്ഞു, പകരം ഞാൻ ഒരാൾക്ക് 100 പശുവിനെ തരാം. ബ്രാഹ്മണർ പറഞ്ഞു, പറ്റില്ല. കാരണം അത് അങ്ങനെ പറയുമ്പോൾ അങ്ങയുടെ ഭാവം ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങക്ക് വിനയുള്ളതായിട്ട് തോന്നുന്നില്ല. രാജാവിന്റെ പക്ഷം എന്താ വെച്ചാൽ, രാജാവ് ചോദിക്കണത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ, ഞാൻ 100 തന്നാ പോരെ? വലിയൊരു പരിപാടി ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തുണ്ടാവും? അല്ല, കുറെ ആളെ കൂട്ടി വലിയ പരിപാടിയൊക്കെ ആകുമ്പോൾ അത്രയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എന്നാ പരിപാടി നടത്തരുത്. എന്താണ്? അങ്ങനെയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചും കൊണ്ടൊക്കെ ഒരു യജ്ഞം നടത്തിയിട്ട് എന്താ കാര്യം? ബ്രാഹ്മണർ പറഞ്ഞു, തനിക്ക് ഇപ്പോഴും ചെയ്ത് തെറ്റാൻ തോന്നണില്ലേ? ഇങ്ങനെ ചെയ്ത കർമ്മം മോശം തോന്നണില്ലേ? ശരി, എന്തായാലും തന്റെ ദാനം ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും ശ്രദ്ധയില്ലാത്ത ദുഷിച്ച മനസ്സോട് കൂടിയുള്ള ഒരാളുടെ ദാനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരാ പശുക്കൾ അവിടെ വെച്ചാല് പോയി. ബ്രാഹ്മണര് പോയി കൊടുത്തത് തിരിച്ചു വാങ്ങി എന്നുള്ള പാപം ആർക്കുണ്ടായി? രാജാവിനുണ്ടായി. കഥയൊക്കെ വലിയ കഥയാട്ടോ. താല്പര്യം മനസ്സിലാക്കണേ. നമ്മളൊക്കെ സൽക്കർമ്മം എന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്യും. അതിലൊക്കെ സാധാരണക്കാരെ, ശുദ്ധന്മാരെ, സാത്വികന്മാരെ ആർക്കൊരു ഉപദ്രവം ചെയ്യാതെ ലോകനന്മ പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ചും കൊണ്ടോ ദുഃഖിപ്പിച്ചും കൊണ്ടോ ആണെങ്കിൽ അത് ലോകര് സൽക്കർമ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഫലം വിപരീതമായിരിക്കും. അതാണ് ഈ കഥ കാണിച്ചിട്ടുള്ളത്. യമൻ പറഞ്ഞു, അങ്ങേക്ക് പുണ്യം പാപവും ഉണ്ട്, അതുകൊണ്ട് കുറച്ചു കാലം നരകത്തിൽ കിടക്കേണ്ടി വരും, കുറച്ചു കാലം സ്വർഗത്തിലും. ഏതാ ആദ്യം വേണ്ടു? ഇയാള് പറഞ്ഞു, ആദ്യം നരകായിക്കോട്ടെ. എന്താ കാരണം? പിന്നെ ഇത് കഴിഞ്ഞാൽ സ്വർഗം ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ആ നരകയാതന അനുഭവിക്കാലോ. ശരി, അത് പറയലും നേരെ ഈ പൊട്ടക്കിണറ്റിൽ ഓന്തായിട്ട് വീണു. ഇപ്പൊ അങ്ങയെ കണ്ടു, എനിക്ക് പുണ്യം അനുഭവിക്കാൻ പോകണം, സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞു ഭഗവാനെ നമസ്കരിച്ച് പോയി. ഭഗവാൻ തന്റെ കുട്ടികളെ വിളിച്ച് പറഞ്ഞു, കണ്ടില്ലേ കുട്ടികളെ, സജ്ജനങ്ങളെ നിന്ദിച്ചാലുള്ള ഫലം കണ്ടില്ലേ?
എന്ത് കർമ്മം ചെയ്യുമ്പോഴും കരുതിയും കൊണ്ട് വേണം. മറ്റുള്ളവരെ ഒന്നും ഒരിക്കലും അപഹരിക്കരുത്. കൊടുക്കുമ്പം ശ്രദ്ധയോടുകൂടി കൊടുക്കണം. അത് വലിയ ഭാഗ്യമായിട്ട് തനിക്ക് അതിനുള്ള അധികാരം ഭഗവാൻ തന്നല്ലോ ഉള്ള മട്ടിൽ വേണം കൊടുക്കാൻ. പുച്ഛിച്ചും കൊണ്ടും അവഹേളിച്ചും കൊണ്ടും ആവരുതേ. കൊടുത്ത വസ്തു ഒരിക്കലും തിരിച്ചു മേടിക്കരുതേ. നാലം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ. കൊടുത്താൽ അത് മറക്കണം. എന്താണ്? കൊടുക്കുക, മറക്കുക. നമ്മൾ കൊടുത്താൽ മറക്കുക. ഇത് ഞാൻ തന്ന സാരിയല്ലേ അല്ലെ? ഞാൻ അന്ന് 2013 തന്ന സാരി വിടില്ല. പിന്നെ ഇപ്പൊ പലരും അലമാരിൽ വെച്ച് കൂട്ടിയത് തന്നൊന്നും എടുക്കില്ല. കാരണം അടുത്തവർ ചോദിക്കും, 4 ആൾ കൂടുമ്പോ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഞാൻ തന്നതല്ലേ ചോദിക്കും. ഓർത്ത് ഞാൻ കൊടുക്കാണ്ടിരുന്നാ മതി. ഇത് കൊടുത്തിട്ടില്ല, പുറമേക്ക് കൊടുത്തു, മനസ്സ് കൊടുത്തിട്ടില്ല. കൊടുക്കുക, മറക്കുക, അതാ വേണ്ടത്. അതുകൊണ്ട് കൊടുത്തത് ഒരിക്കലും തിരിച്ചു ചോദിക്കരുതേ. സജ്ജനങ്ങളതൊക്കെ അപഹരിച്ചു കഴിഞ്ഞാൽ അത് കാളകൂട വിഷം. അത് പിന്നെയും ഭേദ, അതിനേക്കാൾ ഭീകരാണ്. കാളകൂട വിഷത്തിന് പരിഹാരം ഉണ്ടാവും. പക്ഷേ ബ്രഹ്മസ്വം അപഹരിച്ചാൽ അതിനെന്തില്ല, അതിന് പരിഹാരമില്ല. കുലം സമൂലം ദഹതി. ആ കുലം മുഴുവൻ നശിക്കും. എടുത്ത ആള് മാത്രല്ല, അയാളുടെ കുടുംബം തന്നെ നശിച്ചു പോകട്ടു. അതുകൊണ്ട് കുട്ടികളെ, ബ്രാഹ്മണരോട് അവരുടെ നേരെ പരിഹസിക്കരുതേ. ഋഷിമാരെ കണ്ട അവരെ പുച്ഛിക്കരുതേ. കരുതണേ എന്ന് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ വൈകുന്നേരം കാണാം, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പൻ ഒരു സ്ത്രീ വേഷം കെട്ടി ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് കെട്ടി സാരി എടുത്ത് പോവും ഋഷിമാരടുത്തേക്ക്. എന്നിട്ട് ഋഷിമാരോട് ചോദിക്കുകയാണ്, സാമ്പനെ കാണിച്ചിട്ട് കൂട്ടുകാർ ചോദിക്കുക, ഇവള് ഇന്നോ നാളെയോ പ്രസവിക്കും. ഇവളല്ല, ഇവനാ. ഋഷിമാരെ പരിഹസിക്കാൻ ചെല്ലുക. ഇവള് ഇന്നോ നാളെയോ പ്രസവിക്കും. ഋഷിമാരെ നിങ്ങൾ പറയൂ, ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഋഷിമാര് ശപിക്കും. എന്താ ശപിക്കണത്? മുസലം കുലനാശനം. കഷ്ടം തന്നെ. ഭഗവാന്റെ മക്കളായിട്ടും നിങ്ങൾക്ക് സദ്ബുദ്ധി എന്താ വരാത്തു? ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പരീക്ഷിക്കാൻ വരികയാണ്. ഉണ്ടാവും, നിങ്ങൾക്ക് ഒലക്ക പ്രസവിക്കും. ആ ഒലക്ക കാരണം നിങ്ങളുടെ വംശം നശിക്കും എന്ന് ഋഷിമാര് ശപിച്ചു. ഇങ്ങനെയാണ് ഭഗവാന്റെ വംശം നശിക്കുന്നത്. ഇത്രയൊക്കെ ഉപദേശിച്ചിട്ട് നേരെയായില്ല എന്നർത്ഥം. അപ്പൊ നമ്മള് ഒട്ടും വിഷമിക്കേണ്ട. നമ്മള് കുട്ടികളെ ഉപദേശിച്ച് നേരെയായില്ലെങ്കിൽ വിഷമിക്കേണ്ട, കഥ ഓർത്താൽ മതി. ഉപദേശിക്കാണ്ടിരിക്കേണ്ട, ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപദേശിക്കുക, കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതല്ലാതെ അവരെ നേരെയാക്കാനൊന്നും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഭാഗവതം നടക്കുന്നുണ്ട്, പോയിരുന്ന് കേൾക്കണം കേട്ടോ എന്ന് പറയാം. അല്ലെ, അച്ഛൻ പോവുകയാണ്, മോനെ വരണേ, അമ്മ പോവുകയാണ്, നീ വന്നാ നന്ന് എന്ന് പറയാന്നല്ലാതെ ഞാൻ വരില്ല, മൊബൈൽ നോക്കിയിരിക്കും. നിവൃത്തില്ല, ഇരുന്നോട്ടെ. നമ്മളിരിക്കരുത്. എന്നാ അമ്മി കൂടാ, നമുക്ക് ഒരുമിച്ച്. അത് വേണ്ട, നമ്മൾ പോരാ. ഭഗവാൻ പോകുന്നതാണ്. ഭഗവാൻ അപകടം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്തുണ്ട്, തന്റെ മക്കൾ തമ്മിൽ തല്ലി നശിക്കുമ്പോഴും ഭഗവാൻ എന്തില്ല, ഒട്ടും ഒരു ക്ലേശം, പരിഭ്രമല്ല. തന്റെ മക്കൾ തമ്മിൽ തല്ലി മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന ആളെ, സുന്ദരസ്മിത വക്രാബ്ജം നീല കുന്തള മണ്ഡിതം. മക്കൾ തമ്മിൽ തല്ലി മരിക്കുകയാണേ, അപ്പോഴും ഭഗവാൻ അവരെ നോക്കിയിട്ട് സുന്ദരസ്മിത വക്രാബ്ജം, അപ്പോഴും പുഞ്ചിരിക്കുകയാണ്. എത്ര ഉപദേശിച്ചു, നേരെയാവാൻ എന്ത് ചെയ്യും? പ്രാരബ്ധം അനുഭവിക്കേണ്ടതാണ്. അവരുടെ തലവര, എന്റെ മക്കളെ അവരുടേതാ കാര്യം. ഒന്നും കേൾക്കാൻ അവർക്ക് പറ്റിയില്ല, അനുഭവിക്കട്ടെ. നമ്മളാണെച്ചാ പോയി തടയാൻ നോക്കുമ്പില്ലേ, 2 കിട്ടും, ഇതൊക്കെ ഉണ്ടാവും. നമ്മളാണെച്ചാ ഭഗവാൻ പോയില്ല, നോക്കി നിന്നു, അത്രമാത്രം. ഇത് സാധിക്കും. ഈ പ്രപഞ്ചത്തെ എങ്ങനെ നോക്കി നിൽക്കുക, സന്തോഷമായിട്ട് അങ്ങനെ നോക്കി നിൽക്കുക. ഇതൊക്കെ അവരവരുടെ പ്രാരബ്ധം അനുഭവിക്കുന്നു എന്നുള്ള മട്ടിൽ നോക്കി നിന്ന് വിഷമല്ലാണ്ട് കഴിച്ചുവിട്ടാൻ പറ്റും. അതിനാണ് ഈ ഭാഗവതം വായിക്കുന്നത്. അതല്ലാത്ത സാഹചര്യം മാറില്ല എന്നല്ല, അത് നീ മാറിയാലും ദുഃഖം നീങ്ങുന്ന ഉറപ്പുണ്ടോ? ഒരു വിഷമവും പുറമേക്ക് നോക്കിയില്ലാത്തവരുണ്ടല്ലോ, അവരും ദുഃഖിച്ചും കൊണ്ട് തന്നെ കഴിയുന്നത് അല്ലേ? അത് നമ്മളെ പറയാറില്ലേ, ചെറുപ്പക്കാർ കുട്ടികൾക്ക് എന്തോ സുഖം, അവർക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ, എന്നിട്ട് അവർക്ക് ദുഃഖമല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടിയില്ല, ഒന്നും രോഗമില്ല, ഒന്നുമില്ല, പ്രാരബ്ധമില്ല, കാശുണ്ടാക്കണ്ട, എന്നിട്ടോ സുഖമായിട്ടിരിക്കുക. അവരെ കൂടുതൽ ദുഃഖിക്കണത്. ഇപ്പൊ കുട്ടികൾക്കൊക്കെയാണ് ഡിപ്രഷൻ. LKG കുട്ടിക്ക് ഡിപ്രഷൻ. LKG കുട്ടിക്ക് ഈ അടുത്ത് കേട്ടു, നായക്ക് വരണ്ട അത്ര ഡിപ്രഷൻ. കൂട്ടിലുള്ള നായക്ക് അതിനിപ്പോ മാനസിക പ്രശ്നമുണ്ട്, അത് നോക്കാൻ ഡോക്ടറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ലോകം. എന്തായാലും അങ്ങനെ ഭഗവാൻ കുട്ടികളെ ഉപദേശിച്ചു. ആ കഥ ബലരാമന്റെ വിക്രമങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പൗണ്ഡ്രകന്റെ കഥ വർണ്ണിച്ചു. ഒരു വാസുദേവൻ, അയാൾക്ക് ഭഗവാനാവണം എന്ന മോഹം, നല്ല മോഹമാണ് ഭഗവാനാവണം എന്നുള്ള മോഹം. പക്ഷെ വേഷം കെട്ടിക്കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്കുള്ള പാഠാണ്. വേഷം കെട്ടണം, വേണ്ടെന്നല്ല. ഭാഗവതം വായിക്കില്ല, ഗീത വായിക്കില്ല, വേഷം കെട്ടിങ്ങനെ നടക്കും. എന്താ കാര്യം? അങ്ങനെ വേഷം കെട്ടാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ഒന്ന് തിരിയല്ലോ വെച്ചിട്ടാണ്. ആരുടെ വേഷം കെട്ടിയെന്ന് ചിന്തിക്കല്ലോ. ആരുടെ വേഷം? അപ്പൊ ഞാൻ കെട്ടിയത് കൃഷ്ണൻ. ആരായി കൃഷ്ണൻ?
ഇന്നാളാ കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി എവിടെയാ പറയുന്നത്? ഭാഗവതത്തിലാ. എന്താ ഭാഗവതം എന്ന് ചോദിച്ചിട്ടാണ്. നമ്മളിത് ചോദിക്കൊന്നുമില്ല, വേഷം കെട്ടി നടക്കും, ആരുടെയും നിശ്ചയില്ല, എന്താണെന്ന് നിശ്ചയില്ല, ഒന്നും അറിയില്ല. രുക്മിണി സ്വയംവരത്തിന് വരും, എന്നിട്ട് ചോദിക്കുക രാധ എവിടെയാണ്. എന്താണ് രാധയുടെ കല്യാണം കഴിഞ്ഞോ? രാധയുടെ ഇത് രുക്മിണിയാണേ, രാധയല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാക്കണം. എന്താന്ന് കാര്യം മനസ്സിലാക്കാതെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ അങ്ങോട്ട് ഘോഷമായിട്ട് ഇരുന്നിട്ടും കാര്യമില്ല. വസ്തു മനസ്സിലാക്കിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതിനുള്ള കഥയാണ് പൗണ്ഡ്രക വാസുദേവന്റെ കഥ. അദ്ദേഹം വേഷം കെട്ടലിൽ മാത്രം ഭ്രമിച്ചു, ഭഗവാന്റെ ഉപദേശമൊന്നും സ്വീകരിച്ചില്ല. ഉപദേശം സ്വീകരിക്കണം, അതാണ് മുഖ്യം. അതിലേക്ക് ഈ വേഷം കെട്ടൽ നയിക്കുമെങ്കിൽ നല്ലത്. എന്താണ്? ഈ ചടങ്ങുകളൊക്കെ ഭാഗവതം കേൾക്കാനുള്ള ശ്രദ്ധ നിങ്ങളിൽ വർദ്ധിപ്പിക്കുമെങ്കിൽ നല്ലതാണ്. അതല്ല, ഭാഗവതം കേൾക്കാനുള്ള താല്പര്യം കുറഞ്ഞാണ് വരുന്നതെങ്കിൽ എന്ത്? അല്ല, പല ചടങ്ങ് കൊണ്ടും നമുക്ക് ആ താല്പര്യം കുറഞ്ഞു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇവിടുത്തെ കാര്യമല്ല പറയണത്, ഇവിടെ വളരെ വൃത്തിയിൽ വേണ്ടതുപോലെ തന്നെ നടക്കുന്നത്. കാരണം അധികം പ്രഷറില്ല ആചാര്യന്മാർക്ക്. മറ്റതങ്ങനെയല്ല, വഴിപാടായില്ല തിരുമേനി, നെയ്വിളക്കൊക്കെ ഒന്ന് അല്ലെ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇടപെട്ട് ഇത്ര കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു വിഷയമൊക്കെ വരും. പിന്നെ ഘോഷം, ഓരോ ദിവസവും ഓരോരോ പരിപാടികൾ, അങ്ങനെ ആഘോഷം, ഓരോന്നും അങ്ങനെ ചടങ്ങുകൾ കുറെ കൂടും. ഒന്നും തെറ്റില്ല, ചോദ്യത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വര കഥ ശ്രവണം, കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുണ്ടോ എന്നാണ് ചോദ്യം. പലപ്പോഴും എന്താ സംഭവിക്കാറിയോ? കഥ ലേശം കുറച്ചോളൂ, എന്താണ് നമുക്ക് മറ്റേതാവാം. ഓരോ കൊല്ലം കഴിയുമ്പം കഥ കേൾക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരിക, ഘോഷം കൂടി വരിക. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, അത് ഭക്തിയല്ല, അവിടേക്കല്ല പോക്ക്. അത് തൽക്കാല നേട്ടങ്ങൾ ഒരു ഇതൊക്കെ ഉണ്ടാവും, ഒരു മൊത്തമായിട്ട് മൊത്തം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലെന്താ, ഉള്ളു പൊള്ളയാവും, ഒരു ശാന്തി ഉണ്ടായിക്കോളന്നില്ല. കാര്യം കൃത്യമായിട്ട് ധരിക്കുക, ശാന്തമായിട്ടിരുന്ന് ഈശ്വര കഥകൾ കേട്ട് അത് രസിക്കാനും ഭഗവാന്റെ ഭാവം ഉൾക്കൊള്ളാനും സാധിക്കലാണ് ജീവിതത്തിന്റെ ലാഭം. അതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. അത് മറന്നു പോരുത്. ഇവിടെ പൗണ്ഡ്രകന്റെ കഥ, അദ്ദേഹത്തിന് വേഷം കെട്ടാൻ മോഹം, ഭഗവാനെ പോലെ ആവണം, അതിന് ഉജാല മുക്കും, വെള്ളത്തിൽ കുളത്തിൽ കലക്കിയിട്ട് പോയി മുമ്പ് നീലയാന്ന് കേട്ടപ്പോൾ നീല നിറാക്കണ്ടേ. ശ്രീവത്സം മറുകുണ്ടെന്ന് കേട്ടപ്പം ഒരാളുടെ കാല്, അത് ലോഹം, കാല് പോലെ ലോഹം ചുട്ടു ഒഴിപ്പിച്ച് അതിനകത്ത് വെച്ചു. 2 കൈ എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. ശംഖ് ചക്രം ഗദാപത്മം കൊണ്ടുവച്ചു. പക്ഷെ അത് തിരിയണില്ലേ ചക്രം. അവസാനം കത്തയച്ചു ഭഗവാന്, അങ്ങ് എടുത്തു വെച്ച ചക്രം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. ഭഗവാന്റെ ചക്ര, അയാൾ പറയണം അങ്ങ് മോഷ്ടിച്ച ചക്രം എന്റെ ചക്രമാണ്, തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കത്തയച്ചു. ഭഗവാൻ അടുത്ത് വന്ന് ചക്രം കണ്ട് കൊടുത്തു. അത് പിടിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല, കഴുത്തം കണ്ട് പോയി. പക്ഷെ മോക്ഷം കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും വേറെ വിഷയങ്ങളുടെ പിന്നാലെ പോയില്ലല്ലോ. ഞാനാവണം എന്നല്ലേ അയാൾ ആശിച്ചത്. അതുകൊണ്ട് എന്താ ഗുണം? മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പോയില്ല, നമ്മൾ അതും പോകണ്ടേ, അതാ കുഴപ്പം. മറ്റു പലതും പഠിക്കാനും മനസ്സിലാക്കാനും അതും ഇതെന്ന് പറഞ്ഞ പലതിനും പോകുന്നുണ്ട്. ഇയാൾ അതിന് പോയില്ല, ആരെയും കുറ്റം പറയാൻ പോയില്ല, ഉപദ്രവിക്കാൻ പോയില്ല, ഭഗവാനാണെന്നുള്ള വിചാരം. പക്ഷെ ജ്ഞാനത്തിനോട് താല്പര്യമില്ല, അറിവില്ല, അതാ പറ്റിയത്. ഏതായാലും തന്നെ സ്മരിച്ചത് കൊണ്ട് ഭഗവാൻ മുക്തി കൊടുത്തു എന്നുള്ള കഥ. അതാണ് പൗണ്ഡ്രക വാസുദേവന്റെ കഥ. അതിനുശേഷം പിന്നീട് ദുര്യോധന സുതാം രാജൻ ലക്ഷ്മണാം സമിതിഞ്ജയ, ദുര്യോധനന്റെ മകള് ലക്ഷ്മണയെ വിവാഹം കഴിച്ചത് സാമ്പനാണ്. ലക്ഷ്മണന്റെ സ്വയംവരാണ്. ആ സ്വയംവരത്തിന് പലരും ചെന്നു രാജാക്കന്മാര്. സാമ്പനും പോയിട്ടുണ്ട്, ദുര്യോധനന്റെ മകള്, കയ്യിൽ മാല, അങ്ങനെ ധാരാളം രാജാക്കന്മാരിയ്ക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാം. അങ്ങനെ നോക്കി ഓരോരുത്തരെ ഒഴിവാക്കി അങ്ങനെ അവസാനം സാമ്പൻ എടുത്തെത്തി. അപ്പൊ സാമ്പന് സംശയമായി, ഇനി ഇവള് തന്റെ കഴുത്തിൽ മാല ഇടില്ലേ, തന്റെ കഴുത്തിൽ മാല ഇടാണ്ടിരിക്കും. കാരണം പിന്നെയും 10 പേര് ഇരിക്കുന്നുണ്ടേ. തന്നെ ഒഴിവാക്കി അങ്ങോട്ട് പോയാൽ മോശമാണ്. കാരണം തന്റെ അച്ഛനെ കഴിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ട് കുറെ പേരുണ്ട്. അങ്ങനെ തന്നെ ഇവളും കഴുത്തിൽ മാലയിട്ടില്ലെങ്കിൽ മോശമല്ലേ, കുറവല്ലേ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മാലയായിട്ട് ഇങ്ങനെ ആ ലക്ഷ്മണ വന്നപ്പം അദ്ദേഹം ആ മാലയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കഴുത്ത് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മാല ഇടയിരുന്നവര് ലക്ഷ്മണ സാമ്പന്റെ കഴുത്തിലിട്ട്, സാമ്പനെ കണ്ട് ഇഷ്ടമായിട്ട് കിട്ടാൻ പുറപ്പെടുമ്പോഴേക്ക് ഇയാൾക്ക് സംശയമായി അങ്ങോട്ട്. വെപ്രാളം ഒഴിവാക്കണം. എപ്പോഴും ക്ഷമിക്കണത് നല്ലത്. 2 മിനിറ്റ് ക്ഷമിച്ചുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു നഷ്ടം വരാനില്ല. എന്നാലും നമുക്ക് വെപ്രാളം അങ്ങോട്ട് വെറുതെ ഒരാവശ്യമില്ലാത്തൊരു ഓട്ടാണ്. ചേട്ടൻ അങ്ങോട്ട് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് അവിടെ പോയി അവിടെ വെറുതെ ഇരിക്കും. ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരിക്കണ കാണാം, ഒന്നുമില്ല, അവിടെ വേഗം കണ്ട് പോയി അവിടെ എന്നാ മെല്ലെ പോയാൽ പോലെ. ഒരു വെപ്രാളം. പണ്ടൊരാൾ ഇതേപോലെ അയാൾ പെട്ടിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ബോട്ട് കണ്ടു. ബോട്ട് കണ്ടപ്പം അയാൾ നിൽക്കൂ പോലു പറഞ്ഞ് ഓടുകയാണ്. ബോട്ട് പോവാ വിചാരിച്ചിട്ടേ അതിലത്തെ ആള് പറയണുണ്ട്, എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞ പോവരുതേ പറഞ്ഞു ഇയാൾ പെട്ടിയൊക്കെ എടുത്ത് വന്നു.
അവസാനം ആ വെള്ളത്തിൽ ചാടി നീന്തി പെട്ടിയൊക്കെ എടുത്ത് ബോട്ടിലെടുത്ത് വെച്ച് കയറി ഇരുന്ന് അദ്ദേഹം ആ ബോട്ടിൽ ആളോട് എന്തോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഈ ബോട്ട് അങ്ങോട്ട് വരിക, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വരണ്ട അങ്ങോട്ടാ വരുന്നത്, ഇങ്ങോട്ട് വരുന്ന ബോട്ടിലേക്കാണ് അങ്ങോട്ട് ചാടിപ്പോയത്, നനഞ്ഞു പോകും ചെയ്തു. ഇതാണ് നമ്മുടെ കഥ. ഒരു 2 മിനിറ്റ് കാത്തിരുന്ന ബോട്ട് ഇങ്ങോട്ടെത്തും. അല്ലെ ഒന്ന് ഇരുന്ന് നോക്കത് എങ്ങോട്ടാ പോണം, അങ്ങോട്ടാണോ അങ്ങോട്ടോ ഒന്ന് നോക്കിക്കൂടെ? ഇത് ഒരു ശ്രദ്ധയില്ലാണ്ട് ചാടി കയറി. രണ്ടാളോട് ചോദിച്ചൂടെ? എപ്പോഴും ക്ഷമിക്കണത് തന്നെയാണെന്ത് നല്ലത്. പരിഭ്രമം കൊണ്ടാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. അതൊക്കെ ഒന്ന് നോക്കി ഒന്നൊന്ന് അറിഞ്ഞ് ആ ഒരു ഭാവം നമുക്ക് ഉണ്ടാവണം. ഈ സംശയം ഞാൻ ചോദിച്ചാൽ ഞാൻ മോശക്കാരനാവോ, എനിക്കൊന്നും അറിയില്ല വിചാരിക്കുമോ? അപകടം ചെയ്യണേക്കാൾ നല്ലത് തന്നെയാണ് അറിയില്ല വിചാരിക്കുക നല്ലത്. കാര്യം ചോദിക്കുക, നിശ്ചയില്ല അങ്ങനെയല്ല എല്ലാവർക്കും അറിയൂ, അങ്ങനെയൊന്നുമില്ല, ഒക്കെ ചോദിക്കാം, അവർ കുഴപ്പമില്ല. ഇവിടെ ലക്ഷ്മണ എന്തുണ്ടായി? ഇവിടെ ഈ സാമ്പന്റെ കഴുത്തിലേക്ക് മാറിടാൻ പുറപ്പെടുമ്പോഴേക്കും ഇയാൾ അങ്ങോട്ട് കഴുത്തിട്ടു. അതോടുകൂടി വലിയ പ്രശ്നമായി. ദുര്യോധനം പിടിച്ചു കെട്ടി അക്രമം കാണിക്കുകയാണ്. മര്യാദ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കെട്ടി. അപ്പോഴേക്ക് ഈ വാർത്ത കൃഷ്ണൻ അറിഞ്ഞു. ചോദിക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴേക്കും ബലരാമേട്ടൻ തടഞ്ഞു. കാരണം ദുര്യോധനൻ ആരാ? തന്റെ ശിഷ്യനാ. കൃഷ്ണൻ അങ്ങോട്ട് പോയി ചീത്ത പറയാനൊന്നും പാടില്ല, തന്റെ ശിഷ്യനാണ് അയാള്. ഞാൻ പോയിക്കോളാം, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ദുര്യോധനെ ഞാൻ നേരെയാക്കാം എന്നൊക്കെ പറഞ്ഞ ആര് പുറപ്പെട്ടു? വാത്സല്യം, ശിഷ്യനോടുള്ള വാത്സല്യം കൊണ്ട് ബലരാമേട്ടൻ പുറപ്പെട്ടു. ഭഗവാന്റെ സങ്കല്പം തന്നെയാണ്. കാരണം ദുര്യോധനെ ഈ ഗുരുവിന്റെ വാത്സല്യം നല്ലോണമുണ്ട്. അതുണ്ടെങ്കിൽ ഒരിക്കലും മഹാഭാരത യുദ്ധത്തിൽ ഭീമന് ദുര്യോധനെ വീഴ്ത്താൻ പറ്റില്ല. ഗുരുത്വം ഉണ്ടെങ്കിൽ ഒരാൾക്കും അയാളെ ഇല്ലാണ്ടിയാക്കാൻ പറ്റില്ല. അറിവില്ലെങ്കിലും ഗുരുത്വം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. എത്ര ദിക്കിലെത്താം. ചിലരൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ എത്തിയത് ഭാഗ്യം കൊണ്ടാട്ടോ, ഈശ്വരാധീനം കൊണ്ടാ. കാരണം ചില കഴിവുള്ളവരെത്തണില്ല, വലിയ കഴിവൊന്നും ഇല്ലാണ്ട് അയാൾ എത്തിച്ച അവിടെ എത്തിയപ്പോൾ ആരെ പഠിപ്പിച്ച മാഷ ഇന്റർവ്യൂവിന് ഇരിക്കണത്, അയാളൊന്നും ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് എത്തി അയാൾക്കുള്ള സ്നേഹം കൊണ്ട് ഒന്നും ചോദിക്കാനൊന്നുമില്ല, അങ്ങനെ റാങ്കിൽ ഒന്ന് കിട്ടി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ ചോദിച്ചാൽ ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് വിനയാണ് വേണ്ടതെന്ന് അർത്ഥം. എന്തിനിപ്പോ ഇത് പറഞ്ഞോളൂ മറന്നുപോയി. എന്തിനാ പറഞ്ഞത്? സാമ്പന്റെ കഥ. അവിടേക്ക് ആര് വന്നു? ഇവിടെ ഗുരുഭക്തി ഉണ്ട് ആർക്ക്? സാമ്പന്, അല്ല ഈ ദുര്യോധനന്. അങ്ങനെയാണ് ആര് ധരിച്ചത്? ബലരാമേട്ടൻ ധരിച്ചത്. അങ്ങനെ നല്ലോണം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൊല്ലാൻ സാധിക്കില്ല. അവിടെ ഈ വരാൻ പോകുന്നത് മഹാഭാരത യുദ്ധമാണ്. ഭീമനും ദുര്യോധനും ശക്തി ഒരുപോലെയാ. പക്ഷേ ദുര്യോധന് തന്റെ ഏട്ടന്റെ അനുഗ്രഹം നല്ല പോലെ ഉണ്ട് ബലരാമന്റെ. ആ അനുഗ്രഹം അങ്ങോട്ട് ഇല്ലാണ്ടാവണം. ഏട്ടൻ ഇങ്ങനെ അനുഗ്രഹിക്കാൻ എന്താ കാരണം? ശരിക്കും ഇയാളുടെ സ്വഭാവം അറിയില്ല. ദുര്യോധനന്റെ സ്വഭാവം അടുത്ത് വന്ന് മുഖത്ത് നോക്കി സ്തുതിക്കണതല്ലേ അറിയുള്ളൂ. തിരിഞ്ഞെന്ന് പറയണത് വല്ലതും ഏട്ടനെ അറിയോ? അതങ്ങോട്ട് അറിയട്ടെ. എന്നിട്ടോ എന്നിട്ട് ആ കുരുത്തക്കേട് പറ്റണം ആർക്ക്? ഈ ദുര്യോധന. അതുകൊണ്ട് ഏട്ടൻ അങ്ങോട്ട് പോട്ടെ കരുതി. അങ്ങനെ ബലരാമേട്ടൻ ചെന്നു. ദുര്യോധനോട് പറ, ദുര്യോധന എന്തൊക്കെ പറഞ്ഞാലും അവിടെ സാമ്പന് വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം കഴിഞ്ഞു വിടാനുള്ള വക അവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. സാമ്പന് ലക്ഷ്മണയെ ഇഷ്ടമാണ്, ലക്ഷ്മണയ്ക്ക് സാമ്പനി ഇഷ്ടമാണ്. എന്നാ പിന്നെ അവരങ്ങോട്ട് കഴിച്ചോട്ടെ, താനെന്തിനീ എതിര് നിൽക്കണത് എന്നങ്ങോട്ട് ചോദിച്ച സമയത്ത് അവിടുന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും അകത്തേക്ക് പോയിട്ട് ഈ ബലരാമൻ കേൾക്കാൻ പാകത്തിന് ദുര്യോധനൻ പറയാണ്, കാലം പോയ പോക്ക് കണ്ടു, ഇപ്പൊ ഇവർക്ക് മോഹം നമ്മളായിട്ട് ബന്ധം വേണം. എന്തൊക്കെ പറഞ്ഞാൽ ഇവര് നമ്മുടെ അത്ര എത്തുക. ഏട്ടയന്മാരിലെ പശുവിനെ കുളിപ്പിക്കണ പണിയാണ് ഇവർക്കൊക്കെ. ഇപ്പൊ എന്തൊക്കെയോ ബന്ധമൊക്കെ പറയുന്നുണ്ട്. ഈ ശാപം കിട്ടിയ വംശല്ലേ, ഇവർക്കുണ്ടോ രാജ്യാധികാരം? എന്തൊക്കെ പറയണ ചെരുപ്പ് തന്നെയാ. ഇപ്പൊ കൃഷ്ണനൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാശൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് എന്തോ ലോട്ടറി അടിക്കുകയോ എന്തോ നിധി കിട്ടുക എന്തോ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഇവരുടെ കയ്യിൽ പോകണ്ടെന്നോ അങ്ങനെ കാശ് കിട്ടിച്ചിട്ട് കേമനാവും. വലിയ കാശിന്റെ ചെരുപ്പാ, 15,000 റുപ്യയുടെ ചെരുപ്പാ, അല്ല 50,000 റുപ്യയുടെ ചെരുപ്പാ, പോട്ടെ 1,00,000 റുപ്യയുടെ ചെരുപ്പാ, അങ്ങനെയൊക്കെ ഉണ്ടാവും. 1,00,000 റുപ്യയുടെ ചെരുപ്പ് എവിടെയായിട്ട് ആ കാലിലിടുള്ളൂ? തലയിൽ വെക്കുമോ? 1,00,000 റുപ്യയുടെ ചെരുപ്പ്, അതുകൊണ്ട് ഞാൻ തലയിൽ വെക്കുക. അല്ലെ കിരീടം തലയിൽ വെക്കും, ചെരുപ്പ് കാലിലിടും. അത് 1,00,000 റുപ്യയുടെ ചെരുപ്പാണെങ്കിൽ കാലിൽ തന്നെ ഇടുക. ഇവർക്ക് കേമത്തൊക്കെ കിട്ടിയാലും ഇവര് ചെരുപ്പിന്റെ സ്ഥാനമല്ലെന്നാ പറയണത്. ഇതങ്ങട്ട് കേട്ടപ്പോഴേക്കും ബലരാമേട്ടന് സഹിച്ചില്ല. കണ്ണങ്ങട്ട് ചുവന്നു, കലപ്പ ധ്യാനിച്ചു, കയ്യിലെത്തി ഹസ്തിനാപുരിയുടെ അറ്റത്തങ്ങട്ട് കുത്തി സമുദ്രത്തിലേക്ക് ഇങ്ങോട്ട് മറച്ചിടാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ഭീഷ്മരൊക്കെ വന്ന് കാല് പിടിച്ചിട്ട് പറഞ്ഞു, പാടില്ല, ഈ കുട്ടികൾക്ക് വിവരമില്ല, അവര് അഹങ്കരിച്ച് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു കരുതി അതിനൊക്കെ അങ്ങനെ പുറപ്പെടുകയാണോ? ക്ഷമിക്കണേ എന്ന് പറഞ്ഞ കാൽക്കൽ വീണപ്പോൾ തൽക്കാലം ആര് ശാന്തനായി? കാൽക്കൽ വീണു ദുര്യോധനൻ. തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവിടുന്ന് പൂരണ സമയത്ത് നല്ലോണം അങ്ങോട്ട് നോക്കി ആര്? ബലരാമൻ ദുര്യോധനെ. എടാ, ഞാൻ പഠിപ്പിച്ചു തോന്നുന്നു എനിക്ക് ഫലിക്കാണ്ട പോട്ടെ. ഇതേ ആർക്ക് വേണ്ടു? ഇതന്നെ കൃഷ്ണനും വേണ്ടു. അങ്ങനെ ആര് പോന്നു? തിരിച്ചു പോന്നു. ഇതൊക്കെയാണ് ആ കഥയുടെ പിന്നിലുള്ള കഥ. കഥ മാത്രമേ ഭാഗവത്തിൽ കാണുള്ളൂ, പക്ഷെ പിന്നിലുള്ള കഥ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കണം. അതിനുശേഷം പിന്നീട് നാരദ മഹർഷി ഭഗവാന്റെ ദാമ്പത്യം എങ്ങനെ ഭഗവാൻ ഇത്രയൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു കൂടണം അറിയണ്ടേ.
അതിനുവേണ്ടി നാരദ മഹർഷി പോവുകയാണ് അന്വേഷിക്കാൻ, എങ്ങനെ കഴിയണമെന്ന് അറിയാൻ. ആദ്യം രുക്മിണി കൃഷ്ണൻ ബംഗ്ലാവ് കണ്ടു, എന്നാ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ രുക്മിണിയായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഭഗവാൻ നാരദ മഹർഷി അങ്ങോട്ട് കണ്ടപ്പോഴേക്ക് എണീറ്റു. രുക്മിണി വേഗം അകത്ത് പോയി സ്വർണ്ണക്കണ്ണിൽ വെള്ളമൊക്കെ ആയിട്ട് വരുന്നു, കാല് കഴിച്ചിരുത്തുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ തിരക്കുണ്ട്, ഞാൻ വന്നു അങ്ങനെ കാണാണ്ട് പോകാൻ വയ്യല്ലോ, അതുകൊണ്ട് വന്നേ ഉള്ളൂ, എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് നാരദ മഹർഷി സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ആരെ കണ്ടു? അവിടെ ഭഗവാൻ വേറൊരു വേഷത്തിൽ സത്യഭാമയുടെ കൂടെ ചെസ് കളിക്കുക. നാരദ മഹർഷിയായിട്ട് കണ്ടപ്പോഴേക്ക് ചെസ്സൊക്കെ എടുത്ത് മാറ്റി നാരദ മഹർഷി തൊഴുത് നമസ്കരിച്ച് എപ്പോഴേ അങ്ങ് എത്തി, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അങ്ങ് മറന്നു, എത്ര കാലമായി കണ്ടിട്ട്, 2 മിനിറ്റ് മുന്നേ അവിടുന്ന് കണ്ടതാ. അത് വേറെ കൃഷ്ണൻ, ഇത് വേറെ കൃഷ്ണൻ. ഇടയ്ക്കിടയ്ക്ക് വരണിട്ടു എന്നൊക്കെ പറഞ്ഞ ലോക്യം പറയുന്നുണ്ട്. ആ ശരി എന്നൊക്കെ പറഞ്ഞ അവിടുന്ന് കുടിച്ചൊരു കാപ്പി. തൊട്ടടുത്ത ദിക്കിലേക്ക് പോയി, ജാംബോതിലെ കൊട്ടാരത്തിലേക്ക്. അവിടെ എന്താ കഥ? അവിടെ വേറൊരു കൃഷ്ണൻ ജാംബോതിക്ക് രാമായണം പറഞ്ഞ് കേൾപ്പിക്കുക. നാരദ മഹർഷിയെ കണ്ടപ്പോഴേക്കും പറഞ്ഞു, ഞാൻ ഇപ്പൊ എണീക്കണില്ലേ മഹർഷി, അങ്ങ് ഇരിക്കും, അങ്ങ് ഇത് കണ്ട് പൂർത്തിയാക്കട്ടെ, 2ാം അധ്യായം കൂടി ഉണ്ട്, അങ്ങ് ഇരിക്കും, രാമായണം കേൾക്കാൻ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ഇത് കണ്ടതാ രാമായണം, ഇനിയിപ്പോ ഇത് കേൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അടുത്ത ദിക്കിലേക്ക് പോയി. 8 ദിക്കിൽ പോയി. 8 ദിക്കിൽ ആരെ കണ്ടു? 8 കൃഷ്ണന്മാരെ കണ്ടു. നീ അങ്ങോട്ട് ഊഹിച്ചു 16,100 ദിക്കിലാരുണ്ടാവും? 16,100 കൃഷ്ണന്മാരുണ്ടാവും. ഊഹിക്കാലോ, ഇനി പോയി കാണണമെന്നില്ല, ലേശം കണ്ട ബാക്കി നമുക്ക് അങ്ങോട്ട് ഊഹിക്കാലോ. എന്നാൽ മാത്രമല്ല 16,100 ദിക്കിൽ പോണച്ച 2 മാസം ലീവ് എടുക്കേണ്ടി വരും, പോയി നോക്കി വരാൻ തന്നെ. തൽക്കാലം ഇത് മതി എന്ന് തീരുമാനിച്ച അദ്ദേഹം അല്ലേ പുറമേക്ക് ഇറങ്ങിയ സമയത്ത് ഗേറ്റ് അങ്ങോട്ട് അടച്ചു. അവിടുത്തെ ഭടൻ ചോദിച്ചു, ആരാ? നാരദ മഹർഷിയാണ്. എന്നാ ആധാർ കാർഡ് എടുക്കൂ. എവിടെ? നാരദ മഹർഷിക്ക് ഇന്നത്തെ കാർഡ് ഒരു സംഗതി കയ്യിലില്ല. അവിടെ നിന്ന് അങ്ങനെ വേർത്തു, നല്ലോണം നോക്കി, തടഞ്ഞ ആളെ നോക്കിയ സമയത്ത് അയാൾക്കും ഗോപിക്കുറി ഉണ്ട്. ആ തലക്കെട്ടിന്റെ ഇടയിൽ കൂടെ മയിൽപ്പീലി കണ്ടു. സംഗതി മനസ്സിലാക്കിയോ, ഇത് കൃഷ്ണനാ. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ഇവിടെ മുഴുവൻ അങ്ങനെയാലേ ചോദിച്ചാ? അതെ, ഇവിടെ മുഴുവൻ ഞാൻ തന്നെയാണ്. എന്തായാലും പാണ്ഡവരെ കാണുമ്പോൾ എന്റെ അന്വേഷണം പറയൂട്ടോ എന്ന് പറഞ്ഞു. വേഗം അദ്ദേഹം തിരിച്ചു ചെന്നു. നാരദ മഹർഷി പാണ്ഡവരെ കണ്ട് ബന്ധു പറഞ്ഞു, കൃഷ്ണന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു. അവിടെ അത്രയൊക്കെ കല്യാണം കഴിച്ച് ഇത്രയൊക്കെ കുട്ടികളുണ്ടായിട്ടും ഭഗവാന് ഒരു വിഷമവുമില്ല, സുഖമായിട്ടിരിക്കുക. നിങ്ങളാണെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ടിട്ട്, ഭഗവാൻ എപ്പോഴും ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ. ഗൃഹസ്ഥന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്നാ പറയാൻ. പ്രാരബ്ധം നോക്കിയാ പറയാം. എന്ത് പ്രാരബ്ധം? ഭഗവാൻ എന്ത് പ്രാരബ്ധം? സുഖമായിട്ടിരിക്കണം എന്ന് കേട്ടപ്പോഴാണ് ധർമ്മപുത്രർക്ക് തനിക്കും സുഖമായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ. പക്ഷെ പറ്റണില്ല, എന്നോരോ പ്രശ്ന. അതിനെന്താ വഴി? സുഖമായിട്ടിരിക്കണമെങ്കിൽ സുഖമായിട്ടിരിക്കുന്ന ആളെ ആശ്രയിക്കണം. കാശ് വേണമെങ്കിൽ ധനികനെ ആശ്രയിക്കണം. ധനികനെ ആശ്രയിച്ച് കാര്യമില്ല, കാരുണ്യമുള്ള ധനികനെ ആശ്രയിക്കണം. തരണം എന്നുള്ള വിചാരം ഉണ്ടാവട്ടെ. ഇതുപോലെ സുഖമായിട്ടിരിക്കണമെങ്കിൽ സുഖം അനുഭവിക്കുന്ന ആളെ ആശ്രയിക്കണം. അങ്ങനെ എപ്പോഴും സുഖമായിട്ടിരിക്കുന്ന ഒരാൾ ഭഗവാൻ മാത്രമാണ്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം, ആനന്ദത്തിന്റെ കട്ട, അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം. പിന്നെ തരാണ്ടിരിക്കില്ല, അത്രയ്ക്ക് കാരുണ്യമുണ്ട്, കാരുണ്യമൂർത്തിയ. അതുകൊണ്ട് ആ ഭഗവാൻ എന്ന് പൂജിക്കണം എന്ന മോഹം. ആ കാര്യം ആരോട് പറഞ്ഞു? നാരദരോട് പറഞ്ഞു. എന്റെ അനുജനായതുകൊണ്ട് എനിക്കിത് പറയാനൊരു മടിയുണ്ട്. എന്നെക്കാൾ ചെറിയ ആളാണ്, അവിടെ ഒന്നും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, ഞങ്ങളുടെ നടുക്ക് വന്നിട്ട് ഈ കാര്യമൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് രാജസൂയം നടത്താം. ആ നടത്തുന്ന സമയത്ത് അതിൽ അഗ്രപൂജ കൃഷ്ണനെ ആവാം. അതാണ് സങ്കല്പം. നാരദ മഹർഷി പറഞ്ഞു, നന്നായി, വളരെ നന്നായി, ഞാനത് പറയാം. അങ്ങനെ നാരദ മഹർഷി ഇത് പറയാനായിട്ട് ഭഗവാൻ അടുത്തേക്ക് ചെന്നു. ഭഗവാന്റെ ആ ദിനചര്യ എന്ന് വർണ്ണിച്ചു. വളരെ നേരത്തെ ഭഗവാൻ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ നിവർന്നിരുന്ന് തന്നെ ധ്യാനിക്കും. നമ്മൾ അങ്ങനെ വേണം, തന്നെ ധ്യാനിക്കുക. തന്നിൽ താനായിരിക്കുന്ന ഭഗവാൻ ഇന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വേണം ദിവസം ആരംഭിക്കാൻ. അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴാണ് അശ്രദ്ധ കൊണ്ട് പല അബദ്ധങ്ങളും നമുക്ക് പറ്റണത്. ഒരു ജാഗ്രത വേണ്ടേ? ഒന്ന് ഉണർന്നിരിക്കണ്ടേ? എണീറ്റിരുന്ന ആദ്യം കണ്ണടച്ച് നിവർന്നിരിക്കുക വേണ്ടത്. കുറച്ചു നേരം ശ്വാസത്തെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈശ്വരനെ ധ്യാനിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, ഇഷ്ടമൂർത്തിയെ ധ്യാനിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മി ഒന്നുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കരമധ്യേ സരസ്വതി കരമൂലേ തു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഒരു ചിട്ട വേണം. അങ്ങനെയാണെങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോഴേ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ഒരു സമ്പ്രദായം വേണം. ഭഗവാന് പോലും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിലം തൊട്ട് തലയിൽ വെക്കണം എന്നാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. കാല് വെക്കുന്നതിന് മുന്നേ നിലം തൊട്ട് തലയിൽ വെക്കണം. കാരണം ആ ഭാവമാണ്. ഭൂമി ആരാ? ഭൂമി ദേവി, അമ്മയാണ്. ഈ ഒരു ഭാവമാണ്. അത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പോയി നമസ്കരിക്കും ഭഗവാനെ. അത് കഴിഞ്ഞാൽ ഗുരുനാഥന്മാരെ കണ്ടാൽ അവരെ നമസ്കരിക്കും, സജ്ജനങ്ങളെ നമസ്കരിക്കും. പല്ലിയപ്പും കുളിയൊക്കെ കഴിഞ്ഞാൽ കേമായിട്ട് ഭഗവാനെ ഒരുങ്ങും. എന്നിട്ടോ എന്തെങ്കിലും ഒരു സത്പ്രവൃത്തി ചെയ്തിട്ടേ ഭഗവാൻ ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മൾ ഉറപ്പിക്കണം. എന്തെങ്കിലും ഒരു കാര്യം മനസ്സുകൊണ്ട് അങ്ങോട്ട് ചെയ്യുക ആദ്യം. പിന്നെ ആ ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അത് പൂർണ്ണമാക്കണം. എന്തെങ്കിലും ഒരു സൽക്കർമ്മം ഭഗവാൻ ചെയ്യേണ്ട. 1384 പശുക്കളെ ദാനം ചെയ്യും, എന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. എന്നാലോചിച്ചു, എന്താ നിഷ്ഠ.
നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കടലമുട്ടായെങ്കിലും ആദ്യം കൊടുക്കുക. അപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ തൽക്കാലം വാങ്ങി വെച്ച് കാണുമ്പോൾ വെച്ചോളിട്ടുക. ഒരു സൽക്കർമ്മം ഞാൻ ജീവിതത്തിൽ ചെയ്യും, എന്നും ചെയ്യും, ഉറപ്പിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയമം വേണം. മറ്റുള്ളവരെ കാണിക്കാനല്ല, നമ്മളെ തന്നെ ഒന്ന് നേരെയാക്കി എടുക്കാനാണ്. അങ്ങനെ ചില പഥ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഫലിക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ ചെയ്യും. അങ്ങനെ ദാനം ചെയ്യും, ഭക്ഷണം കഴിക്കും, ഒരുങ്ങി ഭഗവാൻ 16,108 ഗൃഹങ്ങളിൽ നിന്ന് ഇറങ്ങും. 16,108 കൃഷ്ണന്മാര് ആ ഗ്രൗണ്ടിൽ എത്തിയാൽ ഒറ്റയാളെ ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടി ഒന്നായി. പിന്നെ തേര് വന്നു, സൂതൻ കൈപിടിച്ച് തേരിൽ കയറ്റും. ഭഗവാൻ സുധർമ്മയ്ക്ക് പോകും. ഉഗ്രസേന രാജാവ് അവിടെ ഇരിക്കുന്നുണ്ടാവും. തൊട്ടടുത്തുള്ള കസേരയിൽ ആരിക്കും? കൃഷ്ണൻ ഇരിക്കും. സങ്കടക്കാരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ സങ്കടമൊക്കെ വന്ന് പറയും. അവരെ സങ്കടം തീർത്തു കൊടുക്കും. അങ്ങനെ ഒരിക്കലും സങ്കടക്കാരെങ്കിലും ഉണ്ടോ പറഞ്ഞപ്പോൾ 2 പേര് ഒരുമിച്ച് വന്നു. ഒന്ന് നാരദരാണ്, മറ്റൊന്ന് ജരാസന്ധന്റെ കൊട്ടാരത്തിനൊരു ദൂതൻ. ജരാസന്ധന്റെ കൊട്ടാരത്തിന് വന്ന ആള് പറഞ്ഞു, ഒന്നും പറയേണ്ട അവിടുത്തെ സ്ഥിതി. ജരാസന്ധൻ പല രാജാക്കന്മാരെയും പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നരബലിക്ക, ഒന്നും കഴിക്കാൻ കൊടുക്കില്ല, കുളിക്കാൻ സമ്മതിക്കില്ല, വെള്ളം കൊടുക്കില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. നരബലി കൊടുക്കാനേ ഇനി അധിക ദിവസമില്ല, അദ്ദേഹം ഞങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലും, അങ്ങ് വന്ന് രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. ആ സമയത്ത് നാരദർ പറഞ്ഞു, ഞാൻ വന്നത് എന്താ വെച്ചാൽ പാണ്ഡവർ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് പൂജിക്കണം, അവർക്ക് രാജസൂയം കഴിക്കണം എന്നൊക്കെ മോഹമുണ്ട്. ഉദ്ധവരോട് ചോദിച്ചു ഭഗവാൻ, ഉദ്ധവ മന്ത്രിയല്ലേ, എന്താ വേണ്ടു? 2 കാര്യം പറഞ്ഞു. ഇപ്പൊ ഇതിലേതാ ആദ്യം ചെയ്യണ്ടു? ഉദ്ധവൻ പറഞ്ഞു, ആദ്യം രാജസൂയത്തിന് ഒരുങ്ങ. അതെന്താ അങ്ങനെ? അതിന്റെ കൂട്ടത്തിൽ മറ്റത് കഴിക്കാം. എന്ത്? ജരാസന്ധന്റെ തീർക്കാം. കാരണം എന്താ വെച്ചാൽ രാജസൂയത്തിൽ ഈ രാജസൂയത്തിന്റെ മുന്നേയിട്ട് ദിഗ്വിജയം വേണം, ദിക്കുകളെ മുഴുവൻ ജയിക്കണം. അങ്ങനെ ജയിക്കാനായിട്ട് പുറപ്പെടുമ്പം ചിലരൊക്കെ സഹകരിക്കും. ഇതിന് ഒരുവിധെല്ലാവരും സഹകരിക്കും, ദുഷ്ടന്മാർ സഹകരിക്കില്ല. രാജസൂയത്തിന് സഹകരിക്കില്ല പറയുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുക. അപ്പം ഒരിക്കലും ജരാസന്ധന്റെ പ്രകൃതം വെച്ചിട്ട് അയാൾ സഹകരിക്കില്ല. അപ്പൊ അയാളോട് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. ആ യുദ്ധത്തിൽ അയാളെ വധിക്കാം. അപ്പൊ ഈ കൂട്ടത്തിൽ അത് കഴിയും. അതുകൊണ്ട് രാജസൂയത്തിന് ഒരുങ്ങാൻ നല്ലത്. അതങ്ങോട്ട് കേട്ടപ്പോൾ എല്ലാവരും ആരെ പുകഴ്ത്തി? ഉദ്ധവനെ പുകഴ്ത്തി. തന്റെ ഭക്തനെ പുകഴ്ത്തുന്നത് കണ്ട് ആര് സന്തോഷിച്ചു? ഭഗവാൻ സന്തോഷിച്ചു. അത് ഭഗവാൻ ഇപ്പൊ തീരുമാനം എടുക്കാനാ ബുദ്ധിമുട്ട്. എന്താ ഭഗവാൻ അറിയാത്തത്? തന്റെ ഭക്തനെ ഒന്ന് ഉയർത്താൻ വേണ്ടി അങ്ങനെ ചെയ്തു മാത്രം. അങ്ങനെ ഒരുങ്ങി പാണ്ഡവരെടുത്ത് വന്ന കാര്യം പറഞ്ഞു നാരദ മഹർഷി. പാണ്ഡവർ ഭഗവാനെ ക്ഷണിച്ചു, കുടുംബസമേതം ക്ഷണിച്ചു. അങ്ങനെ ആരും ഭഗവാനെ ക്ഷണിക്കാറില്ല, ഒറ്റയ്ക്ക് വരണമെന്നേ പറയുള്ളൂ. കാരണം 16,108 ഭാര്യമാരും മക്കളും കൂടി ഇങ്ങോട്ട് വന്നാൽ അപ്പൊ അതുകൊണ്ട് പാണ്ഡവർ പിന്നെ അങ്ങനെയല്ല, കുടുംബസമേതം വരണം. ഓ ശരി. അങ്ങനെ ഭഗവാൻ കുടുംബസമേതം 6-7 മാസം മുന്നേ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. പാണ്ഡവരുടെ അടുത്തേക്ക് ദ്വാരക പൂട്ടി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് സ്നേഹമുണ്ട്. നമ്മളൊക്കെ വിളിച്ചപ്പോഴാ പോവുക. 11:15 എത്തി. ഫസ്റ്റ് ട്രിപ്പില് 12 മണിക്ക് ഊണ് കഴിച്ച് പോരും. ഇനി വലിയ ബന്ധം എന്റെ കാര്യം പറഞ്ഞതാണ്, നിങ്ങളെ കാര്യമല്ല. ഞാൻ എന്റെ കാര്യം പറയാലോ. ഒരു വെച്ചാൽ പോവില്ല, പോകുന്നുണ്ടെങ്കിൽ പോയി ഫസ്റ്റ് ട്രിപ്പിൽ ഊണ് കഴിച്ച് പോരും. അത്ര വലിയ ബന്ധമാണെങ്കിൽ ഭാര്യ മക്കളെയും കൂട്ടി പോകും. വലിയ ബന്ധമുണ്ട്, 2 ദിവസം മുന്നേ പോയിട്ട് പന്തലിട്ടതൊക്കെ അന്വേഷിക്കും. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഇപ്പോൾ 7 മാസം മുന്നേ ഒക്കെ പോകും. ഇത് 7 മാസം മുന്നേ ഭഗവാൻ തന്റെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടി പോയി എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് സ്നേഹം പാണ്ഡവരോടുണ്ട്. എന്താ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയാ, അതെന്താ വെച്ചാൽ ഈ പാണ്ഡവരുടെ അമ്മ കുന്തിദേവി, ആ അമ്മയൊന്ന് നാമജപം നിർത്തിച്ചയ്ക്ക് സുഖമായിരുന്നു, ഇവിടെ ഇരിക്കായിരുന്നു. ആ അമ്മ എപ്പോഴും കൃഷ്ണ 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 പറ. പിന്നെ ആ മക്കളെ നോക്കേണ്ട ബാധ്യത എനിക്കില്ലേ? കടം വീട്ടാൻ നടക്കുകയാണ്. കുന്തിദേവി ജപിച്ച നാമത്തിന് കടം വീട്ടാനാണ് ഭഗവാൻ അർജുന്റെ ഡ്രൈവറായിട്ട് പോണത്, അവിടെ ദൂത് പറയാൻ പോണത്, ഒത്തുതീർപ്പിന് പോണത്. ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുകയാണ് ആര്? ഭഗവാൻ. എന്തിനാത്? ആ അമ്മ ആ മുഖത്തുനിന്ന് ഇങ്ങനെ ഹരി 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 കൃഷ്ണ 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 വന്നാൽ എന്ത് ചെയ്യും? ആ അച്ചമ്പങ്ങളോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കായിരുന്നു എന്നാണ് ഭഗവാന്റെ ഭാഷ്യം. ഏതായാലും ചെന്നു, കേമായിട്ട് സ്വീകരിച്ചു. ധർമ്മപുത്രർ ഭഗവാനെ പൂജിക്കണം എന്ന് കരുതി താലവും കിണ്ടിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. മണിയൊക്കെ ഉണ്ട് കയ്യിൽ, കർപ്പൂരം പിടിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, കാല് കഴുകണമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ ഭഗവാനെ കണ്ട് ഭഗവാന്റെ ചിരി നോട്ടം അതിലങ്ങോട്ട് മയങ്ങി പൂജ കഴിക്കാൻ മറന്നു. ഇവിടെ ശ്രീശുവർ പറയും, നന്നായതാ പരീക്ഷത്തെ. പൂജ മുടങ്ങിയെന്ന് വിചാരിക്കണ്ട. പൂജ കഴിക്കണം എന്തിനാ? ഭഗവാനിൽ ഭക്തി ഉണ്ടാവാനാ. ഇദ്ദേഹം ഭക്തി കൊണ്ട് പൂജ മുടക്കി, നല്ല കാര്യം, അതാ വേണ്ടത്. എന്റെ പൂജ കഴിച്ചിട്ട് ഭക്തി ഉണ്ടാവില്ല, എന്താ കാര്യം? വിളക്കത്തിക്കാൻ മുടങ്ങണമെന്ന് നല്ലതാണോ? അല്ല. പക്ഷെ ഭക്തി കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ട് അന്ന് വിളക്കത്തിക്കാൻ മുടങ്ങിച്ചാൽ ഒരു കുഴപ്പമില്ല. അതാണ് സീരിയൽ കണ്ടിട്ടാ മുടങ്ങി വെച്ചാൽ കുഴപ്പമുണ്ട്. ടി വി കണ്ടങ്ങനെ ഇരിക്കുകയാണ്. സന്ധ്യ തന്നില്ല, 10 മണിയായോ രാത്രി? 5 സീരിയൽ കഴിഞ്ഞപ്പോഴേക്കും 10 മണിയായി. അത് മോശമാണ്. നേരെ കുറച്ച് ഭഗവാനിൽ ഭക്തിയോട് കൂടി നാമം ജപിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ തറന്നില്ല, വിളക്ക് കത്തിച്ച് ഒരു കുഴപ്പമില്ല. ഇവിടെ മുടങ്ങി ശരിക്കും പറയാൻ ചില, പക്ഷെ കുഴപ്പമില്ല, നന്നായി. അങ്ങനെ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഏകാന്തത്തിൽ വന്ന പാണ്ഡവര്
ധർമ്മപുത്രർ വന്ന് പറഞ്ഞു രാജസൂയം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഭഗവാൻ ചോദിച്ചു എന്താ ഏട്ടാ ഉദ്ദേശം? രാജസൂയം കഴിക്കേണ്ടത് മനസ്സിലായി, എന്താ അപ്പൊ അതിന്റെ പിന്നിലുള്ളത്? ഭഗവാൻ അതെപ്പോഴും നോക്കും, വസ്തുവല്ല നോക്കുക. ഇനിയിപ്പം സുധാമാവോട് പറയും ഞാൻ വസ്തു നോക്കാറില്ല, പിന്നെയോ പിന്നിലുള്ള ഭാവം മാത്രമേ ഞാൻ നോക്കുള്ളൂ. കാരണം വസ്തു എനിക്ക് ആവശ്യമില്ല. എന്താ കാരണം? ഭഗവാൻ എന്താ ഇല്ലാത്തത്? തരുന്ന ആളുടെ മനസ്സേ ഞാൻ നോക്കും. അയാൾ എന്തുദ്ദേശത്തിലാണ് തരുന്നത്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്നെ വേണിച്ചിട്ടാണോ? ധർമ്മപുത്രർ രാജസൂയം കഴിക്കണതിന്റെ ഉദ്ദേശം കൃഷ്ണ ഒന്നും വേണ്ട, നീ സന്തോഷിക്കണം എന്ന് പറയുന്നതാണ് ഭഗവാൻ. അതാ ഭഗവാൻ ഇഷ്ടം, അങ്ങനെ പറയാ വേണ്ടത്. പക്ഷെ ധർമ്മപുത്രർ പറഞ്ഞ അതല്ല, നിന്നെ ഞാൻ പൂജിക്കുന്നത് രാജസൂയം കഴിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ രാജസൂയം കഴിച്ച് എനിക്കുണ്ടാവുന്ന നേട്ടം ലോകര് കാണട്ടെ. ആര് കാണട്ടെ? നിന്നെ പൂജിക്കാത്ത കൗരവര് നശിക്കുന്നതും ലോകര് കാണട്ടെ. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോ തലയെ കൈവച്ചു. ഓ, അതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്നോടുള്ള ഭക്തി കൊണ്ടാണെന്ന് കരുതി. അല്ല, മറ്റുള്ളവർ കാണാനാണ് ഇപ്പം രാജസൂയം കഴിക്കുന്നത്. പല സൽക്രമങ്ങളും അങ്ങനെ ഉണ്ട്, വലിയ കേമായിട്ടൊക്കെ ഗംഭീരമായിട്ട് നടത്തും. ഉദ്ദേശം എന്താ? മറ്റുള്ളവർ കണ്ട് ഞെട്ടണം, മറ്റുള്ളവരെ കാണിക്കാൻ. ഈശ്വരനോടുള്ള സ്നേഹം എന്ന് വിചാരിക്കും നമ്മളാവില്ല, അത് അന്വേഷിച്ച് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് നോക്കിയാൽ അറിയില്ല. ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ നോക്കാനാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ലാഭമല്ല ഉണ്ടാവുക, നഷ്ടമാണെന്ന് കാണിക്കുകയാണ്. ഇവിടെ രാജസൂയം കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി? രാജസൂയം കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായി? മഹാഭാരത യുദ്ധം. പിന്നെ സമാധാനം എന്തെന്ന് ആരറിഞ്ഞില്ല, ധർമ്മപുത്രർ അറിഞ്ഞില്ല. ഇത്രയും നല്ലൊരു കർമ്മം കഴിഞ്ഞ പിന്നെ അതാണോ വേണ്ടത്? ലോകത്തുള്ളവരൊക്കെ പുകഴ്ത്തി രാജസൂയം ഏറ്റവും വലിയ യാഗം നടത്തി ആര്? കേമൻ, ധർമ്മപുത്രൻ എന്നൊക്കെ പറഞ്ഞ പുകഴ്ത്തി. പക്ഷെ ഉള്ളിൽ എന്തില്ല? തിരിഞ്ഞു മരണം കിടക്കുകയാണ്, തൃപ്തിയില്ല. എന്ന് പറഞ്ഞ അർത്ഥം കർമ്മം നന്നായാ പോരാ, എന്ത് നന്നാവണം? പിന്നിലുള്ള ഭാവന ശുദ്ധാവണം. ഇനി കർമ്മം മോശമായാലും സാരമില്ല, പിന്നിലുള്ള ഭാവം. അതാണ് മഹാഭാരത കഥയൊക്കെ. ധർമ്മവ്യാധന്റെ കഥ കാണാൻ, ഇറച്ചി വെട്ടുകാരന്റെ കഥ. കർമ്മ അത്ര നല്ല കർമ്മമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ ഭഗവാൻ പറയണത് ഒരു കുഴപ്പമില്ല. കാരണം അയാളുടെ ഭാവം എന്താ? തനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അച്ഛനുതായത് പണി, മുത്തച്ഛനും തന്നെയാണ് പണി. അങ്ങനെ വന്നു, താനത് ചെയ്യുന്നു. ഈശ്വര പൂജ. എന്താണ് ഈശ്വര പൂജ? സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ. ഭഗവാൻ പറയുന്നുണ്ട് അർജുന, സ്വധർമ്മം അനുഷ്ഠിക്കാതാ വേണ്ടത്. തനിക്ക് തൃപ്തിയുള്ള കർമ്മം എന്താ വെച്ചാൽ അത് ചെയ്യുക. അതിപ്പോ ഏത് നോക്കണ്ട, അത് ഈശ്വര പൂജയാക്കിയാൽ മതി. ഈശ്വര പൂജയായിട്ട് ചെയ്യണം. ഇത് ഈശ്വര പൂജ തന്നെ എങ്ങനെയാ ചെയ്തത്? അഹന്തയോട് കൂടിയാണ്. അതുകൊണ്ടാണ് സമാധാനം ഇല്ലാണ്ടിയത്. രാജസൂയത്തിന് ഒരുങ്ങി ഭഗവാൻ ശരി സഹായിക്കാന്ന് പറഞ്ഞു, പണക്കിഴി കൊടുത്തു. എന്റെ സംഭാവന എന്ന് പറഞ്ഞ ഭഗവാൻ ആദ്യം തന്നെ കൊടുത്തു. ഇനി ഒരുങ്ങണ്ടേ, ദിഗ്വിജയം നോക്കണ്ടേ? എല്ലാവരും സഹകരിക്കാൻ പറഞ്ഞോ? എല്ലാവരും പറഞ്ഞു ചോദിച്ച ജരാസന്ധം പറയണില്ല, കൂടില്ല എന്നാ പറയണത്. ഒപ്പം സഹകരിക്കില്ല എന്നാ പറയണത്. എന്നാ പുറപ്പെടുകയല്ലേ ജയിക്കാൻ. അങ്ങനെ ഭീമനും അർജുനനും കൃഷ്ണനും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു, ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന സമയത്ത് ബ്രാഹ്മണ വേഷം കെട്ടി. കാരണം ബ്രാഹ്മണ വേഷം കെട്ടിയാൽ ഈ ജരാസന്ധൻ ആള് ദുഷ്ടനാണെങ്കിലും ബ്രാഹ്മണനോട് വലിയ ഇഷ്ടമാണ്. ചിലർക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും, വലിയ ദുഷ്ടന്മാർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. മുഴുവൻ ദുഷ്ടത മാത്രമാവില്ല. ഇയാൾക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ബ്രാഹ്മണര് ചോദിച്ചാൽ എന്തും കൊടുക്കും. തല ചോദിച്ച് തല മുറിച്ചു കൊടുക്കും. ആര്? ദദാമി ആത്മശിരോ വിവാ. ബ്രാഹ്മണരെ നിങ്ങൾ ചോദിച്ചാൽ ഈ തല ഞാൻ മുറിച്ചു തരും. അതാണ് അയാളുടെ പ്രത്യേകത. അതുകൊണ്ട് ബ്രാഹ്മണ വേഷം കെട്ടി, വെള്ള മുണ്ട കൊടുത്തു, ഭസ്മക്കുരയൊക്കെ തൊട്ട്, കയ്യില് കമണ്ടലും കിണ്ടിയൊക്കെ കൈ പിടിച്ച് പോവുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടു ഭീമനെയൊക്കെ വേഷം കെട്ടിക്കാൻ. കാരണം എങ്ങനെ കെട്ടിയാലും ഭീമനെ കണ്ടാൽ മനസ്സിലാവുന്നത് ബ്രാഹ്മണനൊപ്പം കണ്ടാൽ മനസ്സിലാവാണ്ടിരിക്കുമോ? ക്ഷത്രിയനും ബ്രാഹ്മണനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ബ്രാഹ്മണർ പറയുമ്പോൾ ഇന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ കാലത്ത് ജിമ്മൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലാവില്ല. ഇപ്പൊ ബ്രാഹ്മണർക്ക് സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു പാക്ക് ഉണ്ടാവും, എല്ലാം കൂടി ഒന്നില് അത്രേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഭീമന്റെ ആ വലുപ്പം, സിക്സ് പാക്ക് ഒക്കെ കണ്ടാൽ അറിയാത്ത ക്ഷത്രിയനാ, കണ്ടാൽ മനസ്സിലാവും. അതും ഞെടിഞ്ഞുള്ള ആ ഒരു നിൽപ്പ്, കിണ്ടി കൊടുത്ത കിണ്ടിയുടെ വാല് പിടിച്ച് തോളിൽ വയ്ക്കും, ഗത പിടിച്ചാണ് ശീലേ. അങ്ങനെയൊന്നും ബ്രാഹ്മണർ നിൽക്കില്ല. അങ്ങനെ ഒരു വിധമൊക്കെ ശരിയാക്കി കൊണ്ടുപോയി അവിടെ അങ്ങനെ വരിച്ചു നിൽക്കുന്ന സമയത്ത് ആ ജരാസന്ധൻ പറയണതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു. അവരൊക്കെ ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കൂ, ബ്രാഹ്മണർ ചോദിച്ചാൽ എന്താ വേണ്ടത് വെച്ചാൽ ഒക്കെ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തി നല്ലോണം കണ്ട് നോക്കി ഭീമനെയും അർജുനനെയും കൃഷ്ണനെയും. ഭീമനെ നോക്കിയപ്പം മനസ്സിലായി ജരാസന്ധന് ഇത് ക്ഷത്രിയനാ. കാരണം എന്താ, ഏറെക്കുറെ തന്നെ പോലെ തന്നെ ഉണ്ട് ഇയാളെയും കാണാൻ. മനസ്സിലായില്ലേ? തന്റെ കൈ പോലെ തന്നെ ഉണ്ട് അയാളുടെ കൈ, ഗത പിടിച്ച കയ്യാ, കണ്ടാ അറിയാം. നല്ലോണം നോക്കിയപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഇനി വല്ലാണ്ട് നോക്കണ്ട. അങ്ങനെ മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങള് ബ്രാഹ്മണരല്ല, തൽക്കാലം ഇവിടെ നിന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പൊ വേഷം ധരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമല്ല, യുദ്ധമാണ്.
അതങ്ങോട്ട് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു ജരാസന്ധൻ. ഓ, യുദ്ധം വേണോ? ആരോടൊപ്പം യുദ്ധം ചെയ്യാ? നിങ്ങളോടൊക്കെ യുദ്ധം ചെയ്താൽ ഞാനല്ലേ ജയിക്കുള്ളൂ. നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഭീമനോട് ചെയ്യാം. കാരണം ഹൈറ്റും വെയിറ്റും ഒക്കെ ഏറെക്കുറെ എനിക്ക് എന്ന് പറഞ്ഞ് ഗത കൊടുത്തു. അവിടെ വെച്ച് ഗതായുദ്ധം ധർമ്മയുദ്ധമാണ്. യുദ്ധസമയത്ത് മാത്രമേ ശത്രുത ഉള്ളൂ. രാവിലെ തുടങ്ങും, ഉച്ചയ്ക്ക് നിർത്തും, കഴിഞ്ഞ് 2:30-ക്ക് തുടങ്ങും, വൈകുന്നേരം 4:15 5 മണിയാകുമ്പോൾ നിർത്തും, പിന്നെ രാവിലെ തുടങ്ങും. അതിനിടയ്ക്കൊക്കെ ഒരു പ്രശ്നമില്ല. ചായക്ക് നിർത്തി ഇഡ്ഡലി കൊടുക്കണത് ആരാ? ജരാസന്ധന വിളമ്പി കൊടുക്കുക. ആർക്ക്? ഭീമൻ. കഴിക്കൂ ഭീമ, ധാരാളം കഴിക്കൂ, അടി കൊള്ളേണ്ടതല്ലേ, കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കും. ഉച്ചയ്ക്ക് ഊണ് വിളമ്പി കൊടുക്കണത് ആരാ? അപ്പോൾ അതിഥിയായിട്ടാണ് കാണുന്നത്, തന്റെ വീട്ടിലേക്ക് വന്ന ആളല്ലേ, അങ്ങനെ കൊടുക്കണോ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 5:30 കഴിഞ്ഞാൽ ഒരുമിച്ചാണ് കുഴമ്പ് വെച്ച് കുളിക്കൊക്കെ ഒരുമിച്ചാണ്. അത് കഴിഞ്ഞ് രാവിലെ ആയാൽ വീണ്ടും യുദ്ധം. ഇത് കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞ് 27 ദിവസം ഈ യുദ്ധം ഉണ്ടായി. അതിലൊന്നും ഒരടി അങ്ങോട്ട് കൊടുക്കാൻ ആർക്ക് പറ്റിയില്ല. ഭീമന് മോഹമുണ്ട്, പറ്റിയില്ല. ഇങ്ങോട്ട് ഇങ്ങനെ വാങ്ങി വെക്കുക എന്നല്ലാണ്ട് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഭീമനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പാണ്ഡവരിൽ താൻ മാത്രം മതി കൗരവരെ മുഴുവൻ ഇല്ലാണ്ടിയാക്കാൻ. തനിക്ക് 10,000 ആനകളുടെ ശക്തിയാ. എത്രയാ? ഇപ്പൊ തീരുമാനമായി. തന്നെക്കാളൊക്കെ ശക്തിയുള്ള ആൾക്കാർ നാട്ടിലുണ്ട് എന്നുള്ളത് ഇപ്പൊ ആർക്ക് മനസ്സിലായി? ഭീമന് മനസ്സിലായി. ഭീമന് നഖം മുതൽ മുടി വരെ വേദനയാണ്. ഭീമന്റെ അടുത്തേക്ക് ആര് ചെന്നു? കൃഷ്ണൻ ചെന്നു ഒരു ദിവസം. എന്നിട്ട് ചോദിച്ചു, അല്ല ഭീമേട്ടാ, വല്ലവും നടക്കുമോ? അവിടുന്ന് പുറപ്പെട്ടു വരുമ്പോ ഇപ്പൊ ശരിയാക്കാന്നാ പറഞ്ഞത്. ഇപ്പൊ 27 ദിവസം കഴിഞ്ഞു. എന്താ സ്ഥിതി? ഭീമൻ പറഞ്ഞു, നാളെ രാവിലത്തെ 5:15 വണ്ടിക്ക് ഞാൻ ഷൊർണൂരേക്ക് പോകും. എനിക്ക് വന്ന് നോക്കാൻ വയ്യ. കാരണം ഏട്ടൻ്റെ ആവശ്യം കഴിച്ചാലും കുഴപ്പമില്ല, കഴിച്ചാലും കുഴപ്പമില്ല, തല്ല് കൊള്ളാൻ എനിക്ക് വയ്യ. നിങ്ങൾക്കാർക്കും കുഴപ്പമില്ല, കൊള്ളുന്നത് ഞാനാണ്. എവിടെയാ വേദന ചോദിച്ചാൽ എവിടെയാ വേദന എങ്ങനെയാ പറയാ കൃഷ്ണ? എവിടെ ഇല്ലാത്തത് വേദന? അത് കേട്ടപ്പോൾ ഭഗവാൻ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു ഭീമന്. അതോടുകൂടി വേദനയൊക്കെ പോയി. പിറ്റേന്നുണ്ടായ ഒരു യുദ്ധം. ജരാസന്ധന് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അടിച്ചങ്ങോട്ട് വീഴ്ത്തും ജരാസന്ധനെ ഭീമൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആര് പൊന്തി വരും? മരിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ 10 മിനിറ്റ് ഇയാൾ വീണ്ടും ഏറ്റു വരും, വീണ്ടും യുദ്ധം. ഇങ്ങനെ പല തവണ ജയിച്ചു എന്ന് വിചാരിക്കും ഭീമൻ. ജരാസന്ധൻ വീണ്ടും ഏറ്റു വന്നു. അവസാനം കുടുങ്ങി, നിവൃത്തില്ല. കൃഷ്ണനെ നോക്കി എന്താ വഴി ചോദിച്ചപ്പോൾ ഭഗവാൻ അവിടെ കയ്യിൽ എന്നിട്ട് ചെറിയൊരു വിറകിന്റെ കഷ്ണം ഉണ്ടായി, ഒരു കൊള്ളി, അതങ്ങോട്ട് ചീന്തി തിരിച്ചങ്ങോട്ട് ഇട്ടു. അത് കണ്ടപ്പം ആർക്ക് മനസ്സിലായി? ഭീമൻ മനസ്സിലായി, പോവാ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ജരാസന്ധനെ അങ്ങോട്ട് ചീന്തി തിരിച്ചങ്ങോട്ട് ഇട്ടപ്പോൾ രക്ഷപ്പെട്ടു. ഇത് 27 ദിവസം മുന്നേ. ആദ്യത്തെ ദിവസം തന്നെ ഭഗവാന്റെ നേരെ നോക്കിയിരുന്നെങ്കിൽ ഇത്ര തല്ല് കൊള്ളാണ്ട കഴിയുന്നു. ഭഗവാൻ ആദ്യത്തെ ദിവസം തന്നെ വിറകിന്റെ കഷ്ണം കൈ പിടിച്ച് നിൽക്കുക. എങ്ങോട്ട് നോക്കണോ? അതോ ഭീമ ആര് നോക്കണോ? തന്റെ കേമത്തം മതി. എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധി ഇല്ല, എനിക്ക് ശക്തി ഇല്ലേ, എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലേ, എനിക്ക് ചെറുപ്പല്ലേ, എന്റെ കൂടെ ആളുകളില്ലേ. അവസാനം ഒന്നുമില്ല പറഞ്ഞ് അടുത്തേക്ക് നോക്കിയതാ. അതാദ്യം ഭഗവാൻ തയ്യാറാ. ഭഗവാൻ കാരുണ്യത്തോടു കൂടി നിൽക്കുകയാണ്. പക്ഷെ നോക്കണ്ടേന്ന് അഹങ്കാരം കൊണ്ട് നോക്കാണ്ടിരുന്നാൽ എങ്ങനെ രക്ഷപ്പെടും? കുറച്ച് കിട്ടിയപ്പോൾ നേരെയായി. കുറച്ചൊക്കെ കിട്ടിയ സമയത്ത് ഭഗവാനെ ആശ്രയിച്ചു, നേരെയായി. അങ്ങനെ ജരാസന്ധനെ വധിക്കാൻ സാധിച്ചു. ജരാസന്ധനെ ജയിച്ചു. ജരാസന്ധന്റെ കൊട്ടാരത്തിലുള്ള ആ രാജാക്കന്മാർ കുറെ ഉണ്ടല്ലോ, അവരൊക്കെ ഭഗവാൻ മോചിപ്പിച്ചു. അവർ ഭഗവാന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ജരാസന്ധൻ ആള് ദുഷ്ടനാണെങ്കിലും ചെയ്തത് നന്നായി. ഇങ്ങനെ ഞങ്ങളവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായി ചോദിച്ചു. ഞങ്ങളുടെ അഹങ്കാരം തീർന്നു മാത്രമല്ല, അങ്ങയെ കാണാനും പറ്റി. ഇല്ലെങ്കിൽ രാജാവാണ് ഞങ്ങൾ എന്നും കരുതി അഭിമാനിച്ച് കുറെ വിഷയങ്ങളുടെ പിന്നാലെ പോയി അതന്നെയാ ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ച് നശിക്കുകയായിരുന്നു. ഇപ്പൊ ഇവിടെ കൊണ്ടുപോകുന്നത് പറ്റി? ഇത്രയൊക്കെയുള്ള പ്രപഞ്ചം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വിനയം ഉണ്ടായി, അഹന്ത പോയി, അവസാനം അങ്ങയെ കണ്ടു. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയുള്ളത് എന്നും ഈ വിചാരം. ആരെ നമിച്ചാലാണോ ആ വിഷമങ്ങളൊക്കെ തീരുന്നത്, ആ ഭഗവാനെ എപ്പോഴും ആശ്രയിക്കാൻ തരാവണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ. പരമാത്മാവാണ് അങ്ങ്, ഹരിയാണ് അങ്ങ്. ഹരി എന്ന് പറഞ്ഞാൽ ഹരിർ ഹരതി പാപാനി, പാപം മുഴുവൻ ഇല്ലാണ്ടിയാക്കണാണ്. അങ്ങനെ ഞങ്ങൾ നമിക്കുകയാണ്. പ്രണത ക്ലേശനാശായ, നമസ്കരിക്കുന്നവരുടെ ക്ലേശങ്ങൾ മുഴുവൻ ഇല്ലാണ്ടിയാക്കുന്ന അല്ലയോ ഭഗവാനെ. ഗോവിന്ദായ നമോ നമഃ എന്ന പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമാണ്. പലർക്കും ഈ മന്ത്രം അറിയാം, പക്ഷെ ഇത് ഇവിടെ ഉള്ളതാണെന്ന് അറിയില്ല. ഇത് ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച സമയത്ത് ജരാസന്ധന്റെ കൊട്ടാരത്തിലുള്ള ആ രാജാക്കന്മാരെ സ്തുതിച്ചതാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അവർ തിരിച്ചുപോയി. അങ്ങനെ ജരാസന്ധനെ ജയിച്ചിട്ടുള്ള വരവാ. ഭീമൻ മുന്നില്, അതിന്റെ പിന്നില് അർജുനൻ, ഏറ്റവും പിന്നില് കൃഷ്ണൻ. കൃഷ്ണൻ വിളിച്ചു പറയാ, യുധിഷ്ഠിരേട്ടാ, ഭീമേട്ടന്റെ ഒരു യുദ്ധം കാണേണ്ടതായിരുന്നു, ജരാസന്ധനെയൊക്കെ അങ്ങോട്ട് മലത്തി അടിക്കണതേ എന്നങ്ങനെ ഭീമനെ പുകഴ്ത്തുന്ന സമയത്ത് ധർമ്മപുത്രൻ ഇറങ്ങി വരിക. ഉള്ളിലെന്താ ധർമ്മപുത്രൻ പറയണത്? കൃഷ്ണ, നിന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ പറയും. അല്ലാതെ ഇപ്പൊ ഭീമൻ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും സാധിക്കില്ല എന്നുള്ളത്
എനിക്കും അറിയാം. ആനന്ദാശ്രുകണാൻ മുഞ്ചൻ പ്രേംണാമോവാച കിഞ്ചന നിശമ്യ ധർമ്മരാജസ്തത് കേശവേന അനുകമ്പിതം. ഭഗവാനെ, ഇതൊക്കെ അങ്ങയുടെ അനുകമ്പയാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയട്ടോ എന്ന് ഉള്ളിൽ പറഞ്ഞു. പുറമേക്കോ ആനന്ദാശ്രുകലാം മുഞ്ചൻ, ഭഗവാൻ തന്നോട് കാണിക്കുന്ന കാരുണ്യം ഓർത്ത് ആനന്ദ കണ്ണീര് വന്നു. അത്രമാത്രം. പ്രേംണ, ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് നോവാച കിഞ്ചന, എന്ത് പറഞ്ഞാലും അബദ്ധാവും അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അതെ കൃഷ്ണ, ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ എന്ന് സമ്മതിച്ചു കൊടുത്തു. രാജസൂയത്തിന് ഒരുങ്ങി ഇത് കേമാവണം. ഭഗവാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു. അങ്ങ് വേണം ഇതൊക്കെ വേണ്ടതുപോലെ നടത്താൻ. ശരി, ഭഗവാനെ ഏൽപ്പിച്ചാൽ പിന്നൊക്കെ വേണ്ടതുപോലെ നടന്നോളൂ. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഭക്ഷണത്തിന്റെ കാര്യം പാര ഭീമാഹാ, ഭീമൻ കൈവന്നിച്ചു, ഞാനായിക്കോളാം, കാരണം നല്ലോണം കഴിക്കണം എന്ന് മോഹമുണ്ട്. അപ്പൊ താൻ തന്നെ ഏറ്റെടുത്ത നല്ലോണം പോലെ ഉണ്ടാക്കാം, നല്ലോണം പോലെ കൊടുക്കാം, കഴിക്കാം. ഭീമോ മഹാനസാധ്യക്ഷ. അപ്പം ഭക്ഷണത്തിന്റെ കാര്യം നേരി. ഇനി ആരാ? ഇനി അടുത്ത കാര്യം, ആളുകൾ വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കണ്ടേ? ക്ഷണിച്ചിട്ട് കാര്യമില്ല, വരുമ്പം ലോക്യം പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. ക്ഷേമമായിട്ട് ക്ഷണിക്കും, അടുത്തെത്തിയാൽ മിണ്ടില്ലെങ്കിലോ കണ്ടുരുട്ടി നിൽക്കുക, അങ്ങനെ പറ്റും. വീട്ടിൽ വന്ന് ക്ഷണിക്കുമ്പോൾ എന്തായിരുന്നു ഭാവം? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കണില്ല, അങ്ങനെയൊക്കെയായ വിഷമാണ്. അപ്പം പരിപാടിയൊക്കെ നടത്തുമ്പം ക്ഷണിച്ചാൽ അവരെ സ്വീകരിക്കണം. വരുമ്പം നല്ല മനസ്സോടെ പുഞ്ചിരിച്ചും കൊണ്ട് സ്വീകരിച്ചിരുത്തണം. അപ്പൊ ചിരിച്ച മുകളിൽ ആരെങ്കിലും കൊണ്ട് നിർത്തുക. നമുക്കില്ലെങ്കിൽ, നമുക്ക് ചിരിക്കാറില്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് കൊണ്ട് നിർത്തുക ഒരാളെ. അത് വേണ്ടേ? ഇവിടെ അത് വേണ്ട ആൾ തന്നെയാണ്. ആരാത്? അർജുനൻ. ഭഗവാൻ പറഞ്ഞ അർജുനൻ ആയിക്കോട്ടെ, അയാൾക്ക് ചിരിച്ച മുഖ. ഭീമനാണെങ്കിലോ അതാ വ്യത്യാസം. ഒന്നങ്ങോട്ടും അങ്ങോട്ടും മാറിയത് പ്രശ്നമാവും. റിസപ്ഷന്റെ സ്ഥാനത്ത് ഭീമനാണെങ്കിൽ എന്തുണ്ടാവും? ഭീമനാ അങ്ങനെ ആ കമാനത്തിനടുത്ത് ഇങ്ങനെ വന്ന് കയ്യിൽ ഗതി പിടിച്ചും ഇങ്ങനെ വന്ന് ആരാ വരിക? ആരും ഊണഴിക്കാണ്ട പോകും, വേണ്ട പോവുക പറഞ്ഞിട്ട് പോകും. പക്ഷെ അവിടെ അർജുനെ നിർത്തി. അർജുനൻ വന്ന് കാറിന്റെ ഡോറൊക്കെ തുറന്നു വരും, കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് നാരങ്ങ വെള്ളം അവിടെ ഉണ്ട് കുടിച്ചോളും, പുറത്ത് വടണ്ട് ചട്ടണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കഴിവാർക്കുണ്ട്? അർജുനുണ്ട്. ഭക്ഷണം വിളമ്പാൻ ആരാ? ദ്രുപദജ പാഞ്ചാലി. കാരണം അവക്ക് നല്ല മനസ്സോടുകൂടി കൊടുക്കാനുള്ള കഴിവുണ്ട്. നല്ല മനസ്സോടുകൂടി വിളമ്പണം. വിളമ്പൽ എന്ന് പറഞ്ഞാൽ അതൊരു കലയാ. 64 കലകൾ ഒരു കലയാണെന്ത്? പരിവേഷണം. വേണോ ചോദിക്കാണ്ട് കൊടുക്കണം എന്നാണ്. എന്താണ്? വേണോ ചോദിക്കരുത്. ബഹളം വെക്കാണ്ട് വേണം ഭക്ഷണം. ചില നിക്കലൊക്കെ ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ പ്രശ്നമില്ല. ചില നിക്കലെന്താ വെച്ചാൽ നമ്മൾ മഹാഭാരത യുദ്ധം വിചാരിക്കും, അന്നദാന. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക, അവിടെ എടുക്കണോ കുടിക്കണോ എന്ന് പറഞ്ഞാൽ ആകെ ബഹളം, എന്തൊക്കെയോ ഒന്നുമില്ല, 10 ആളുകൾ കഴിക്കാം, എന്നാലും ഒരു ശബ്ദം ഉണ്ടാവരുത്, വളരെ ശാന്തമായിട്ട്. അങ്ങനെ വേണ്ടത്. അത് സ്നേഹത്തോടെ കൊടുക്കുന്ന ആള് അത് കഴിക്കുന്ന ആള് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് വിളമ്പുന്ന ആൾക്കും മനസ്സ് നിറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാ വേണ്ടത്. അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ദ്രുപദജ, അത് ദ്രൗപദിക്കുണ്ട്. അമ്മ കൊടുക്കുന്ന പോലെ കൊടുക്കണം എന്നാണ്. അമ്മ മകന് കൊടുക്കുമ്പം എന്താ ഭാവം? സ്നേഹത്തോടു കൂടിയാണ്. ഹോട്ടലിൽ നിന്ന് കൊടുക്കുമ്പോഴോ സ്നേഹത്തോടെയാ? അല്ല, അതാ വ്യത്യാസം. അമ്മ കൊടുക്കുമ്പോൾ ഭോജനം മാതൃഹസ്തേന, അമ്മ തരണം ഭക്ഷണം. ഭാര്യ തന്നാലും പോരാ. ഭാര്യ ആകുമ്പോ അങ്ങനെയൊന്നും അത്ര അമ്മയുടെ അത്ര വരുമോ? അത്ര വരില്ല. അമ്മ താൻ കഴിച്ചില്ലെങ്കിലും കൊടുക്കും, തനിക്ക് കിട്ടി എടുത്തു വെക്കും മകന് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ഒരു ഭാവം അമ്മയ്ക്ക് ഉണ്ടാവും. പണ്ടൊരാൾ ഇങ്ങനെ അമ്മ വിളമ്പുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ പിന്നെയും വിളമ്പൊരു 3 ചട്ടുകൾ. അപ്പൊ അത് കണക്കാക്കിയിട്ട് വേണം മതി പറയാൻ. അപ്പൊ ഇയാളിങ്ങനെ വിളമ്പാൻ പുറപ്പെട്ടപ്പം മതി എന്ന് പറഞ്ഞു. അമ്മയെ കരുതി പറഞ്ഞതാ. ആരാ വിളമ്പിയത്? ഭാര്യയാണ്. ഭാര്യ വിചാരിച്ചു എന്നാ പിന്നെ രാത്രിക്ക് വേറെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും ചെയ്തു. അപ്പൊ അയാളെ നോക്കി, നീയായിരുന്നു, ഞാൻ അമ്മയെ കരുതി പറഞ്ഞത്, അത് പോരട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും വിളമ്പി എന്നാണ് കഥ. എന്ന് പറഞ്ഞ അർത്ഥം വ്യത്യാസതാണ്. അപ്പൊ അതുപോലെ വിളമ്പാനുള്ള ശേഷി ആർക്കുണ്ട്? ദ്രൗപദിക്കുണ്ട്. അപ്പൊ ദ്രൗപദിയാണ് അത് ഏറ്റെടുത്തത്. കൃഷ്ണൻ ചോദിച്ചു, എന്റെ പണി എന്താ ചോദിച്ചു. നിനക്ക് എന്ത് പണിയാ കൃഷ്ണ? നിന്റെ കാല് കഴുകാനല്ലേ ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യണത് എന്നാണ് ഉദ്ദേശിച്ചത് എങ്കിൽ കൃഷ്ണൻ പറഞ്ഞു, കാല് കഴുകല, ഞാൻ ഏറ്റു. അതല്ല പറഞ്ഞത്. ഭഗവാനാണ് അവിടെ വരുന്നവരുടെയൊക്കെ കാല് നോക്കണേ. അതൊരു താഴ്ന്ന ജോലിയാണെന്നോ അതിലൊരു കുറവോ ആർക്ക് തോന്നിയില്ല. എച്ചിലെടുത്തത് ആരാ? അതിനാളെ ഏൽപ്പിച്ചില്ല. എച്ചിലെടുത്തത് ഭഗവാനാ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. രാജാവായിട്ടിരുന്ന് ഇരിക്കണോ? ഇരിക്കാം. ഏറ്റവും താഴ്ന്നത് നമ്മൾ പറഞ്ഞ പണി ചെയ്യണോ? ചെയ്യാം. അങ്ങനെ വ്യത്യാസം ആർക്കില്ല, ഭഗവാനില്ല. അവിടെ വരുന്നവരുടെയൊക്കെ കാല് കഴുകിച്ചു ഭഗവാൻ. ആ ഭഗവാന്റെ കാലാണ് പിന്നെ ആ സദസ്സിൽ വെച്ച് കഴുകിയത്. എന്താ കാണിക്കുന്നത്? നമ്മൾ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് നമുക്ക് നാഗവും നരകവും, സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത്. ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ് അത് ശുദ്ധാക്കും.
അത്രയേ വേണ്ടു. അങ്ങനെ ആയാൽ സ്വസ്ഥമായിട്ട് ലോകത്തിരിക്കുക ഭഗവാനെ പോലെ. ഏതായാലും അങ്ങനെ രാജസൂയം ഒരുങ്ങി കാര്യങ്ങളൊക്കെ ഭംഗിയിൽ അങ്ങനെ നടക്കണു. അവിടെ അഗ്നിപൂജ, ശ്രേഷ്ഠനായിട്ടുള്ള ആളെ പൂജിക്കണം. ആരെ പൂജിക്കണം? ആർക്കും സംശയമില്ല. ആർക്കും സംശയം? ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ ആരെ പൂജിക്കേണ്ടത്? ഭഗവാനെ പൂജിക്കണം. എന്നാലും പൂജയുടെ കാര്യമൊക്കെ സഹദേവനെ ഏൽപ്പിച്ചത്. അയാളോട് ചോദിച്ചു, ആരെ പൂജിക്കണം സഹദേവ? അദ്ദേഹം പറഞ്ഞു, അർഹദിഹ്യച്യുത ശ്രൈഷ്ഠ്യം, അച്യുതനെ പൂജിക്കണം. എന്നാ എന്താ ഗുണം? ചുതിയില്ലാത്ത ആളാണല്ലോ, വീഴ്ചയില്ലാത്ത ആളാ. എല്ലാവരിലും ഉണ്ട് ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് ഈശ്വരനെ പൂജിച്ചാൽ എല്ലാവരും പൂജിച്ച ഫലാവും. എന്താണ്? നമ്മളെയൊക്കെ പൂജിച്ച നമ്മളെ പൂജിച്ച ഫലേ കിട്ടുള്ളൂ, എല്ലാവരും പൂജിച്ച ഫലം കിട്ടില്ല. പക്ഷെ ഭഗവാനെ പൂജിച്ചാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഭഗവാൻ. വേരിൽ നനയ്ക്കണം. എന്നാ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും കിട്ടും. മരത്തിനും കായയ്ക്കും കൊമ്പിനും ഒക്കെ കിട്ടും, ഇലയ്ക്കും കിട്ടും. ഇലയ്ക്ക് മാത്രം നനച്ചാലോ? കൊമ്പിന് മാത്രം നനച്ചാൽ, കായയ്ക്ക് മാത്രം നനച്ചിട്ട് കാര്യമില്ല. വേരിന് നനയ്ക്കണം. വേരാണ് ഭഗവാൻ. മൂലം ഹി വിഷ്ണുഹു. നമ്മുടെയൊക്കെ നാരായ വേര് അതാരാണ്? അത് നാരായണ ഭഗവാനാണ്. അതങ്ങോട്ട് കേട്ടത് ധർമ്മപുത്രർക്ക് കണ്ണങ്ങോട്ട് നടന്നു. സംശയമില്ല, തന്റെ സഹോദരൻ പറഞ്ഞത് ശരിയാ, അതിനെ വേണ്ടത്. ഇറങ്ങി ചെന്നു, കൃഷ്ണന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു, സിംഹാസനത്തിലിരുത്തി. അങ്ങനെ ഭഗവാന്റെ പാദം ആദ്യം പാഞ്ചാലി തന്റെ കണ്ണീര് കൊണ്ട് അങ്ങോട്ട് കഴുകി. വെറും ഈ പാണ്ഡവരുടെ പത്നി എന്നുള്ള പേരിൽ തന്നോട് കാണിക്കുന്ന ആ ഭഗവാന്റെ ആ കാരുണ്യം ഓർത്ത് അവള് കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു. പാണ്ഡവര് അഭിഷേകം ചെയ്തു. ആ അഭിഷേക ജലം ശിരസിൽ തളിച്ചു. അവിടെ കൂടിയിരുന്ന ഭക്തന്മാരൊക്കെ നാമം ജപിക്കുന്നു, അവിടെയൊക്കെ ശിരസിൽ തളിക്കുന്നു. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ അവിടെ ഉണ്ട്, ശിശുപാലൻ. അയാൾ അങ്ങോട്ട് എണീറ്റ് നിന്ന് കുറെ ചീത്തയും പറഞ്ഞു. ഇയാളെ പൂജിക്കാൻ കണ്ടത് നല്ല കഥ തന്നെ. ഞാൻ പടല്ലേ യോഗ്യനായിട്ടുള്ള ആള്, എന്നിട്ട് എന്നെ പൂജിക്കാതെ കൃഷ്ണനെ പൂജിക്കുന്നത് എന്ത് കേമത്തായ ആൾക്കുള്ളത്, എന്ത് ഗുണമുള്ളത്? ഒരു ഗുണമില്ലാത്തവനല്ലേ ഈ കൃഷ്ണൻ. ഈ കൃഷ്ണനെ പൂജിക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ അങ്ങോട്ട് പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ പറഞ്ഞതൊക്കെ മോശമെന്നല്ല. അദ്ദേഹം ഉള്ളുകൊണ്ട് സ്തുതിക്കേണ്ടായത്. എന്താ പറഞ്ഞത്? ഒരു ഗുണമില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ നിർഗുണൻ. എന്താണ്? പരബ്രഹ്മം അങ്ങനെയാ. സത്വരതമോ ഗുണങ്ങളില്ല. ഇല്ല പറഞ്ഞാൽ അതിനെ അതിക്രമിച്ചവനാണ്, അതിന്റെയും മുകളിലാണ്. എല്ലാ ഗുണങ്ങളും ഈ ഭഗവാന്റെയാണ്. പിന്നെന്താ പറഞ്ഞത്? ഈ ഭഗവാനെ പൂജിക്കാൻ പാടില്ല, പൂജിക്കാൻ പാടില്ല. പിന്നെന്താ വേണ്ടത്? പ്രാപിക്കുക വേണ്ടത്. ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ ചീത്തങ്ങോട്ട് വിളിച്ചു. ഭഗവാൻ തന്നെ ചക്രം കണ്ട് കൊടുത്തു, പുഞ്ചിരിച്ചും കൊണ്ട് കഴുത്തങ്ങോട്ട് മുറിഞ്ഞു. അതിൽ നിന്നൊരു ചൈതന്യം വന്ന് ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ശിശുപാലന് മോക്ഷം. ജയവിജയന്മാരിൽ ഒരാളാണ്. ഭഗവാനിൽ എത്താനും വേണ്ടിയിട്ടാണ് അയാൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾക്ക് അറിയാം എന്ത് 100 കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ വധിക്കുന്നു. താൻ 50 ആവുമ്പോഴേക്കും തന്റെ കൂടെയുള്ള ആള് പറയുന്നുണ്ട്, മതിട്ട് 50 ആയിയേ. 90 പറഞ്ഞു, 90 അദ്ദേഹം തട്ടി മാറ്റിയ. എനിക്കറിയണോ, ഇനി എനിക്ക് ഇവിടെ ജീവിക്കണ്ട, ഭഗവാനെ സമർപ്പിക്കുക. ഇതാണ് ഭാവം. ഇതൊന്നും അറിയാത്ത നമുക്ക് തോന്നുന്നതൊക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ ശിശുപാലന് മോക്ഷം കൊടുത്തു. പിന്നീട് ദണ്ഡഭക്തന് മോക്ഷം കൊടുക്കുന്ന കഥ. പിന്നീട് രാജസൂയം കഴിഞ്ഞ് പിന്നൊരു മീറ്റിംഗ് ഉണ്ടായി. അത് മയൻ നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. അവിടെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മയനൊരു മാജിക്കാരൻ. അപ്പൊ അയാളുടെ ഒരു സമ്പ്രദായത്തിലൊക്കെയാണ് ഉണ്ടാക്കുക. ഇന്നിപ്പോ അങ്ങനെയൊക്കെ കാണാം. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണാം. വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ട് തോന്നും, ഉള്ളിടത്ത് ഇല്ല തോന്നും. അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും. അങ്ങനെയുള്ള ഒരു കൊട്ടാരം. അവിടെ ദുര്യോധനെ ക്ഷണിച്ചു. അദ്ദേഹം ചെന്നു. തീരെ ഇഷ്ടമല്ല. ഇപ്പം താൻ പോയില്ലെങ്കിൽ രാജസൂയം കഴിഞ്ഞിട്ടുള്ള പാണ്ഡവരോടുള്ള അസൂയ കൊണ്ടാവില്ലായിരിക്കും. വേണ്ട, പോയേക്കാം എന്നൊക്കെ കരുതി അദ്ദേഹം വന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നടുക്കന്നെ വെള്ളം, വേറെ വഴിയൊന്നും ഇല്ല. അതിലൂടെ ഇറങ്ങണം. ആ വെള്ളത്തിൽ കൂടെ എങ്ങനെ പോകണ്ടേ? മെല്ലെ അടുത്തേക്ക് ചെന്നപ്പോൾ ആഴം കൂടുതലുണ്ടോ സംശയം. മുണ്ടൊക്കെ ലേശം പൊന്തിച്ചു. കാരണം ഈ നനയണ്ട, ഡ്രൈ ക്ലീൻ ആണ്, വെള്ളമായ വയ്യ. ലേശം പൊന്തിച്ചു. അങ്ങനെ കുറച്ചുകൂടി നല്ല ആഴുണ്ടോ സംശയം. ഒന്നുകൂടി അങ്ങോട്ട് പൊന്തിച്ചു. പിന്നെ മുണ്ട് എന്തിനാന്നായി. അവിടെ ഉള്ളവരൊക്കെ ഉറക്കി ഇങ്ങനെ ചിരിച്ചു. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. പിന്നെ മനസ്സിലായത് അവിടെ വെള്ളമില്ല. ആ ചിരിച്ചവരൊക്കെ നോക്കിയിട്ട് നല്ലോണം ഒന്ന് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. പാണ്ഡവർക്ക് വെച്ചിട്ടുണ്ട്. ഒരു അതിഥി വരുമ്പോൾ ചിരിക്കുക വേണ്ടത്. ധർമ്മപുത്രർ പറയുന്നുണ്ട്, ചിരിക്കരുത്, അതിഥിയായിട്ട് വരികയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുകയാണോ? അദ്ദേഹം നല്ലോണം നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരും ചെയ്തു. അതാണ് പിന്നെ മഹാഭാരത യുദ്ധം. വിത്തുതായിരുന്നു. നല്ലൊരു കർമ്മം നടന്നു, രാജസൂയം. എന്നിട്ട് ഇപ്പം ഉണ്ടായി അവസാനം സമാധാനം ഉണ്ടായോ? ഏറ്റവും വലിയ യാഗമാണ് രാജസൂയം. ഇതിൽ വലിയ യാഗമില്ല. ക്രതു രാജാവാണ്, യാഗങ്ങളുടെ കൂടുതൽ രാജാവാ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചതാണ്. ഇനി ഏറ്റവും വലിയ കേമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞ കർമ്മം ചെയ്താലും ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ സജ്ജനങ്ങളെ ഉറക്കണ്ടാവില്ല. പുറമെ ആളുകൾ സ്തുതിക്കും, ആള് കേമനാണ് എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിൽ എന്തുണ്ടാവില്ല? തൃപ്തി ഉണ്ടാവില്ല. തിരിഞ്ഞും മറന്നും കിടക്കേണ്ടി വരും. ഇതാണ് ഇപ്പൊ ധർമ്മപുത്രന്റെ കഥ. പിന്നെ എങ്ങനെ വേണം? നല്ലൊരു ഭക്തനെ കാണിച്ചില്ല, ഒരു കുറവില്ലാത്തൊരു ഭക്തൻ. അതാണ് സുധാമാവ്. അയാളുടെ കഥ വർണ്ണിക്കുകയാണ്. ബലരാമേട്ടന്റെ വിക്രമങ്ങളെ പറ്റി പറഞ്ഞു, മറ്റ് പല കഥകളും പറഞ്ഞു. പരീക്ഷത്ത് പറഞ്ഞു, മതി, എനിക്ക് ആ ജാതി കഥയൊന്നും കേൾക്കണ്ട, ആയുധമൊന്നും ഇല്ലാതെ അനുഗ്രഹിച്ച കഥ മതി. ഇനി സാത്വികമായിട്ടുള്ള കഥ. കാരണം നാളെ ഉച്ചവരെയുള്ളൂ ആയുസേ.
അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കുറെ രജോ ഗുണപ്രധാനമായിട്ടുള്ള കഥകൾ കേൾക്കണ്ട. സാത്വികമായിട്ടുള്ള കഥ മനസ്സിനെ ശാന്തമാക്കാനല്ലേ നിൽക്കുന്നത്. കഥയൊക്കെ കേൾക്കണത് അതിനല്ലേ. അതുകൊണ്ട് ഭഗവാൻ ആയുധമൊന്നും എടുക്കാണ്ട് അനുഗ്രഹിച്ച കഥ ഉണ്ടോ ചോദിച്ചപ്പോഴാണ് ശരിയാ, ഈ കഥ പറഞ്ഞില്ലെങ്കിൽ പരീക്ഷത്തിന് വലിയ നഷ്ടമാവും. അങ്ങനെ സമാധിയിലിരുന്നു. സുധാമാവിന്റെ കഥ, ഭഗവാന്റെ കൂട്ടുകാരന്റെ കഥ, ഭക്തന്റെ കഥ പറയാൻ പോവുകയാണ്. അത് 2 അധ്യായം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം കേൾക്കാം. ഇനി ആരെങ്കിലും അവളിക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേദിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചാശീതമോऽധ്യായ. ശ്രീബാദരാണിരുവാച. അഭേകനാത്മജോ പ്രാപ്തോ കൃതവാനാഭിവന്ദനോ വസുദേവോऽഭിനന്ദ്യः പ്രീത്യാ സംഘർഷണാച്യുതോ മുനീനാം സാവച ശ്രുത്വാ പുത്ര്യോർത്ഥാമസൂചകം തദ്ദേര്യർജാതി വിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷത. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതനാചാര്യേവാമസേൽ സാക്ഷാൽ പ്രധാന പുരുഷോ പരോ യത്ര യനയതോ യസ്യ യസ്മൈ യദ്യന്യഥായത് സ്യാദിദം ഭഗവാൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വര. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമതോക്ഷജ ആത്മനാനുപ്രവിശ്യ ആത്മൻ പ്രാണോ ജീവോ വിവർഷജ പ്രാണാദീനം വിശ്വസർജാം ശക്തിയോ യ പരസ്യതാ പാരതന്ത്രദ്വൈസാദൃശ്യാദ്വയോ ചേഷ്ടൈവ ചേഷ്ടത കാന്തിസ്തേജ പ്രഭാസത്താചന്ദ്രാജ്ഞർക്കർഷ വിദ്യുതാം യല്ലസ്ഥൈര്യം ഭൂപ്രദം ഭൂമേര പ്രത്യർഗന്ധോർത്ഥതോ ഭവാൻ തർപ്പണം പ്രാണനമപം ദേവത്വം ദാസ്യതന്ത്രസം ഓജസ്സോമനം ജ്യേഷ്ഠാവിതിർവായോസ്തവേശ്വര ദിശാന്തമവകാശോസി ദിശഖം സ്ഫോടാശ്രയാ നാദോ വർണ്ണസ്തമോങ്കാര ആകൃതീനാമൃതകൃതി ഇന്ദ്രിയന്തിന്ദ്രിയാണാം ത്വം ദേവാശ്ചാത്തനുഗ്രഹ അപബോധോപവാൻ ബുദ്ധ്യർജീവസ്യാനുസ്മൃതേ സതി ഭൂതാനാമസി ഭൂതാതിരിന്ദ്രിയാണാം ച തൈജസാ വൈകാരികോ വികൽപ്പാനം പ്രധാനമനിശായിനാം അശ്വരേഷികഭാവേഷു തദസേപിത്വമനുശരം യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം സത്വം രജസ്തമിതി ഗുണാസ്തല്യമൃതേസ്യാഹ ത്വയന്ത ബ്രഹ്മണിപരേ കൽപ്പിതാ യോഗമായയാ തസ്മാന്ന സന്തി മേ ഭാവാ യർഹി ത്വയ് വികൽപ്പിതാഃ ത്വം ചാപേഷു വികാരേഷു ഗണ്യതാ വ്യാവഹാരിക ഗണപ്രവാഹേ തസ്മിന്നബുധാസ്ത്വഖിലാത്മന ഗതിം സൂക്ഷ്മാമബോധേന സംസരൻ ദേഹകർമ്മഭി യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിവ ദുർലഭം സ്വാർത്ഥേ പ്രമത്യസ്യ വായോ ഗതം തന്മായേശ്വര അസാവഹം മമൈവേദേ ദേഹേ ചാസ്യാനിയാദിഷു സ്നേഹവാചിർനിബധ്നാതി ഭവാൻ സർവമിദം ജഗൽ ഇവാം നന സുതോ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരോ ഭോവാ നക്ഷത്രക്ഷമണ അവതീർണോ തഥാർത്ഥഃ തത്തേകദോ സ്മരണമത്യത്പദാരവിന്ദമാപന്ന സംസൃതി ഭയാവഹമാർത്തബന്ധോ ഏതാവതാലമലമിന്ദ്രിയലാലസേനാമർത്യാത്മദൃക്തൈമരേ യതപത്യ ബുദ്ധി സോദേ ഗൃഹേണ ജഗാത ഭവാനജോന്നൗ സംജജ്ഞ ഇത്യേകം ഇത്യനുയുഗം നിജധർമ്മഗുപ്തി നാനാപ്തയോർഗഗണപത് വിവധതജ്ജഹാസി കോ വേദഭൂമ്ന ഒരു കായ വിഭൂതിമായ ശ്രീശുകൗവാച ആഗമ്യ തം വിദുർവാക്യം ഭഗവാൻ സാത്തദർശവ പ്രത്യാഹ പ്രശ്രയ നമ്രാപ്രസം ശ്ലക്ഷ്ണയാ ഗിര ശ്രീ ഭഗവാനുവാച